Hello, good morning all. Morning. Yeah, good morning, good morning. എല്ലാവരും രാവിലെ തന്നെ മീറ്റിംഗിലേക്ക് വന്നേക്കാണ്. കുറച്ച് ആൾക്കാർ കൂടി ജോയിൻ ചെയ്യാണ്ട്. നമ്മൾ ഇന്നത്തെ അജണ്ട എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് നമുക്കൊരു എൻട്രി എടുക്കുന്നത്, നമ്മളന്ന് ഫസ്റ്റ് ക്ലാസ്സിൽ പഠിച്ച എൻട്രി എടുക്കുന്നത്, അതിനോടൊപ്പം തന്നെ നമുക്ക് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യണം എങ്ങനെയെന്ന് അറിയണം, അതിനോടൊപ്പം ടാർഗറ്റ് എങ്ങനെ സെറ്റ് ചെയ്യുന്നുള്ള പഠിക്കണം. അത് മൂന്നാണ് മെയിൻ അജണ്ട. അതിനോടൊപ്പം തന്നെ നമ്മൾ എന്തൊക്കെയാണ് ഡെപ്ത് മനസ്സിലാക്കണം. പിന്നെ ഒരു സാധനം കൂടി ഉണ്ടായിരുന്നല്ലോ, ആർക്കെങ്കിലും പറയാവോ? 5 പോയിന്റ്സ് ആണ് മൊത്തം നമുക്ക് എന്താ പറയുന്നത് കവർ ചെയ്യാനുള്ളത്. 5ാമത്തെ പോയിന്റ് എന്താണ്? ഒന്ന് എൻട്രി ഞാൻ പറഞ്ഞ്, സ്റ്റോപ്പ് ലോസ് പറഞ്ഞ്, ടാർഗറ്റ് പറഞ്ഞ്, അത് കഴിഞ്ഞ് നമ്മളെ ഡെപ്ത് പറഞ്ഞ്, പിന്നെ ഒരു പോയിന്റ് കൂടി ഉണ്ടായല്ലോ, മറന്നു എല്ലാരും? നമ്മളെ ഓട്ടോമേഷൻ ഷീറ്റ്. ഓക്കെ, എല്ലാം റെഡി അല്ലേ? റെഡി എങ്കിൽ എല്ലാരും ചാറ്റിൽ റെഡി ആയിക്കുക. റെഡി, യെസ്, എന്തെങ്കിലുമൊക്കെ ടൈപ്പ് ചെയ്യാം. യെസ് ഗിയർ യെസ് പറഞ്ഞു. ഓക്കെ, നിൻഡു യെസ്. ഓക്കെ, യെസ് യെസ് യെസ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നത്തെ സെഷൻ സ്റ്റാർട്ട് ചെയ്യുക. എത്ര പേര് എത്തിയിട്ടുണ്ട്? 13 പേര് വന്നിട്ടുണ്ട്. ഞാൻ കുറച്ച് ആൾക്കാരും കൂടി ഉണ്ട്. കുഴപ്പമില്ല, എന്നിരുന്നാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ആദ്യം ഇപ്പൊ പ്രീ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത സമയമാണ്. പ്രീ മാർക്കറ്റ് 9 മണി to 9:07 വരെ. നമുക്ക് പ്രീ മാർക്കറ്റിൽ എന്താ സംഭവിക്കുന്നത് നോക്കിയേക്കാം. ഇപ്പൊ പ്രീ മാർക്കറ്റ് 9 മണി to 9:07 വരെ നമുക്ക് പ്രീ മാർക്കറ്റ് ഓപ്പൺ ആകുമ്പോൾ കണ്ട നമുക്ക് നിഫ്റ്റി ഗ്യാപ്പ് അപ്പ് ആണോ ഗ്യാപ്പ് ഡൗൺ ആണോ ഇപ്പൊ ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ 5 മിനിറ്റ് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇവരെന്താ ഡെപ്ത് ഒക്കെ ഓപ്പൺ ആയിട്ടുണ്ടെന്ന്. നമ്മളെ ഡെപ്തും കാര്യങ്ങളെല്ലാം ഇപ്പൊ ഓപ്പൺ ആയി, കാരണം മാർക്കറ്റ് ഓപ്പൺ ആയി കഴിഞ്ഞപ്പോൾ വാങ്ങാനും വിൽക്കാനും ആൾക്കാരായി. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും. അപ്പൊ നമ്മളന്ന് പഠിച്ച അദാനി പോർട്സിന്റെ തന്നെ നമുക്ക് നോക്കാം. 848 രൂപക്ക് ഒരാള് വാങ്ങാൻ വേണ്ടി ഇട്ടേക്കുന്നത്. ഇത് ബൈ സൈഡ് ആണ്, ഇത് സെൽ സൈഡ് ആണ്. എല്ലാവർക്കും എന്റെ സ്ക്രീൻ ക്ലിയർ അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ, അപ്പൊ ഈ സൈഡ് വരണത് ഇത് ബൈ സൈഡും, ഇത് വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരും, ഇത് വിൽക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരും. ഓക്കെ, അപ്പൊ ഇതില് നമുക്ക് നോക്കി അറിയാൻ പറ്റും. ഇവിടെ 245 ഇത്രയും ഒരു ഡിഫറൻസ് വരൂല. വേറെ ഡെപ്ത് ഇപ്പൊ ഫുൾ ആയിട്ട് ഓപ്പൺ ആയിട്ടില്ല. കറക്റ്റ് ആയിട്ട് ഇത്രയും ഡിഫറൻസ് വരൂല. 24 രൂപയുടെ ഡിഫറൻസ് ഒന്നും വരില്ല. പ്രീ മാർക്കറ്റ് ആയതുകൊണ്ടാണ് വരുന്നത്. ചിലപ്പോൾ ഇന്നലത്തെ വെച്ച് കാൽക്കുലേറ്റ്. അപ്പൊ നമുക്ക് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് നോക്കാം. ഓക്കെ, ഒരു 10 പൈസ വ്യത്യാസങ്ങളേ ഉണ്ടാവുള്ളൂ ഇവിടെ രണ്ടും തമ്മിൽ. 224.60 ഇവിടെ 224. എന്താ പറയാ 50 6. അപ്പൊ മാർക്കറ്റ് ഓപ്പൺ ആയിട്ട് നമുക്ക് അതിലേക്ക് നോക്കാം. അപ്പൊ നമുക്ക് ആ സമയം കൊണ്ട് ഇപ്പോ എത്ര പേരായിട്ടുണ്ട്? നമ്മളെ 13 പേര് പുതിയതായിട്ട് ആരും വന്നിട്ടില്ല. ഓക്കെ, നമ്മൾ ഓട്ടോമേഷൻ ഷീറ്റ് ഒന്ന് നോക്കിയേക്കാം. എങ്ങനെയാണ് നമ്മുടെ സ്ട്രാറ്റജി 1ന് വേണ്ട ഓട്ടോമേഷൻ ഷീറ്റ് ആണ്. അപ്പൊ നമുക്ക് ഓട്ടോമേഷൻ ഷീറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓക്കെ, എല്ലാവർക്കും എന്റെ സ്ക്രീന് വിസിബിൾ ആണെന്ന് വിചാരിക്കുന്നു. ക്ലിയർ അല്ലേ? ക്ലിയർ ആണെങ്കിൽ യെസ് അടിക്കാം. എല്ലാവരും യെസ് അടിക്ക്. ഉഷാറാവട്ടെ. എല്ലാവരും ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വന്നിരിക്കണം. ഞാനതേ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വന്ന പോലെ തന്നെ. ഓക്കെ ഓക്കെ, യെസ് യെസ്. ഓക്കെ ഓക്കെ, ഫൈൻ ഫൈൻ, ഗുഡ് ഗുഡ് ഗുഡ്. അപ്പൊ നമ്മളെ ഓട്ടോമേഷൻ ഷീറ്റ് ആണിത്. സ്ട്രാറ്റജി 1 ഇത് ഇവിടെ എഴുതിയിരിക്കുന്നത്. ITS സ്ട്രാറ്റജി 1 ഓട്ടോമേഷൻ ഷീറ്റ്. സ്ട്രാറ്റജി 1 യൂസ് ചെയ്യാൻ പറ്റിയ ഓട്ടോമേഷൻ ഷീറ്റ് ആണ് ഇത്. നമുക്ക് എന്താ പറയാ ഡേറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഡേറ്റ് നമ്മൾ ഇവിടെ ഡബിൾ ക്ലിക്ക് അടിക്കുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ ഡേറ്റിന്റെ കലണ്ടർ വരും. കലണ്ടറിൽ നമുക്ക് ഡേറ്റ് ഏതാണെന്ന് വെച്ചാൽ നമുക്ക് ഇന്നത്തെ ഡേറ്റ് 13 സെറ്റ് ചെയ്ത് കൊടുക്കാം. ടൈം 9:30. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഈ ബ്ലൂ കാണുന്ന കോളംസ് ഒന്നും നിങ്ങൾ ടച്ച് ചെയ്ത്, കാരണം ഞാനിപ്പോ ലോക്ക് ചെയ്തിട്ടില്ല. ലോക്ക് ചെയ്യാൻ ഞാൻ എന്റെ ഒരു ഫ്രണ്ട് ഒരു ടെക്നീഷ്യൻ ഉണ്ട്,
ആള് എക്സലിന്റെ വലിയ ഒരു സംഭവമാണ്. അപ്പൊ ആളുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ബ്ലൂ എല്ലാം ലോക്ക് ചെയ്ത് തരണം, ഈ വൈറ്റ് മാത്രമേ എനിക്ക് ഓപ്പൺ ആയി നിൽക്കാൻ പാടുള്ളൂ. അപ്പൊ ആ ലോക്ക് ചെയ്തിട്ടില്ല. ഇപ്പൊ ആരും ലോക്ക് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ പുതിയ ഫയൽ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അയച്ചു തരാം. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ എന്താ പറയുക, ഈ വൈറ്റ് കാണുന്ന കോളംസ് ഇത് ബൈ സൈഡ് സെൽ സൈഡ്. സ്ട്രാറ്റജി 1 ഇവിടെ ബൈ സൈഡിലുള്ള ഡാറ്റ ഇവിടെ ആഡ് ചെയ്യണം. അതേപോലെ തന്നെ സെൽ സൈഡിലുള്ള ഡാറ്റ ഇവിടെ വേണം ആഡ് ചെയ്യാനായിട്ട്. ക്ലിയർ ആയില്ലേ? വേറെ ഒന്നും നമ്മൾ ചെയ്യണ്ട. അതിന്റെ തന്നെ ബൈ സൈഡില് നമുക്ക് സ്റ്റോക്കിന്റെ പേര് ഏതാന്ന് നോക്കാം. ഇപ്പൊ റിലയൻസ് എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ റിലയൻസ് ഇവിടെ വന്ന്, ബൈ സൈഡിൽ റിലയൻസ് ഇവിടെ വന്ന്, അതേപോലെ തന്നെ ഇവിടെ റിലയൻസ് വന്നു കഴിഞ്ഞു. ഓക്കെ, ഇതെന്താന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നമുക്ക് റിലയൻസ് ടൈപ്പ് ചെയ്യണം. റിലയൻസ് നമുക്കിപ്പോ റിലയൻസിന്റെ ഒരു ആവറേജ് റേറ്റ് നമുക്ക് നോക്കാം. റിലയൻസ് ഓക്കെ, റിലയൻസ് നമുക്ക് എന്താ ലാസ്റ്റ് ഒരു കാൻഡിലിന്റെ ഒരു ഡീറ്റെയിൽസ്, അത് ഈ ഒരു കാൻഡിലിന്റെ ഡീറ്റെയിൽസ് എടുക്കാം നമുക്ക്. ഇന്നലെ വേണമെങ്കിൽ ഓപ്പൺ ചെയ്ത കാൻഡിൽ. ഇന്നലെ എല്ലാവർക്കും മുഹറത്ത് ആരെങ്കിലും അറ്റൻഡ് ചെയ്തിരുന്ന മുഹറത്ത് ട്രേഡിംഗ്? കാരണം മൊഹറ ട്രേഡിങ് ഇന്നലത്തെ ദീപാവലിന്റെ ഒരു എന്താ മോനിഷ് എന്തായാലും പോലും ഇൻട്രാഡേ ഒന്നല്ലല്ലോ ചെയ്തത് മോനിഷ്. നമുക്ക് മൊഹറ ട്രേഡിംഗ് കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദീപാവലിന്റെ ഓപ്ഷൻസ് പോയിട്ട് അവിടെ പോയിട്ട് ഇൻട്രാഡേ ചെയ്ത. നമ്മൾ ഒരിക്കലും മൊഹറ ട്രേഡിംഗിൽ പോയിട്ട് ഓപ്ഷൻസും അല്ലെങ്കിൽ ഇൻട്രാഡേ ട്രേഡിംഗ് ഒന്നും ചെയ്യരുത്. നമുക്ക് വാങ്ങി വെക്കാനുള്ള സ്റ്റോക്സ് എന്ന് വെച്ചാൽ അസറ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് മെയിൻ ഒരു വന്ന വെച്ചാൽ ദീപാവലിന്റെ ഹോൾഡിങ്സ് ഉണ്ടായിരുന്നു. ഓക്കെ ഓക്കെ, ഫൈൻ ഫൈൻ. അപ്പൊ ആ ഒരു അസറ്റ് വാങ്ങി വെക്കാൻ വേണ്ടി പക്ഷെ നമുക്ക് അക്ഷയ തൃതീയ എന്ന് പറയുമ്പോൾ സ്വർണം വാങ്ങി വെക്കും. നമ്മളെ മൊഹറത്തിന് ആൾക്കാർ ഒരു ഇത് വാങ്ങി വെക്കും. അതേപോലെ തന്നെ മൊഹറത്ത് എന്ന് പറഞ്ഞ ദീപാവലിക്ക് ഒരു വാങ്ങുന്ന ഒരു ഇത്. അപ്പൊ നമ്മൾ അസറ്റ് വാങ്ങി വെക്കുക. കാരണം അതിന്റെ അകത്ത് നമുക്ക് ഒരു ലോസ് വന്ന് ഞങ്ങൾ ആചാരം നമ്മളെ വിശ്വാസം വെച്ച് നമുക്ക് എന്താ പറയുക അത് അന്നത്തെ വർഷം തന്നെ പോകും എന്നുള്ളൊരു ഒരു ഉദ്ദേശമാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒന്നാരും അങ്ങനത്തെ ഒരു ട്രേഡിംഗ് എടുക്കുക. എല്ലാം വാങ്ങാൻ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, ഇൻട്രാഡേയും അങ്ങനത്തെ കാര്യങ്ങളും ചെയ്യാം. അപ്പൊ നമുക്ക് ഈ ഒരു കാൻഡിൽ നോക്കാം. ഈ കാൻഡിലിന്റെ ഇത് ഇവിടെ നോക്കിയാൽ ഹൈ ലോ അറിയാലോ. ഈ കാൻഡിലിന്റെ ഹൈ എന്ന് പറയുന്നത് 2325. ഓക്കെ, 2325 ആണ് ഹൈ. അപ്പൊ നമുക്ക് ബൈ സൈഡിലൊക്കെ ആകുമ്പോൾ എൻട്രി ഹൈ ആണ് അല്ലേ? അപ്പൊ നമ്മൾ ഇതിൽ പോയിട്ട് എൻട്രി 2325 ഇവിടെ എൻട്രി 2325 അടിച്ചു കൊടുത്ത്. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് എന്താണ് വരുന്നത്, അതിന്റെ ലോ ആണ് ഈ കാൻഡിലിന്റെ ലോ ആണ് നമ്മൾ സ്റ്റോപ്പ് ലോസ്. ഓക്കെ, ലോ ആണ് സ്റ്റോപ്പ് ലോസ് വരുന്നത്. അപ്പൊ ഈ കാൻഡിലിന്റെ ലോ എത്ര? 2269. ഓക്കെ, 2269. അപ്പൊ അത് നമുക്കൊന്നും ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. 2269 ആണ് നമ്മൾ സ്റ്റോപ്പ് ലോസ്. കണ്ട ഇവിടെ സ്റ്റോപ്പ് ലോസ് എഴുതി കൊടുത്ത് 2269 ഞാൻ അടിച്ച്. ഇപ്പൊ അതെ നിങ്ങളെ S1 ടാർഗറ്റ് ഇതാണ് 2242 നിങ്ങളുടെ ടാർഗറ്റ്. തൊട്ടടുത്ത കോളത്തിൽ വന്ന് നിങ്ങൾ എന്താണ് പ്രോഫിറ്റ്, ഒരു സ്റ്റോക്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന പ്രോഫിറ്റ് 17 രൂപയുടെ 43 പൈസയിൽ നിങ്ങൾക്ക് ഒരു സ്റ്റോക്കിൽ ഉണ്ടായി. നിങ്ങൾ ഇനി ഇത് കഴിയണം. ഇവിടെ നിങ്ങൾ എത്ര ക്വാണ്ടിറ്റി, 50 ക്വാണ്ടിറ്റി വാങ്ങിയെങ്കിൽ 50 ക്വാണ്ടിറ്റി അടിച്ചു കൊടുക്കണം. ഈ ക്വാണ്ടിറ്റി എത്ര നിങ്ങൾക്ക് 10,000 രൂപ 25,000 രൂപയിൽ കിട്ടിയത് വെച്ചാൽ ആ ക്വാണ്ടിറ്റിയാണ് നമുക്ക് ഇവിടെ അടിച്ചു കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ ക്വാണ്ടിറ്റി അടിക്കുമ്പോൾ നിങ്ങളെ നെറ്റ് പ്രോഫിറ്റ് വേണ്ട, ഈ 50 ക്വാണ്ടിറ്റിക്ക് നിങ്ങൾക്ക് 871 രൂപ നിങ്ങൾക്ക് ഇവിടെ കിട്ടും ലാഭം. അതേപോലെ തന്നെ എന്താ പറയാ SL ആണെന്നുണ്ടെങ്കിൽ എന്താ പറയാ 56 രൂപ. ഓക്കെ, ഇത് വലിയ കാൻഡിൽ ആയതുകൊണ്ടാണ് ഇത്രയും വലിയ 56 രൂപ സ്റ്റോർ ചെയ്തത്. നമ്മൾ ആ കാൻഡിലിനനുസരിച്ച് നമ്മൾ ജസ്റ്റ് റഫ് എടുത്തുകൊണ്ടാണ് അത് 56 രൂപ. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ സ്റ്റോപ്പ് ലോസിന്റെ എന്താ പറയാ ലോസ് ഇവിടെ വരും. ഓക്കെ, ഇങ്ങനത്തെ സിറ്റുവേഷൻ വലിയ കാൻഡിൽ വരുമ്പോൾ നമ്മൾ എന്താ പറയാ ഇതിന്റെ 0.5 അതിനാണ് ഒരു വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഷീറ്റിൽ. അപ്പൊ എല്ലാ അപ്ഡേറ്റ്സും നിങ്ങൾക്ക് തരുന്നുണ്ട്. അപ്പൊ എത്ര ഇതായി കഴിഞ്ഞാലും നമുക്ക് അതിന്റെ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ആ ഗ്രൂപ്പിൽ ഉണ്ടാവും. ഓക്കെ, പുതിയ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഷീറ്റ് ഈ സ്ട്രാറ്റജി 1ന്റെ. ഓക്കെ, അപ്പൊ ഇത്രയും ആയിക്കഴിഞ്ഞാൽ എല്ലാവർക്കും സിമ്പിൾ ആയിട്ട് സ്ട്രാറ്റജി 1ലേക്ക് എൻ്റർ ചെയ്തൂടെ. ഇനി അടുത്ത വേണമെങ്കിൽ ഇവിടെ നമുക്ക് JSW സ്റ്റീലിന് ടൈപ്പ് ചെയ്തിട്ട് എന്താ പറയാ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഡാറ്റ ഹൈയും ലോവും ക്വാണ്ടിറ്റിയും ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി കഴിഞ്ഞു. അതേപോലെ തന്നെ റിസ്ക് മാനേജ്മെന്റിന് നിങ്ങൾക്ക് എന്താ പറഞ്ഞല്ലോ 0.75 അല്ല ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് റിസ്ക് എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ ഷീറ്റ്. റിസ്ക് എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് വേണ്ട ഫസ്റ്റ് ട്രെയിലിംഗ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 0.25ലേക്ക് ഞങ്ങൾ സ്റ്റോപ്പ് ലോസ് കയറ്റി വെക്കണം. ഓക്കെ, അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ ഫസ്റ്റ് ട്രെയിലിംഗ് 0.25. അപ്പൊ 75 മുകളിലോട്ട് 75 അടിച്ച് അപ്പൊ തന്നെ നിങ്ങൾ 0.25ലേക്ക് വെക്കാൻ വേണ്ടിയുള്ള റിലയൻസ് കണ്ട 2330ലേക്ക് കൊണ്ടുവന്ന് നമ്മൾ സ്റ്റോപ്പ് ലോസ് മാറ്റണം. ആ സ്റ്റോപ്പ് ലോസ് മാറ്റുന്നതൊക്കെ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഇന്ന് നോക്കാം. ഓക്കെ,
ഈ ട്രെയിൽ ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ. അപ്പൊ 3 ട്രെയിലിംഗ് ഉള്ള, പിന്നെ നമുക്ക് 0.5 കൊണ്ടുവരണം, 0.75 കൊണ്ടുവരണം, പിന്നെ മുകളിലോട്ട് പോകുമ്പോൾ അടുപ്പിച്ച് കൊണ്ടുപോയിട്ട് അതായത് ക്ലോസ് ചെയ്ത് വിടണം. അങ്ങനെയാണ് നമ്മൾ എന്താ പറയുക റിസ്ക് മാനേജ്മെന്റ് ചെയ്യണം. അതേപോലെ തന്നെ സെൽ ഓപ്പർച്യൂണിറ്റിയിൽ നിങ്ങൾ ആ സെയിം സാധനം കമ്പനിയുടെ പേര്, എൻട്രി പ്രൈസ്, സെല്ലാകുമ്പോൾ ലോ ആണ് നമുക്ക് ആഡ് ചെയ്യേണ്ടത്. വേണമെങ്കിൽ ഇവിടെ ഞാൻ ലോ എഴുതിയിട്ട് വേണമെങ്കിൽ വിടാം. ഓക്കെ, ലോ ആണ് നമുക്ക് ഇവിടെ എന്താ പറയാ വേണ്ടത്. ലോ ഓഫ് കാൻഡിൽ. ഓക്കെ, ഇവിടെ എന്ന് പറയുമ്പോൾ ഹൈ ഓഫ് കാൻഡിൽ. ഓക്കെ, ഹൈ ഓഫ് കാൻഡിൽ എഴുതിയിട്ട് അതേപോലെ തന്നെ ഇവിടെ നമുക്ക് ഇത് എഴുതി കൊടുക്കാം. ഹൈ ഓഫ് കാൻഡിൽ ആണ് ഇവിടെ ഹൈ. അതേപോലെ തന്നെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുമ്പോൾ ലോ ഓഫ് കാൻഡിൽ. ഓക്കെ, ഇപ്പൊ ഒന്നുകൂടി ക്ലിയർ ആയില്ലേ നിങ്ങൾക്ക്? ഓക്കെ, അപ്പൊ ഈ ഒരു ഷീറ്റ് വെച്ച് നിങ്ങൾക്ക് എന്താ പറയാ എല്ലാവർക്കും എളുപ്പത്തിൽ നമുക്ക് എന്താ എൻട്രി എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഈ ഷീറ്റിലേക്ക് വന്നിട്ട് ആ എൻട്രിയുടെ ഹൈ ലോ ഒക്കെ ഒന്ന് മെയിൻ ക്വാണ്ടിറ്റി എത്ര കിട്ടിയെന്ന് വെച്ചാൽ ആ ക്വാണ്ടിറ്റി സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളെ സ്റ്റോപ്പ് ലോസ് റെഡിയാണ്, പ്രോഫിറ്റ് റെഡിയാണ്. എന്താ പറയാ എത്രയിൽ സ്റ്റോപ്പ് ലോസ് വെക്കണം, എത്ര പ്രോഫിറ്റ് കിട്ടും, എത്ര സ്റ്റോപ്പ് ലോസ് അടിച്ചു കഴിഞ്ഞാൽ എത്ര ലോസ് പോവും, എല്ലാം നിങ്ങൾക്ക് ഈ ഷീറ്റിൽ കിട്ടിയില്ലേ? ഇതെല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കൂലേ? ഓക്കെ യാ. അപ്പൊ ഈ ഷീറ്റ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ മാക്സിമം എന്താ പറയാ നമ്മൾ ടൈം കുറക്കാം. നമുക്ക് സ്പെൻഡ് ചെയ്യുന്ന ടൈം മാക്സിമം കുറക്കാം. നമുക്ക് അതാണ് വേണ്ടത്. നമുക്ക് ആർക്കും സമയമില്ല. ഇപ്പൊ എനിക്കായാലും നിങ്ങൾക്കായാലും ആർക്കും സമയമില്ല. ഓക്കെ, അപ്പൊ ഈ സമയം നമ്മൾ കുറക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടികൾ മാക്സിമം ചെയ്യാം. അപ്പൊ അതാണ് നമ്മൾ എന്താ പറയാ നമ്മളെ സ്ട്രാറ്റജിയിൽ യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജി. ഓരോ സ്ട്രാറ്റജി തന്നെ നമുക്ക് സമയം കുറച്ച് നമുക്ക് ലാഭം കൂട്ടാനുള്ള പരിപാടികളാണ്. അതേപോലെ തന്നെ നമുക്ക് ഇത് എന്താ പറയാ ഈ ഒരു ഷീറ്റ് കൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എന്താ ഇതാക്കാം. അപ്പൊ കുറച്ച് ആൾക്കാർ ഇപ്പൊ അഡ്മിറ്റ് ആയിട്ടുണ്ട്. അപ്പൊ അവർക്ക് മനസ്സിലായി, അവർക്ക് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. നമ്മൾ ഇത് ഓട്ടോമേഷൻ ഷീറ്റാണ് സ്ട്രാറ്റജി 1 യൂസ് ചെയ്യണം. ഈ ഓട്ടോമേഷൻ ഷീറ്റിൽ നമുക്ക് ആകെ ഫില്ല് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ ഇവിടെ ഈ വൈറ്റ് കാണുന്നത്, ഇവിടെ നമുക്ക് ഡേറ്റ് നമ്മൾ 2 ഡബിൾ ക്ലിക്ക് അടിക്കുമ്പോൾ തന്നെ കലണ്ടർ ഓപ്പൺ ആയി നമുക്ക് ഏതാ ഡേറ്റ് വേണ്ട ആ ഡേറ്റ് കൊടുക്കുക, ഇന്നത്തെ ഡേറ്റ്. ഓക്കെ, ടൈം നിങ്ങൾ 9:30 മാറ്റാൻ നിൽക്കണ്ട. ഈ ബ്ലൂ കാണുന്ന സാധനങ്ങളൊന്നും നിങ്ങൾ ടച്ച് ചെയ്യരുത്. കാരണം ഇപ്പൊ ഞാൻ ലോക്ക് ചെയ്തിട്ടില്ല. ലോക്ക് ചെയ്യാൻ എന്റെ ഒരു ഫ്രണ്ടിന്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആള് ഇത്തിരി തിരക്കാണ്. പിന്നെ എന്താ പറയാ ആള് ലോക്ക് ചെയ്തിട്ട് എനിക്ക് അയച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എനിക്ക് ലോക്ക് ചെയ്യാൻ അറിയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ സജസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഈ ബ്ലൂ കാണുന്ന സാധനങ്ങളൊന്നും നിങ്ങൾ ടച്ച് ചെയ്യാൻ പാടില്ല. ആകെ ഈ വൈറ്റ് കാണുന്ന ഈ ഒരു പോർഷൻ മാത്രം. ഇത് ബൈ സൈഡ് ആണ്. അതേപോലെ തന്നെ സെൽ സൈഡും ഉണ്ട്. ഓക്കെ, സെൽ സൈഡ് ഓപ്പർച്യൂണിറ്റി. അവിടെ നിങ്ങൾ ഈ വൈറ്റ് കാണുന്നിടത്ത് മാത്രം. വൈറ്റ് കാണുന്ന എന്താ വെച്ചാൽ ഇവിടെ നിങ്ങൾ സ്റ്റോക്കിന്റെ പേര്, നിങ്ങൾ ഏത് സ്റ്റോക്കിലേക്ക് എൻ്റർ ചെയ്യണ ഏത് ഫസ്റ്റ് വരുമ്പോ തന്നെ എല്ലാം നിങ്ങൾ എന്താ പറയുക ഡിലീറ്റ് ചെയ്ത് കളഞ്ഞേക്കാം ഈ സംഭവങ്ങള്. അന്നേരം നിങ്ങൾ ഇവിടെ എന്താ പറയാ ടൈപ്പ് ചെയ്ത് കൊടുത്താലും മതി. ഇപ്പൊ ആവശ്യമില്ലാത്തൊക്കെ താഴെ വേണമെന്നുണ്ടെങ്കിൽ എല്ലാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളയാം, കുഴപ്പമൊന്നുമില്ല. ഇവിടെ റിലയൻസ് ടൈപ്പ് ചെയ്ത് റിലയൻസിന്റെ ഹൈയും ലോവും നമ്മൾ ഇവിടെ എടുക്കാം. ബൈ സൈഡ് ആകുമ്പോൾ ഹൈ ആണ് നമ്മൾ എൻട്രി, ലോ ആണ് നമ്മൾ സ്റ്റോപ്പ് ലോസ്. അതേപോലെ തന്നെ സെൽ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ലോ ആണ് നമ്മൾ എൻട്രി, ഹൈ ആണ് നമ്മൾ സ്റ്റോപ്പ് ലോസ്. കണ്ട ഇവിടെ 200 എൻട്രി കൊടുത്തപ്പോൾ നിങ്ങളെ ടാർഗറ്റ് കണ്ട 198.5 എത്തി. മനസ്സിലായി? അപ്പൊ താഴോട്ടാണ് നിങ്ങളുടെ ടാർഗറ്റ്. അതേപോലെ തന്നെ സ്റ്റോപ്പ് ലോസ് നോക്കി അറിയാൻ പറ്റും നിങ്ങൾക്ക്. ഇവിടെ സ്റ്റോപ്പ് ലോസ് എവിടെയാണുള്ളത് വേണ്ട. സ്റ്റോപ്പ് ലോസ് പോയിന്റ് വരുന്ന ഇവിടെ ഉണ്ടാവും. ഓക്കെ, സ്റ്റോപ്പ് ലോസ് പോയിന്റ് ഇവിടെ വരുന്നുണ്ട്. സ്റ്റോപ്പ് പെർമനന്റ് നെറ്റ് പ്രോഫിറ്റ് ഇത് സ്റ്റോപ്പ് ലോസ് 6.5 ആണ്. സ്റ്റോപ്പ് ലോസ് ഇവിടെ എഴുതിയിട്ടുണ്ട് നമ്മള് ഹൈ എഴുതിയിട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് നിങ്ങൾക്ക് കിട്ടാവുന്ന എന്താ പറയാ എത്ര ഒരു സ്റ്റോക്കിൽ സ്റ്റോപ്പ് ലോസ് അടിക്കേണ്ട, എത്ര ക്വാണ്ടിറ്റി നെറ്റ് സ്റ്റോപ്പ് ലോസ് നിങ്ങൾക്ക് എത്ര വരുന്നുള്ള എല്ലാം നിങ്ങൾക്ക് ഇവിടെ ഡീറ്റെയിൽസ് കിട്ടും. ഓക്കെ, അപ്പൊ നമ്മള് ഇപ്പൊ ഓട്ടോമേഷൻ ഷീറ്റ് എല്ലാവർക്കും ഇപ്പൊ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഓട്ടോമേഷൻ ഷീറ്റിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. നമുക്കിപ്പോ മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. നമ്മൾ 9:25 നമ്മൾ സ്ട്രാറ്റജി 1 എൻട്രി ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ എൻട്രി ചെയ്യേണ്ടതാണ്. അതിലേക്ക് നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. 9:30 ആകുമ്പോഴേക്കാണ് നമുക്ക് നമ്മളെ സ്ട്രാറ്റജി 2 കയറേണ്ടത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഹലോ, പറഞ്ഞോ. സാറേ കുറച്ച് ലേറ്റ് ആയി പോയി കേറാൻ. ഒരു 9:10. അപ്പൊ ഒന്നും മനസ്സിലായില്ല എന്താന്നുള്ളത്. ഇപ്പൊ ഞാൻ റിപ്പീറ്റ് ചെയ്തപ്പോഴും മനസ്സിലായില്ല. ഞാൻ 2-3 ആൾക്കാർ ഇപ്പൊ കയറിയത്. ഓക്കെ ഫൈൻ. അന്ന് ഒന്നുകൂടി പറയാം. ഇത് നമ്മൾ സ്ട്രാറ്റജി 1 ഉപയോഗിക്കുന്ന ഓട്ടോമേഷൻ ഷീറ്റ് ആണിത്. ഓക്കെ, ഈ ഷീറ്റ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എന്താ പറയാ ഒരാളും കൂടി ഇപ്പൊ വീണ്ടും കയറിയിട്ടല്ലോ. ഓക്കെ, അപ്പൊ
ഓക്കെ, ഓട്ടോമേഷൻ ഷീറ്റ് ആണ് ഇത്. ഒരു മിനിറ്റ്, സുനിലും കൂടി ഒന്ന് ആയിക്കോട്ടെ ഇതിലേക്ക്, അപ്പൊ ഒന്നുകൂടി ക്ലിയർ ആവല്ലോ. ഓക്കെ ഓക്കെ, വിൽ യു സെൻഡ് ഓട്ടോമേഷൻ? യെസ് യെസ്, സെൻഡ് ചെയ്യും സഹീറ. നമ്മൾ എന്താ പറയുക, ഓട്ടോമേഷൻ ഷീറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയത്. ഇതിൽ അപ്ഡേഷൻ വരുമ്പോഴും ഞങ്ങൾക്ക് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അപ്ഡേഷൻ ഇപ്പൊ ലോക്ക് ചെയ്തിട്ട് ഞാൻ ഒന്നുകൂടി ഞാൻ അയക്കും നിങ്ങൾക്ക്. ഇപ്പൊ നിങ്ങൾക്ക് ഈ ഷീറ്റ് ഉപയോഗിക്കാം. അത് കഴിഞ്ഞ് ലോക്ക് ചെയ്തിട്ട് ഞാൻ വീണ്ടും നിങ്ങൾക്ക് ഈ ഷീറ്റ് അയക്കും. അത് കഴിഞ്ഞിട്ട് എന്താ പറയുക, എന്തെങ്കിലും അപ്ഡേഷൻ ഒക്കെ ഈ ഷീറ്റിൽ വരുന്നുണ്ടെങ്കിൽ അത് ഞാൻ ഗ്രൂപ്പിൽ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ എല്ലാവരും ഒന്നുകൂടി ശ്രദ്ധിക്കുക. നമ്മൾ ഈ ഓട്ടോമേഷൻ ഷീറ്റ് ഉപയോഗിക്കേണ്ടതെന്ന് പറയുമ്പോൾ നമ്മൾ ഡേറ്റ് എല്ലാ ദിവസവും മാറ്റി കൊടുക്കണം. ഡേറ്റ് ഇവിടെ ഡബിൾ ക്ലിക്ക് അടിക്കുമ്പോൾ തന്നെ കലണ്ടർ വന്ന് നിങ്ങൾക്ക് ഏതെങ്കിലും ഡേറ്റ് നിങ്ങൾക്ക് ഇവിടെ സെറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യണമെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ടൈം നിങ്ങളൊന്നും മാറ്റാൻ നിൽക്കണ്ട. ബ്ലൂ കാണുന്ന സാധനത്തിൽ ഒന്നും ടച്ച് ചെയ്യാൻ പാടില്ല. ആകെ വൈറ്റ് കാണുന്നിടത്ത് മാത്രം. ഈ ബൈ സൈഡും ഉണ്ട് നിങ്ങൾക്ക്, അതേപോലെ തന്നെ സെൽ സൈഡും ഉണ്ട്. ഓക്കെ, ബൈ സൈഡാണ് ഓപ്പർച്യൂണിറ്റി എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ സ്റ്റോക്ക് നെയിമിൽ നിങ്ങൾക്ക് ഏത് സ്റ്റോക്കിലാണ് ഓപ്പർച്യൂണിറ്റി ആ സ്റ്റോക്കിന്റെ നെയിം എഴുതണം. അത് കഴിഞ്ഞിട്ട് അതിന്റെ ഹൈയും ലോവും എന്ന് വെച്ചാൽ ബൈ സൈഡിലാകുമ്പോൾ ഹൈ ആണ് നമ്മൾ എൻട്രി, സെൽ സൈഡിലാകുമ്പോൾ എന്താ പറയാ ലോ ആണ് നമ്മൾ എൻട്രി. മനസ്സിലായി? അതുകൊണ്ടാണ് ഇവിടെ ഹൈ എന്ന് എഴുതിയത്. സ്റ്റോപ്പ് ലോസ് ബൈ സൈഡിൽ ലോ ആണ് നമ്മൾ സ്റ്റോപ്പ് ലോസ്, സെൽ സൈഡിൽ ഹൈ ആണ് നമ്മൾ സ്റ്റോപ്പ് ലോസ്. അതുകൊണ്ട് ഇവിടെ ലോ എഴുതി, അതേപോലെ തന്നെ ഇവിടെ ഹൈ എഴുതിയിട്ടുണ്ട് ഞാൻ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയല്ലോ? ഹൈ എഴുതിയിട്ടുണ്ട്. ഇവിടെ ലോ ആണ് നമ്മൾ എൻട്രി, സെൽ സൈഡിൽ ഹൈ ആണ് നമ്മൾ സ്റ്റോപ്പ് ലോസ്. പിന്നെ ക്വാണ്ടിറ്റി അടിച്ചു കൊടുക്കുക. നമ്മൾ എത്ര ക്വാണ്ടിറ്റിക്കാണ് എത്ര ക്വാണ്ടിറ്റി നമ്മൾ പർച്ചേസ് ചെയ്ത് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫുൾ ഡാറ്റ ഇവിടെ വരും. നിങ്ങൾക്ക് എന്താ പറയുക, പ്രോഫിറ്റ് എത്ര എന്നുള്ള വരും. ഓക്കെ, നിങ്ങൾ എന്താ പറയാ നെറ്റ് പ്രോഫിറ്റ് കണ്ട എത്ര, ഒരു സ്റ്റോക്കിന് എത്ര ടാർഗറ്റ് നിങ്ങൾ സെറ്റ് ചെയ്യാനുള്ള വാല്യൂ, ഈ വാല്യൂ ആണ് നിങ്ങളുടെ ടാർഗറ്റ്. ഓക്കെ, ഈ വാല്യൂ ആണ് നിങ്ങൾ പ്രോഫിറ്റ് ഒരു സ്റ്റോക്കിൽ കിട്ടുന്നത്. ഇത് നിങ്ങൾ ക്വാണ്ടിറ്റി അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളെ നെറ്റ് പ്രോഫിറ്റ് ഇവിടെ കിട്ടും. സ്റ്റോപ്പ് ലോസിന്റെ ഒരു ക്വാണ്ടിറ്റി എത്ര എന്നുള്ള, ഒരു സ്റ്റോക്കിന്റെ സ്റ്റോപ്പ് ലോസിന്റെ വാല്യൂ എത്ര എന്നുള്ള കാണിക്കും. അതേപോലെ തന്നെ നിങ്ങൾ എന്താ പറയുക നെറ്റ് സ്റ്റോപ്പ് ലോസ് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ലോസ് എത്ര എന്നുള്ളത് ഇവിടെ കാണിക്കും. ഓക്കെ, പിന്നെ ഈ പോർഷൻ എന്ന് പറയുമ്പോൾ റിസ്ക് മാനേജ്മെന്റ് ചെയ്യുന്ന ആൾക്കാർക്കാണ്. പക്ഷേ 0.75 അടിച്ചു കഴിഞ്ഞാൽ പിന്നീട് മുകളിലോട്ട് പോകുന്ന സ്റ്റോക്കുകൾ നമുക്ക് എൻട്രി ചെയ്യണമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് രണ്ടാമത്തെ സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്യണം. അതൊക്കെ നമ്മളിപ്പോ ഇന്ന് നമ്മൾ എങ്ങനെ സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ നമ്മൾ എല്ലാവരും ഒന്ന് പഠിക്കണമായിരിക്കും. അപ്പൊ ഇത്ര ഈ റിസ്ക് മാനേജ്മെന്റ് വിട്ടേക്ക്, ഇത്ര പോർഷൻ എല്ലാവർക്കും ക്ലിയർ ആയില്ലേ? ക്ലിയർ ആയല്ലോ? ഓക്കെ ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. യെസ് യെസ്, ഓക്കെ ഓക്കെ, ഫൈൻ ഫൈൻ. അപ്പൊ നമുക്കിപ്പോ നമ്മൾ മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. എന്താണ് നമുക്ക് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കണേന്ന് നോക്കാം. ഓക്കെ, നമ്മൾ മാർക്കറ്റിൽ ഇപ്പൊ എന്താ പറയാ, നമ്മള് മാർക്കറ്റിൽ വന്ന് നമ്മള് നിഫ്റ്റി ഓപ്പൺ ആക്കി. നമുക്ക് ഫസ്റ്റ് സ്ട്രാറ്റജിക്ക് വേണ്ടതെന്നല്ല എന്ന് പറയുമ്പോൾ നിഫ്റ്റി ഓപ്പൺ ആക്കി. അത് കഴിഞ്ഞിട്ട് നമുക്ക് 15 മിനിറ്റ്സ് ക്യാൻഡിൽ ആക്കണം. ഓക്കെ, 15 മിനിറ്റ്സ് ക്യാൻഡിൽ ആക്കിയപ്പോൾ കണ്ടത് നമുക്കൊരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് വന്നേക്കുന്നത്. ഇങ്ങനെ ഒരു ക്യാൻഡിലൊക്കെ ക്രിയേറ്റ് ചെയ്തോണ്ടിരിക്കുന്നത്. അത് കഴിയുമ്പോൾ ഈ സമയത്തൊക്കെ നമ്മൾ ഈ 9:20 ആകുമ്പോൾ ഈ സമയത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് സ്ട്രാറ്റജി 1 അപ്പൊ പറയാൻ പോകുന്നത്. നിങ്ങൾ നേരെ നിങ്ങളെ പ്ലാറ്റ്ഫോം ഓപ്പൺ ആക്കി. അത് കഴിഞ്ഞിട്ട് നിഫ്റ്റി ഇവിടെ ഓപ്പൺ ആക്കി. നിഫ്റ്റി ഓപ്പൺ ആക്കി നിങ്ങൾ ടൈം ഫ്രെയിം 15 ആക്കി. അപ്പൊ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞില്ല എല്ലാവരും? അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ എന്താ പറയാ ഗൂഗിളിൽ പോയിട്ട് NSE, മനസ്സിലായില്ലേ? ഗൂഗിളിൽ പോയിട്ട് NSE നിങ്ങൾ എന്താ പറയാ ഓപ്പൺ ആക്കി വെച്ചാ, ഈ NSE ഓപ്പൺ ആക്കിയിട്ട് അതിൽ മാർക്കറ്റ് ഡാറ്റയിൽ ഇക്വിറ്റി പോവാം. ഓക്കെ, മാർക്കറ്റ് ഡാറ്റയിൽ ഇക്വിറ്റി പോയി കഴിഞ്ഞാൽ നമുക്ക് ഫുൾ എന്താ പറയുക നമ്മളെ സ്റ്റോക്സും കാര്യങ്ങളും കിട്ടും. ഇതും നമ്മൾ ഓപ്പൺ ആക്കി വെക്കാം. പിന്നെ സ്ട്രാറ്റജി 2 ചെയ്യുന്ന ആൾക്കാർ ഇതിനോടൊപ്പം തന്നെ പുതിയൊരു ടാബില് എന്താ വേണം, അവര് ഓപ്ഷൻസും കൂടി ഓപ്പൺ ആക്കി വെക്കണം. ഓപ്ഷൻ ചെയിന്, NSEയുടെ ഓപ്ഷൻ ചെയിന്. ഓക്കെ, ഓപ്ഷൻ ചെയിൻ ഓപ്പൺ ആക്കി വെച്ച മൂന്നാമത്തെ സ്റ്റെപ്പ്. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, സ്ട്രാറ്റജി 2ന്റെ ആൾക്കാർ ഒബ്സ്ട്രയും കൂടി ഓപ്പൺ ആക്കി വെക്കണം. മനസ്സിലായി? ഒബ്സ്ട്ര നമുക്ക് ലോഗിൻ ചെയ്യാം. ഞാൻ ലോഗിൻ ചെയ്തില്ല. ഒബ്സ്ട്ര ലോഗിൻ ചെയ്യാൻ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഗൂഗിള് അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഏത് വേണമെന്നുണ്ടെങ്കിലും ഇത് നമ്മളെ അക്കൗണ്ട് അങ്ങോട്ട് ഓപ്പൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഒബ്സ്ട്ര ഓപ്പൺ ആയി വരും. ഒബ്സ്ട്ര ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമുക്ക് ഓപ്ഷൻസിലേക്ക് പോയി നമ്മളെ സ്ട്രാറ്റജി ബിൽഡർ
ഓക്കെ. സ്ട്രാറ്റജി ബിൽഡറിൽ നമുക്ക് എന്താ ചെയ്യേണ്ടത്? നിഫ്റ്റി ആണെന്ന് നോക്കണം. അത് കഴിഞ്ഞ് ഇവിടെ ഓപ്ഷൻസ് ആക്കി കൊടുക്കണം. അത് കഴിഞ്ഞ് ഇവിടെ നമ്മള് ലാസ്റ്റത്തെ ഇതാക്കണം. ലാസ്റ്റത്തെ തേഴ്സ്ഡേ, ഇപ്പൊ കമ്മിങ് തേഴ്സ്ഡേ ആക്കിയിട്ട് ഓപ്ഷൻ ചെയിനായിട്ട് ഓപ്പൺ ആക്കി വെക്കുക. ഇത്രയും കാര്യങ്ങൾ നമ്മൾ 9:25 മുമ്പ് നമ്മൾ ചെയ്തു വെക്കണം. ഇപ്പൊ നമ്മൾ 9:22 ആയിട്ടുണ്ട്. നമ്മുടെ എന്താ പറയാ, സ്ട്രാറ്റജി 1ന്റെ ഏകദേശം സമയമായി വരണം, സ്ട്രാറ്റജി 2ന്റെ സമയമായി വരുന്നുണ്ട്. ഓക്കെ. അപ്പൊ സ്ട്രാറ്റജി 2ന്റെ സമയത്ത് നമുക്ക് എന്താ പറയുക, ഇപ്പൊ ഏകദേശത്തെ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇന്ന് കുറച്ചൊരു എന്താ പറയാ, ഇന്നലെ ആ മുഹൂർത്ത് ഓപ്പണായി വരുമ്പോ ഒരു ചെറിയ മുഹൂർത്ത് ഇത്രയും ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ, കാരണം എല്ലാവരും എന്താ പറയാ ഭയങ്കര ആൻസൈറ്റി അല്ലെങ്കിൽ ആകാംക്ഷയോടെ ഇന്നലെ മാർക്കറ്റ് ഓപ്പൺ ആക്കിയതാണ്. ഓക്കെ. അതുകൊണ്ടാണ് ആ ഒരു ഫോള് വന്നേക്കുന്നത്. കാരണം നമുക്ക് ശരിക്കും പറഞ്ഞ ഇന്ന് ഒരു ചെറിയൊരു ഗ്യാപ്പ് അപ്പ്, ഈ ലെവലിൽ ഗ്യാപ്പ് അപ്പ് ആയിട്ട് വേണ്ടിയിരുന്നത് പോകേണ്ടിരുന്നത്. പക്ഷെ ഇന്നലെ അത്രയും ഒരു മുഹൂർത്ത് ട്രേഡിംഗ് ആയതുകൊണ്ട് മാത്രമാണ് ഇത്രയും ഒരു ഗ്യാപ്പ് അപ്പിലേക്ക് പോയത് അത്. ഓക്കെ. കാര്യം ഇന്നലത്തെ ട്രെൻഡ് വെച്ചിട്ട് നമുക്കൊരു ചെറിയൊരു ഗ്യാപ്പ് അപ്പ് ഉണ്ടായിരുന്നു. അതെന്നാലും ഒരു ഏകദേശം ഒരു 0.25 ഗ്യാപ്പ് അപ്പിലൊക്കെ ആയിരുന്നു ഇന്ന് വേണ്ടത്. അതാണ് ഇന്ന് സംഭവിച്ചേക്കുന്നത്. പക്ഷെ ഇന്നലത്തെ വെച്ച് നോക്കുമ്പോൾ അത് ഗ്യാപ്പ് ഡൗൺ ആയി മാറിയുള്ളൂ. ഓക്കെ. കണ്ട ഇന്നലെ നമ്മള് ക്ലാസ്സിലൊക്കെ വരച്ച ആ വെഡ്ജും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇത്. കണ്ട ആ വെഡ്ജിന്റെ ഒക്കെ ഡീറ്റെയിൽസ് ആണ് ഇപ്പൊ ഈ കാണുന്നത്. വെഡ്ജ് പൊട്ടിച്ചു പോയി, താഴോട്ട് പോയി, അവിടെ കുറച്ച് താഴോട്ട് ഇറങ്ങി. ഓക്കെ. വെഡ്ജും കാര്യങ്ങളും നമ്മൾ നോക്കണ്ട, അതൊക്കെ നമ്മൾ വിട്ടേക്ക്. ഇപ്പൊ നമ്മള് ഏകദേശം ഒക്കെ ഒരു ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പൊ ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് സ്ട്രാറ്റജി 2ലേക്ക് എൻട്രി ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ എൻട്രി ചെയ്യാം. എന്ന് വെച്ചാൽ നമുക്കൊരു ഏകദേശം ഇപ്പൊ കിട്ടിയിട്ടുണ്ട് 19,450 കിട്ടിയിട്ടുണ്ട്. അപ്പോ കൂടി വന്നാലും കുറഞ്ഞു കഴിഞ്ഞാലും ഏകദേശം സ്ട്രൈക്ക്, ഇപ്പോഴത്തെ നമ്മുടെ സ്ട്രൈക്ക് എന്തായാലും ഇനിയിപ്പോ ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് കൊണ്ട് വലിയൊരു ഫോൾ ഒന്നും വരാൻ പോണില്ല. എന്നിരുന്നാലും നമുക്കൊരു എന്താ പറയാ 19,450 വന്നേക്കുന്നത്. അപ്പൊ 19,450 സ്ട്രൈക്ക് നമുക്ക് എടുക്കാം. അപ്പൊ സ്ട്രാറ്റജി 1 ഉപയോഗിക്കുന്ന ആൾക്കാരെല്ലാവരും എന്താ പറയാ, സീറോ തരുന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ ബാസ്ക്കറ്റിലേക്ക് പോവാം. ബാസ്ക്കറ്റിൽ പോയിട്ട് ആദ്യം ചെയ്യേണ്ട പരിപാടി എന്താണ്? ബാസ്ക്കറ്റിലേക്ക് പോകുമ്പോൾ നമ്മൾ ബാസ്ക്കറ്റിലേക്ക് പോയി കഴിയുമ്പോൾ നമ്മൾ ഓപ്ഷൻ ചെയിൻ എടുക്കുക. ഓപ്ഷൻ ചെയിനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ബൈ സൈഡും സെൽ സൈഡിന്റെ ഒക്കെ എന്താ പറയാ പ്രൈസ് നോക്കണം നമുക്ക്. അപ്പൊ 450 നമ്മൾ എടുക്കാൻ പോണത്. ഇപ്പൊ ഇവിടെ ഒരു വ്യത്യാസങ്ങൾ ഉണ്ടാവും, അത് നോക്കണ്ട നിങ്ങൾ. ആ വ്യത്യാസങ്ങൾ നോക്കണ്ട. കാരണം നമുക്ക് നമ്മളെ നിഫ്റ്റിയുടെ ആക്യുറേറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 19,449. അപ്പൊ 50ന്റെ മൾട്ടിപ്ലൈസ് വേണം എടുക്കാനായിട്ട്. അപ്പൊ 19,450 നമ്മൾ സ്ട്രൈക്ക് വരാം. ഓക്കെ. അപ്പൊ സ്ട്രൈക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് എന്താ ഓപ്ഷൻ ചെയിനിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ഒരു 5 രൂപ എന്ന് വെച്ചാൽ തിങ്കളാഴ്ച ഒക്കെ നിങ്ങൾ 5 രൂപയുടെ തന്നെ പ്രീമിയം എടുത്തോ. അതിന്റെ താഴോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 5 പ്രീമിയം കിട്ടാനൊക്കെ ഭയങ്കര പാടായിരിക്കും. 4 രൂപ 80 പൈസ, 4 രൂപ 80 പൈസന്റെ പ്രീമിയം 19,750. 3 രൂപ 50 പൈസ എടുത്താലും കുഴപ്പമില്ല, 19,800 എടുത്താലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഇതൊരു ഹെഡ്ജിങ്ങിന് വേണ്ടി മാത്രമാണ്. ഓക്കെ. ഇതിൽ ഏത് സ്ട്രൈക്ക് വേണമെന്ന് നിങ്ങൾക്ക് എടുക്കാം. ഓക്കെ. 19,800 വേണമെങ്കിൽ എടുത്തോ. 19,800 നമുക്ക് എടുക്കാം. എണ്ണൂറ് കോൾ സൈഡ് നമ്മൾ ബൈ ചെയ്യണം. നിങ്ങൾക്ക് എത്ര ലോട്ടാ വേണ്ടതെന്ന് വെച്ചാൽ അത്രയും ലോട്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് പുട്ട് സൈഡിലേക്ക് നമുക്ക് അതേപോലെ തന്നെ 3 രൂപ 95 പൈസന്റെ തന്നെ എടുക്കാം. 19,050. 19,050 എടുത്ത് അതിന്റെ പുട്ട് സൈഡ് നമ്മൾ ബൈ സെയിം എത്രയെന്ന് വെച്ചാൽ ഒരു ലോട്ടാണെങ്കിൽ 100 ആണ്, 2 ലോട്ടാണെന്നുണ്ടെങ്കിൽ 200 ക്വാണ്ടിറ്റി നമ്മൾ കൊടുക്കണം. ഓക്കെ. 200 ക്വാണ്ടിറ്റി അത് കൊടുത്ത് ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താണ് വേണ്ടത്? നമുക്ക് 450 നമ്മളിപ്പോ സ്ട്രൈക്ക് വെച്ചേക്കാം. ഒന്നും കൂടി നമുക്ക് പോയി ചെക്ക് ചെയ്തേക്കാം. കറക്റ്റ് ഇപ്പൊ 25 ആയിട്ടുണ്ട്. വേണ്ട, 450 തന്നെയാണ് നമ്മൾ സ്ട്രൈക്ക് വരുന്നത്, അതിൽ മാറ്റങ്ങളൊന്നുമില്ല. ഓക്കെ. 19,450. 19,450 എന്താ പറയാ, കോള് സെല്ല് ചെയ്യണം. 1 ലോട്ടാണെങ്കിൽ 1 ലോട്ട്, 2 ലോട്ടാണെന്നുണ്ടെങ്കിൽ 2 ലോട്ട് അടിച്ചു കൊടുക്കാം. ഓക്കെ. എല്ലാരും മാർക്കറ്റാണ് കൊടുക്കേണ്ടത്. ഓക്കെ. അതേപോലെ തന്നെ 19,450 പുട്ട് സൈഡിലേക്ക് നമുക്ക് എത്ര ലോട്ടാ വേണ്ടതെന്ന് വെച്ചാൽ അത്രയും ലോട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യുന്ന ആൾക്കാർ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാം. ഓക്കെ.
അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്തതാണ് നമുക്ക് എടുക്കേണ്ടത്. തൊട്ട് താഴെയുള്ളത് 19,500 കോള്. 500 കോള് ആഡ് ചെയ്ത് കൊടുക്കാം. അതും ഒരു ലോട്ടാണെങ്കിൽ ഒരു ലോട്ട്, അല്ലെങ്കിൽ 2 ലോട്ടാണെങ്കിൽ 2 ലോട്ട്. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലോട്ട് എടുക്കാം കേട്ടോ, അതിൽ ഒരു കുഴപ്പമില്ല. അത് കഴിഞ്ഞിട്ട് 19,400 പുട്ട് സൈഡിലേക്ക് നമുക്ക് സെല് ചെയ്ത് കൊടുക്കാം. ഒരു ലോട്ടാണെങ്കിൽ ഒരു ലോട്ട്, 2 ലോട്ടാണെങ്കിൽ 2 ലോട്ട്. ഓക്കെ, അത് കഴിഞ്ഞ ശേഷം എക്സിക്യൂട്ട് ചെയ്യുന്നതിന്റെ മുമ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും അതെല്ലാം കറക്റ്റ് ആണോ ഒന്നുകൂടി റീചെക്ക് ചെയ്യാം. ഓക്കെ, കോളില് നമുക്ക് ആവശ്യമുള്ള ക്വാണ്ടിറ്റി ഏത് ഉണ്ടാന്ന് നോക്കാം. ഓക്കെ, ഓക്കെ, 450 പുട്ട് കോള്, 500 കോള്, 400 കോള്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താ പറയുക, എന്റെ മാർജിൻ എല്ലാവരും അവിടെ കാണിച്ചിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഇതിപ്പോ ഒരു എക്സിക്യൂട്ട് കൊടുക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും എന്താ പറയുക എക്സിക്യൂട്ട് കൊടുക്കാം. സ്ട്രാറ്റജി 1 ചെയ്യുന്ന ആൾക്കാരൊക്കെ. ഓക്കെ, ഞാൻ എക്സിക്യൂട്ട് കൊടുത്തു. ഓക്കെ, ഇത്രയേ ഉള്ളൂ സ്ട്രാറ്റജി 1ന്റെ പണി. നമുക്ക് എന്താ പറയുക സ്ട്രാറ്റജി 1ന്റെ പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് P&L മാത്രം നോക്കി നമ്മൾ എന്താ പറയുക സ്ട്രാറ്റജി 1ൽ എത്രത്തോളം എന്താ പറയുക നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് പ്രോഫിറ്റ് ലാഭം ലോസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ തിരുത്താൻ മതി. അപ്പൊ സ്ട്രാറ്റജി 1 കഴിഞ്ഞ് ഇനി നമ്മൾ സ്ട്രാറ്റജി 3ന് വേണ്ടി 1ന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പൊ സ്ട്രാറ്റജി 2 ആരെങ്കിലും എടുത്തിട്ടുണ്ടോ? ലെഫ്റ്റ് റീജോയിൻ ചെയ്തിട്ടുണ്ടോ? ഒരു മിനിറ്റ് ഞാൻ നോക്കിയിട്ട് ആരെങ്കിലൊക്കെ വല്ല ഇൻവൈറ്റ് വന്നിട്ടുണ്ടോ? ഇല്ലല്ലോ, വന്നിട്ടില്ല. ഓക്കെ, 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 നോ എടുത്തിട്ടുണ്ട്. വേറെ ആരെങ്കിലും എടുത്തിട്ടുണ്ടോ സ്ട്രാറ്റജി 1? സ്ട്രാറ്റജി 1 അല്ല, സോറി, സ്ട്രാറ്റജി 2. ഓക്കെ, സ്ട്രാറ്റജി 2 എല്ലാവരും മാക്സിമം എടുക്കാനുള്ള അറ്റ്ലീസ്റ്റ് വ്യാഴാഴ്ചയെങ്കിലും നിങ്ങൾ എടുക്കാനുള്ള ഒരു ശ്രമം നടത്തണം. കാരണം നിങ്ങളെ കോൺഫിഡൻസ് ഐ വാസ് വെയിറ്റിംഗ് ഫോർ യുവർ ഇൻസ്ട്രക്ഷൻ. ഓക്കെ, ഓക്കെ, സഗീർ എന്തിന്റെ ഈ സ്ട്രാറ്റജി 1ന്റെ ഇൻസ്ട്രക്ഷൻസ് ആണ് ഉദ്ദേശിക്കുന്നത്? ഓക്കെ, ഓക്കെ, ഫൈൻ, ഫൈൻ. സ്ട്രാറ്റജി 1 എന്താ പറയാ അതേപോലെ എല്ലാവരും ചെയ്യാം. ഓക്കെ, ഓക്കെ, ഇൻട്രാഡേ അതന്നെ. ഐ വാസ് വെയിറ്റിംഗ് ഫോർ ഇൻസ്ട്രക്ഷൻ ഇൻട്രാഡേ. സ്ട്രാറ്റജി 1 ആണ് 2 ആണ് ഉദ്ദേശിക്കുന്നത്? സ്ട്രാറ്റജി 1ന്റെ ഇൻസ്ട്രക്ഷൻസ് എല്ലാം കഴിഞ്ഞപ്പോ നമ്മൾ എല്ലാവരും എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് എന്താ പറയാ ഇത്. അപ്പൊ സ്ട്രാറ്റജി 1ൽ നമുക്ക് വരണ അതാണ് ഞാൻ ഒരു സ്ട്രൈക്ക് ഞാൻ അപ്പൊ പറഞ്ഞുകൊണ്ടിരുന്നത്. 19,000 ഇത് നമ്മളെ ഇവിടെ വരുന്നത് 19,400 എന്താ പറയാ 50 നമ്മൾ സ്ട്രൈക്ക് പ്രൈസ് വരുന്നത്. ഇവിടെ തന്നെ നിങ്ങൾക്ക് നോക്കാം. സ്ട്രൈക്ക് പ്രൈസ് നിങ്ങൾക്ക് NSE നോക്കിയില്ലെങ്കിലും ഇവിടെ തന്നെ കറക്റ്റ് 50ന്റെ മൾട്ടിപ്ലൈസ് മാത്രം നോക്കണം. ഓക്കെ, നോട്ട് ഓപ്ഷൻസ്. ഓക്കെ, ഓക്കെ, ഇൻട്രാഡേ. ഓക്കെ, മറ്റേ നമ്മളെ സ്ട്രാറ്റജി 1 നമുക്ക് 9:29 ആയിട്ട് പുതിയ കാൻഡിൽ ഇപ്പൊ ഓൾമോസ്റ്റ് ഈ കാൻഡിൽ തന്നെ ആയിരിക്കും. ഈ ഒരു സമയമാകുമ്പോൾ തന്നെ 9:30 സെക്കൻഡ് കാൻഡിൽ ഓപ്പൺ ആയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇപ്പോഴാണ് നമ്മൾ സ്ട്രാറ്റജി 1 സ്റ്റാർട്ട് ചെയ്യാൻ പോണ വർക്ക്. ഓക്കെ, വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് ഇതുണ്ട് ഒരു കാൻഡിൽ വന്ന് നമ്മൾ തേർഡ് കാൻഡിലാണ് വന്നേക്കുന്നത്. തേർഡ് കാൻഡിൽ വന്നു കഴിയുമ്പോൾ അപ്പൊ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നേരെ നമ്മള് എന്താ പറയാ NSE ഏതായിരുന്നു ഇക്വിറ്റിയിലേക്ക് പോയി കഴിഞ്ഞാല് നമുക്ക് കണ്ടോ ഇവിടുത്തെ ചേഞ്ച് ഇവിടെ ഒന്നും കൂടി നമുക്ക് റിഫ്രഷ് ചെയ്ത് കൊടുക്കാം. നേരത്തെ ഓപ്പൺ ആക്കിയ സാധനമായിട്ട് ഇപ്പൊ കറന്റ് ഡാറ്റ കിട്ടാൻ ഒന്നുകൂടി റിഫ്രഷ് ചെയ്ത് കൊടുക്കും. ഈ പെർസെന്റേജ് ചേഞ്ച്, ഈ ചേഞ്ചിൽ നമുക്ക് റെഡ് ബെയറിഷ് കാൻഡിലാണ് ഇപ്പൊ ക്രിയേറ്റ് ചെയ്തത്. അപ്പൊ നമുക്ക് വേണ്ട ഇവിടെ നിന്ന് ഈ പെർസെന്റേജ് ചേഞ്ചിൽ കാണുന്ന ഇതിൽ 0.252 വേണ്ട അത് ഇവിടെ നിന്ന് തുടങ്ങാം. ഇവിടെ നിന്ന് തുടങ്ങിയിട്ട് 1% വരുന്ന എല്ലാ സ്റ്റോക്കും നമുക്ക് ആഡ് ചെയ്യണം. ഓക്കെ, ഒരു കുറച്ചധികം സ്റ്റോക്ക് നമുക്ക് ആഡ് ചെയ്യാനുണ്ട്. അപ്പൊ എല്ലാവരും 2 ഫോണുള്ള ആൾക്കാർ ഒരു ഫോണിൽ ഈ സാധനം വേണം ആഡ് ചെയ്ത് വെക്കാനായിട്ട്. രണ്ടാമത്തെ ഒരു ഫോണിൽ നിങ്ങൾ എന്താ പറയുക അല്ലെങ്കിൽ ലാപ്ടോപ്പ് ഉള്ള ആൾക്കാർ ലാപ്ടോപ്പിൽ ഈ പേജ് ഓപ്പൺ ആക്കി വെച്ചിട്ട് മൊബൈലിൽ നിങ്ങൾ കണ്ട ഞാൻ മൊബൈലിൽ എന്റെ കൈ പിടിച്ചത് കണ്ട ഈ മൊബൈലിൽ നിങ്ങൾ കൈറ്റ് ഓപ്പൺ ആക്കി അല്ലെങ്കിൽ നിങ്ങൾ പ്ലാറ്റ്ഫോം ഓപ്പൺ ആക്കിയിട്ട് ഈ സ്റ്റോക്സ് കണ്ട ഈ 26 തൊട്ട് തുടങ്ങിയാൽ മതി. 26 തൊട്ട് JSW നമുക്കത് ഓരോന്ന് ആഡ് ചെയ്ത് പോവാം. ഓക്കെ, അപ്പൊ എല്ലാവരും ഒന്ന് ആഡ് ചെയ്ത് തുടങ്ങിക്കോ. JSW സ്റ്റീല് നമുക്ക് ഫസ്റ്റ് ആഡ് ചെയ്യണം. ജസ്റ്റ് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ അവിടെ നമുക്ക് JSW വരും. അത് കഴിഞ്ഞിട്ട് എയർടെല് ഇങ്ങനെ സ്പീഡിൽ അങ്ങനെ ടൈപ്പ് ചെയ്ത് പോയിക്കോ എല്ലാവരും. HCL ടെക് അത് ടൈപ്പ് ചെയ്ത് അപ്പൊ തന്നെ ഇതാക്കി കളയാം. HCL ടെക് എവിടെ ഉണ്ടായി? HCL ടെക് ഇല്ലല്ലോ. ഓക്കെ, ഭാരത് കഴിഞ്ഞ് ബജാജ് ഫിൻസർവീസ്. ഓക്കെ, അത് NSE BSE അതൊന്നും നോക്കേണ്ട കാര്യമൊന്നുമില്ല. ഏത് വേണമെങ്കിലും എടുക്കാം നിങ്ങൾക്ക്, അതൊരു വിഷയമില്ല. അപ്പൊ എല്ലാവരും ആഡ് ചെയ്ത് തുടങ്ങിക്കോ. ഇതാണ് നമ്മളെ പ്രൊസീജിയർ ചെയ്യേണ്ടത്. റിലയൻസ് ഇത്ര സമയമാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പോളോ
അപ്പോളോ ഹോസ്പിറ്റല്, അത് കഴിഞ്ഞ് HDFC ബാങ്ക്, അത് കഴിഞ്ഞ് സിപ്ല, ടാറ്റ സ്റ്റീല്, PIN, TCS, ടാറ്റ മോട്ടോഴ്സ്, UPL, ബജാജ്, ഫോർട്ട, ടൈറ്റാൻ, ടെക് മഹീന്ദ്ര, ആൻഡ് എല്ലാരും ആഡ് ചെയ്തത് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ലൈവ് ട്രേഡിംഗ് ആയതുകൊണ്ടാണ് കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ററാക്ഷൻ വരാത്തത്. ബ്രിട്ടാനിയ, യൂണിലിവർ, നെസ്ലെ ഇന്ത്യ, ഗ്രാസിം, ഹലോ, പറഞ്ഞോ. എല്ലാരും മ്യൂട്ട് ആയിക്കാൻ ഞങ്ങൾ എല്ലാരും കേൾക്കുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞാക്ക. ബജാജ്, SBI ലൈഫ്. ഓക്കെ, ഞാനിപ്പോ എന്റെ എല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ആഡ് ചെയ്ത് കഴിഞ്ഞെന്ന് വിശ്വസിക്കുന്നു. അതേപോലെ തന്നെ ആഡ് ചെയ്യാത്ത ആൾക്കാരൊക്കെ ആഡ് ചെയ്യാം. നമ്മളിപ്പോ എന്താ പറയുക, ആഡ് ചെയ്ത സാധനങ്ങൾ ഞാനിവിടെ റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്ത് വരും ഓട്ടോമാറ്റിക് ആയിട്ട്. ഓക്കെ, അപ്പൊ ഞാൻ 7ാമത്തെ ഇതിലാണ് ആഡ് ചെയ്തത്. ഇത്രയാണ് ഞാൻ ആഡ് ചെയ്തത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് ആഡ് ചെയ്യാനായിട്ട് ഒരു 4 മിനിറ്റ് വേണ്ടി വന്നു. 4 മിനിറ്റ് വേണ്ടി വന്നു. ഓക്കെ, ഇത്രയും അധികം സ്റ്റോക്കുള്ളത്. ഇനി നമുക്ക് അടുത്ത ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ഈ സ്റ്റോക്കുകളെല്ലാം ഗ്രാഫ് നോക്കിയിട്ട് ഈ ഫസ്റ്റത്തെ നിഫ്റ്റിയുടെ കാൻഡിലിന്റെ ഷേപ്പിലാണ് വന്നേക്കാൻ നോക്കാം. നമുക്ക് ഓരോന്ന് ആഡ് ചെയ്ത് നോക്കാം. കണ്ട, ഇതിന്റെ ഫസ്റ്റ് കാൻഡിൽ ഏതാണ്? ഇതാണ് ഫസ്റ്റ് കാൻഡിൽ. ഓക്കെ, ഇത് നമ്മളെ പാൻഡിൽ തന്നെയാണ് വന്നേക്കുന്നത്. ഏകദേശം അത് അടിക്കാറായിട്ട് നിൽക്കുന്നുണ്ട്. ഓക്കെ, GSW. അതേപോലെ തന്നെ ഭാരതി. ഓക്കെ, ഭാരതി കുറച്ച് വലിയ കാൻഡിലാണ്, നമുക്ക് നോക്കാൻ വന്നിരുന്നാലും ഷേപ്പ് സെയിം ആണ്. അടുത്തത് HCL ടെക്, നമുക്ക് ഷേപ്പ് സെയിം അല്ല. അപ്പൊ തന്നെ HCL ടെക് ആയിട്ട് ഡിലീറ്റ് ചെയ്ത് കളയാം. ഓക്കെ, HCL ടെക് നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അപ്പൊ തന്നെ അടുത്ത് നോക്കാം. അടുത്ത് നോക്കുമ്പോഴും എന്താണ്, ബജാജ് ഫിൻ സർവീസിന്റെ കാൻഡിൽ സെയിം അല്ല, അതപ്പൊ തന്നെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ്. അത് കഴിഞ്ഞ് വിപ്രോ നോക്കാം. വിപ്രോ നോക്കുമ്പോഴും കാൻഡിൽ സെയിം അല്ല, കണ്ട മുകളിൽ വിക്കില്ല. അപ്പൊ നമ്മൾ അതും ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താ പറയുക, അടുത്ത ഈ കാൻഡിൽ നമുക്ക് ബ്രേക്ക് ഔട്ട് തന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ സെയിം ആണ്, ബ്രേക്ക് ഔട്ട് തന്നിട്ടുണ്ട്. പക്ഷെ റിട്ടേൺ പോയിന്റ് ഒരു ഫോൾസ് ബ്രേക്ക് ഔട്ട് ആണ്. കണ്ട, അപ്പൊ ഇങ്ങനെ നമ്മൾ വരുമ്പോഴേക്ക് പോയി കഴിഞ്ഞാൽ പോയിക്കോട്ടെ, അത് നമ്മൾ വിഷയാക്കേണ്ട കാര്യം. നമുക്ക് ഇത്രയും സ്റ്റോക്സ് ഇവിടെ കിടക്കുന്നുണ്ട്. അടുത്ത അപ്പോളോയിലേക്ക് പോയി കഴിഞ്ഞാൽ അപ്പോളോ നമുക്ക് എന്താ പറയാ, നമ്മളെ സെയിമിലുള്ള കാൻഡിൽ അല്ല, അപ്പൊ അപ്പോളോ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അതേപോലെ തന്നെ HDFC സെയിം കാൻഡിൽ അല്ല, HDFC ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അതേപോലെ സിപ്ല നമ്മളെ കാൻഡിലാണ്. ഇത് കണ്ട, ബ്രേക്ക് ഔട്ട് വന്നിട്ട് ഇപ്പൊ നിങ്ങൾക്ക് എൻട്രി ചെയ്യുന്ന ആൾക്കാർക്ക് എൻട്രി ചെയ്യാം സിപ്ലയില്. ഓക്കെ, ഇത്രയും ഒരു മൂവ്മെന്റ് മാറിയിട്ടുണ്ട്. എന്നിരുന്നാലും നിങ്ങൾക്ക് എൻട്രി ചെയ്യണമെങ്കിൽ എൻട്രി ചെയ്യാം. ഓക്കെ, സിപ്ല നമുക്ക് അവിടെ വെക്കട്ടെ. ഓക്കെ, എൻട്രി ചെയ്യുന്ന ആൾക്കാർക്ക് എൻട്രി ചെയ്യാം ഈ സിപ്ലയിലേക്ക്. ഓക്കെ, പക്ഷെ സ്റ്റോപ്പ് ലോസ് ഇത്തിരി കൂടുതലുണ്ട്. എന്നിരുന്നാലും നമുക്ക് ഒരു ഏകദേശം നിങ്ങൾക്ക് ഈ ഒരു ലെവലിലൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, കഴിഞ്ഞ് സിപ്ലയില്, അത് കഴിഞ്ഞ് ടാറ്റ സ്റ്റീലില് നമുക്ക് സെയിം ആണ് എല്ലാം. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മളെ ഈ ഇത് നോക്കിയാൽ നമുക്ക് സെയിം അല്ല. SBIന് നമുക്ക് ബ്രേക്ക് ഔട്ട് തന്നിട്ടുണ്ട്, പക്ഷെ നമ്മളെ കാൻഡിൽ അല്ല. എന്നാലും കുറച്ച് റിസ്ക് ആണ് ഇതിന്റെ അത് ചെയ്ത് കിട്ടും. നമുക്ക് ഇതിന്റെ അകത്ത് ഒരു 0.5 ഒക്കെ എന്തായാലും നമുക്ക് കിട്ടും ഈ ഒരു സ്റ്റോക്കിൽ. ഓക്കെ, പിന്നെ TCS നമ്മൾ ഇതിൽ കാൻഡിലുള്ളതല്ല, വലിയ സ്റ്റോപ്പ് ലോസ് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും അത് വിട്ടേക്കാം. ഓക്കെ, അടുത്ത കാൻഡിൽ എന്ന് പറയുമ്പോൾ ഇത് ഏതാ, ടാറ്റ മോട്ടോഴ്സ് ഫസ്റ്റ് കാൻഡിൽ നമ്മൾ സെയിം അല്ല. ഓക്കെ, സെയിം അല്ലാത്തത് നമ്മൾ അത് വിട്ടേക്കാം. അതേപോലെ തന്നെ UPIL ഫസ്റ്റ് കാൻഡിൽ നമ്മൾ സെയിം അല്ല. ഓക്കെ, അപ്പൊ അത് വിട്ടേക്കാം. and ഈ സെയിം അല്ലെങ്കിലുള്ള കാര്യം എന്ന് വെച്ചാൽ താഴോട്ട് പോയിട്ട് ഒരു ഫോൾസ് ബ്രേക്ക് ഔട്ട് ഉണ്ടാക്കി നമുക്ക് ലോസ് തന്നേക്കും. അതുകൊണ്ടാണ്, കാരണം കാൻഡിലൊക്കെ വലുതാകുമ്പോൾ അത്രയും വലിയ ചെറിയ കാൻഡിലൊക്കെ നമുക്ക് ഇതിനകത്ത് എൻട്രി ഒക്കെ നോക്കാം.
ഓക്കെ, വലിയ ക്യാൻഡിലൊന്നും നമ്മൾ അത്ര എൻട്രി ഒന്നും നോക്കി വെറുതെ നമ്മളെ കാശ് കളയരുത് കണ്ട. ഇത് നമുക്ക് ഇപ്പൊ വലിയ ബെനിഫിറ്റ് ഒന്നും ഉണ്ടാവില്ല, കാരണം ഇത്ര തിരിച്ച് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ബജാജ് ഓട്ടോ. എന്നാലും വെച്ചൊക്കെ സെയിം ആണ്, ഇതും നമുക്ക് സെയിം ആണ് ഏകദേശം, ടൈറ്റാന്. അത് കഴിഞ്ഞ് ടെക് മഹീന്ദ്ര നമ്മളെ എല്ലാ രീതിയിലുള്ള ക്യാൻഡിൽ അല്ല. ഓക്കെ, അത് കഴിഞ്ഞ് M&M നോക്കുമ്പോൾ M&M നമ്മളെ രീതിയിലുള്ളതാണ്. കൊഡാക്ക് നോക്കിക്കഴിഞ്ഞാലും നമ്മളെ രീതിയിലുള്ള ക്യാൻഡിൽ അല്ല. അപ്പൊ കൊഡാക്ക് അപ്പൊ തന്നെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ്. അത് കഴിഞ്ഞ് നമുക്ക് ബ്രിട്ടാനിയ നമ്മളെ ക്യാൻഡിലാണ്. ഏത് ഹിന്ദുസ്ഥാൻ യൂണിലിവർ നമ്മളെ ക്യാൻഡിലാണ്. നെസ്ലെ ഇന്ത്യ നമ്മളെ ക്യാൻഡിലല്ല. പിന്നെ അത്രയും സ്റ്റോപ്പ് ലോസ് അതിന്റെ ഹാഫ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എവിടെ എത്തൂല. ഓക്കെ, അപ്പൊ നെസ്ലെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ്. ഗ്രാസിം നമ്മളെ ക്യാൻഡിലല്ല, ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ്. ഓക്കെ, അത് കഴിഞ്ഞ് ICICI ബാങ്ക് നമ്മളെ ക്യാൻഡിലല്ല, ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ്. അത് കഴിഞ്ഞ് ഏഷ്യൻ പെയിന്റ്സ് നമ്മളെ ക്യാൻഡിലല്ല, ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ്. ഹിന്ദുസ്ഥാൻ യൂണിലിവർ നമ്മളെ ക്യാൻഡിലാണ്. HDFC ലൈഫ് നമ്മളെ ക്യാൻഡിലാണ്, പക്ഷെ ഭയങ്കര ഒരു സ്റ്റോപ്പ് ലോസ് ഉണ്ട്. എന്നിരുന്നാലും നമുക്ക് നോക്കാം എന്താവും എന്നുള്ളത്. ഓക്കെ, പിന്നെ ടാറ്റ കൺസ്യൂമർ നമ്മളെ ക്യാൻഡിലല്ല, ഡിലീറ്റ് ചെയ്ത് കളയാം. HDFC ലൈഫ് കഴിഞ്ഞ്. ഓക്കെ, ONGC നമ്മളെ ക്യാൻഡിൽ ബ്രേക്ക് ഔട്ട് തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ONGCയിലും ഇപ്പൊ സിപ്ല അല്ല GSW അല്ലേ, ടാറ്റ സിപ്ലയും നമുക്ക് ONGC ആണ് ഇപ്പൊ ബ്രേക്ക് ഔട്ട് നമുക്ക് തന്നേക്കുന്നത്. നമുക്ക് എൻട്രി എടുക്കാനുള്ള ആൾക്കാർക്കൊക്കെ എൻട്രി എടുക്കാം. ഓക്കെ, അപ്പൊ ONGCയും സിപ്ല, അപ്പൊ ഇതൊന്ന് ഞാൻ അപ്പൊ അങ്ങനെ വരുമ്പോ ഇതൊന്ന് ഞാൻ മുകളിലേക്ക് കയറ്റി വെക്കും. ONGCയും സിപ്ലയും ഇതാണ് ഞാൻ ചെയ്യുന്ന പ്രൊസീജിയറാണ് ഞാൻ പറയണത് കേട്ടോ. ഓക്കെ, HDFC കഴിഞ്ഞ് ഇൻഫി കഴിയുമ്പോൾ നമുക്ക് എന്താണ്, ഇൻഫിയും നമുക്ക് എന്തായാലും നമ്മളെ ക്യാൻഡിലുള്ളതാണ്. പക്ഷെ അതിലൊന്നും എൻട്രി നിന്ന് കിട്ടാൻ ചാൻസ് വളരെ കുറവാണ്. ഇത് ബജാജ് ഫിനാൻസ് ആണ്. ബജാജ് ഫിനാൻസ് എൻട്രി നമുക്ക് ഇതിന്റെ അകത്ത് കിട്ടും, പക്ഷെ എന്നിരുന്നാലും വലിയ സ്റ്റോപ്പ് ലോസ് ഉണ്ട്. വേറെ കിട്ടുന്ന സ്റ്റോപ്പ് ലോസ് കുറവുള്ള കിട്ടുമെങ്കിൽ അതെടുക്കാം. ഓക്കെ, അത് കഴിഞ്ഞ് SBI ലൈഫ് ബ്രേക്ക് ഔട്ട് തന്നു കഴിഞ്ഞു. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഞാൻ ഇതിന്റെ അകത്ത് നോക്കേണ്ട കാര്യമില്ല, കാരണം ഓൾറെഡി ഇത്രയും ബ്രേക്ക്. SBI ലൈഫ് അത്ര വലിയ എമൗണ്ട് ഒന്നും 1300 ഒക്കെ 1400 ഉണ്ട്. അപ്പൊ എത്ര നോക്കാം നമുക്ക് അതിന്റെ. അപ്പൊ SBI ലൈഫും നമുക്കൊന്ന് മുകളിലോട്ട് കയറ്റി വെക്കാം. ഓക്കെ, ഇല്ലേ. അപ്പൊ ഇത്രയും സ്റ്റോക്സിലേക്ക് നമ്മൾ കുറഞ്ഞു വന്ന്. ഓക്കെ, നമ്മൾ ഇത്രയും സ്റ്റോക്സിലേക്ക് കുറഞ്ഞു വന്നേക്കാണ്. ഇപ്പൊ ഇവിടെ സിപ്ല നമുക്ക് മുകളിലേക്ക് വന്ന്, അതുപോലെ തന്നെ SBI ലൈഫ് അല്ലേ നമ്മളിപ്പോ തന്നെ. ഓക്കെ, SBI ലൈഫ് മുകളിലേക്ക് വെച്ച്, ONGC നമ്മൾ മുകളിലേക്ക് വെച്ച്. ഇത്രയും നമ്മൾ ക്ലോസിൽ നമുക്കിപ്പോ എൻട്രി ഏകദേശം ആയിട്ടുള്ള സാധനങ്ങളാണ് ഇതൊക്കെ. ഇത് JSW ഇല്ല. ഓക്കെ, JSW അപ്പൊ താഴത്തേക്ക് ഒന്ന് ഇറക്കി വെക്കാം. ഓക്കെ, ഈ 3 നമുക്ക് ആയിട്ടുണ്ട്. ഓക്കെ, ഇതിൽ നമുക്ക് കുറച്ചും കൂടി ക്ലോസ്ഡ് ആയിട്ടുള്ള ഇതെന്ന് പറയാനായിട്ട് നമ്മൾ ഫസ്റ്റ് ക്യാൻഡിൽ ഇതാണ്. അത് ഇത്ര ഇപ്പൊ നോക്കിയാൽ 10 മിനിറ്റാണ് ഇത് എല്ലാത്തിനും കൂടി ഞാൻ എടുത്തേക്കുന്നത്. സിപ്ല നമുക്ക് എൻട്രി തന്നിട്ട്, എന്നിരുന്നാലും നമുക്ക് ഒന്നുകൂടി നമുക്ക് വെയിറ്റ് ചെയ്തിട്ട് ഇരിക്കാം. ടാറ്റ സ്റ്റീല് എന്താണ് ഇവിടെ വന്നേക്കുന്നത്, ടാറ്റ സ്റ്റീൽ താഴെപ്പോട്ടെ. ONGCയിൽ എൻട്രി തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ONGCയിൽ എന്താ പറയാ, ഞാനൊരു ഇപ്പൊ എത്ര താഴെപ്പോട്ട് എൻട്രി എടുക്കാൻ നോക്കിയാണ്. ഞാനിപ്പോ ഞങ്ങൾക്ക് അത് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ്. ONGCയിൽ ഞാനൊരു എൻട്രി എടുക്കാൻ ഒരു 10,000 രൂപക്ക്. അവിടെ ONGC ഞാനൊരു 10,000 രൂപക്ക് സെൽ സൈഡിലേക്ക് എന്റെ 10,000 രൂപക്ക് ഞാൻ എത്ര ക്വാണ്ടിറ്റി എനിക്ക് കിട്ടുന്നുള്ളത് നോക്കിയിട്ട് ഞാനിപ്പോ എൻട്രി എടുക്കാൻ പോവുകയാണ്. മൊബൈലിൽ തന്നെ ഞാൻ എൻട്രി എടുക്കുന്നത്. ഓക്കെ, സെൽ സൈഡ് ഇൻട്രാഡേ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു 200 ക്വാണ്ടിറ്റി, 250 ക്വാണ്ടിറ്റി ഞാൻ വെക്കുന്നുണ്ട്. 250 ക്വാണ്ടിറ്റിയാണ് എനിക്ക് അതിൽ കിട്ടാൻ പോകുന്നത്. ഞാനത് എന്താ പറയുക, മാർക്കറ്റ് ഓർഡറിൽ തന്നെ സാധനം അത് ബൈ ചെയ്ത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിന്റെ സ്റ്റോപ്പ് ലോസ് ഇപ്പൊ എനിക്ക് കിട്ടിയതിന്റെ ഹൈ ലോ നമുക്ക് ഓക്കെ, നമ്മൾ ഓട്ടോമാറ്റിക് ഷീറ്റ് തന്നെ ഉപയോഗിക്കാം. 196.6ഉം 194.85 194.85 ആണ് നമ്മളെ എന്താ പറയാ ഇത് വരുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ എന്താ പറയാ ONGC അടിച്ചു കൊടുത്തിട്ട് അടുത്ത കോളത്തിൽ ഹൈ ആണ്. നമുക്ക് ഇവിടെ നമുക്ക് ബൈ അല്ല, സെല്ല് സൈഡിൽ പോയിട്ട് ONGC എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് എത്രയാണ് വാങ്ങിയത്, നമ്മൾ വാങ്ങിയ റേറ്റ് എത്രയാണ്, വാങ്ങിയ റേറ്റ് നോക്കരുത്, നമ്മൾ സ്ട്രാറ്റജീന്റെ റേറ്റ് നോക്കണം കേട്ടോ. സ്ട്രാറ്റജി വെച്ച് നമുക്ക് പറയാൻ പാടുള്ളൂ, കാരണം വേറെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. സ്ട്രാറ്റജിയിൽ 194.85 ഞാനിവിടെ അടിച്ചു. 194.85 ഞാനിവിടെ അടിച്ച്. ഓക്കെ, അതിന്റെ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്തിട്ട് ഞാൻ സ്റ്റോപ്പ് ലോസ് എത്ര വേണ്ടത്. ഓക്കെ, സ്റ്റോപ്പ് ലോസ് എന്ന് പറയുമ്പോൾ 196.6. സ്റ്റോപ്പ് ലോസ് വരുന്നത് 196.6.
ഓക്കെ, ഇത്ര അടിച്ചു കൊടുത്ത് എന്റെ ക്വാണ്ടിറ്റി എത്രയാണ്? 250 ക്വാണ്ടിറ്റി അടിച്ചു കൊടുത്തു. ഓക്കെ, 250 ക്വാണ്ടിറ്റി ആണ്. ഇനി എനിക്ക് എന്താ പറയുക, എന്റെ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാം. എനിക്കിപ്പോ ഇവിടെ പറഞ്ഞേക്കുന്ന സ്റ്റോപ്പ് ലോസ് എത്രയാണ്? അവര് 196.6. ഓക്കെ, നമുക്ക് ഇതിൽ പോയിട്ട് സ്റ്റോപ്പ് ലോസ് എങ്ങനെ സെറ്റ് ചെയ്യണം നോക്കാം. 196.6 എന്ന് പറയുമ്പോൾ നമുക്ക് അതിൽ തന്നെ നോക്കാം. നമുക്ക് ഇതേണ്ട, ഇവിടെ നിങ്ങളെ നെറ്റ് പ്രോഫിറ്റ് എന്താ പറയാ, നെറ്റ് പ്രോഫിറ്റ് 365 രൂപയാണ്. എവിടെ? ഇതല്ലല്ലോ, നെറ്റ് പ്രോഫിറ്റ് 365 രൂപയാണ് നമുക്ക് നെറ്റ് പ്രോഫിറ്റ് വരുന്നത്. ഇതെന്താണ് ഇത്രയും എമൗണ്ട് മാറിക്കിടക്കണം ഇവിടെ? അത് ഞാൻ നോക്കാം. അതിന്റെ ഇപ്പൊ ഞാൻ ഒന്നുകൂടി ചെക്ക് ചെയ്തിട്ട് ഞാൻ പറയാം. ഓക്കെ, നെറ്റ് പ്രോഫിറ്റ് വരുന്നത് നമുക്ക് 365 രൂപയാണ് ടാർഗറ്റ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വരാൻ പോകുന്നത് 250 ക്വാണ്ടിറ്റിയിൽ. ഓക്കെ, അതിന്റെ പോലെ തന്നെ നമുക്ക് സ്റ്റോപ്പ് ലോസ് എത്ര ഇതിന്റെ അകത്ത്? ഈ 41 മൈനസ് ഓക്കെ ഇവിടെ തെറ്റി കിടക്കേണ്ടി വരണം. ഈ 41 മൈനസ് എഫ് ഇതായിട്ട് കിടക്കേണ്ടത് ഇതല്ല, നമുക്ക് ഇതാണ് വേണ്ടത്. ഓക്കെ നമ്മളെ നെറ്റ് ഓക്കെ, ഇത് ഞാൻ ചെക്ക് ചെയ്തിട്ട് ഞാൻ നോക്കാം എന്താണ് ഇവിടെ മിസ്റ്റേക്ക് വന്നുള്ളത്. നമുക്ക് നമ്മൾ ടാർഗറ്റ് ഇവിടെ നമുക്ക് എന്താ പറയുക സെറ്റ് ആയിട്ടുണ്ട്. 193 ടാർഗറ്റ്. അതേപോലെ തന്നെ നമ്മൾ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്തത് 196.6. നമുക്ക് 196. ആദ്യം തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യണം. സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാനായിട്ട് ഓർഡേഴ്സിലേക്ക് പോവാം. ഓർഡേഴ്സിലേക്ക് പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക പൊസിഷനിലേക്ക് പോയാലും മതി. പൊസിഷനിൽ പോയിട്ട് നമുക്ക് അതിലേക്ക് എന്താ പറയുക അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. പൊസിഷനിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ONGC ഇവിടെ കിടക്കുന്നുണ്ടാവും. ONGC ഇതിൽ നിന്നും എക്സിറ്റ് എടുക്കാം. ഓക്കെ, എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഇതിൽ നിന്ന് എക്സിറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇത് കണ്ട, ഇതെടുത്ത് എക്സിറ്റ് അടിക്കുമ്പോൾ തന്നെ നമുക്ക് എന്താ പറയാ, എക്സിറ്റ് അടിക്കുമ്പോൾ ഈ ഒരു പോപ്പപ്പ് വരും. എക്സിറ്റ് അടിക്കുമ്പോൾ ഈ പോപ്പപ്പ് വന്ന് അതിൽ നമുക്ക് എന്താണ് സ്റ്റോപ്പ് ലോസ് ആണ് വരുന്നത്. സ്റ്റോപ്പ് ലോസ് SLM എന്ന് പറയുന്നത് നമുക്ക് എത്ര വരുന്നത്? 196.6 അല്ലേ? 196.6. ഓക്കെ, 196.6 നമ്മൾ എന്താ പറയാ അതിന്റെ അകത്ത് അടിച്ചു കൊടുക്കുകയാണ്. 190 സ്റ്റോപ്പ് ലോസ് 196.6. ഓക്കെ, ഞാന് സ്റ്റോപ്പ് ലോസ് കൊടുത്ത് എനിക്കിപ്പോ 2 രൂപ. ഹലോ, പറഞ്ഞു. സാറേ, അതില് സ്റ്റോപ്പ് ലോസ് ചെയ്യുമ്പോൾ ഞാൻ ഏഞ്ചലാണ് ചെയ്യുന്നത്. അപ്പൊ അതിൽ ട്രിഗർ പ്രൈസും ഉണ്ട്, മറ്റേതും കാണിക്കുന്നുണ്ട്. അതിന്റെ മുകളിൽ ഒരു മാർക്കറ്റിന് എഴുതി കാണിച്ചിട്ടുണ്ടാവുമല്ലോ. ആ ട്രിഗർ പ്രൈസിന്റെ മുകളിലായിട്ട് അല്ലെങ്കിൽ ഒരു മാർക്കറ്റ് എഴുതി കാണിച്ചിട്ടുണ്ടാവും. ആ മാർക്കറ്റിന് അവിടെ ടിക്ക് മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇത് മാത്രമേ മാർക്കറ്റ് പ്രൈസ് അതന്നെ ടിക്ക് മാർക്ക് കൊടുക്കുക. അവിടെ ടിക്ക് മാർക്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ട്രിഗർ പ്രൈസ് മാത്രമേ വരുള്ളൂ, സ്റ്റോപ്പ് ലോസ് വരില്ല. ഓക്കെ, അപ്പൊ ഞാനിത് ബൈ കൊടുത്തു കഴിഞ്ഞാല് എന്റെ സ്റ്റോപ്പ് ലോസ് ആയി കഴിഞ്ഞു. മനസ്സിലായില്ലേ? ഇവിടെ ഓർഡറിൽ പ്ലേസ്ഡ് ഓർഡറിൽ കിടക്കണ ഓപ്പൺ ഓർഡറിൽ 196.6 196.6 ഞാൻ എന്താ പറയാ ട്രിഗർ പ്രൈസിലൊന്നും ചെയ്യണ്ടല്ലേ സാറേ? ട്രിഗർ പ്രൈസിൽ 196.6 അടിച്ചു കൊടുക്കാം. മറ്റേത് അപ്പൊ നിങ്ങൾ മാർക്കറ്റിൽ നിൽക്കുമ്പോ തന്നെ അത് ക്ലോസ് ആയി കഴിഞ്ഞാൽ അതുപോലെ നമുക്കൊന്നും വരുന്നില്ല. മാർക്കറ്റ് നിൽക്കുമ്പോ അപ്പൊ വരുന്ന ടാർഗറ്റ് ട്രിഗർ പ്രൈസും ലിമിറ്റ് പ്രൈസും കാണിക്കുന്നത്. അതല്ല, അതില് ടിക്ക് കൊടുക്ക്. ടിക്ക് മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ ട്രിഗർ പ്രൈസിന്റെ മുകളിലായിട്ട് ഒരു മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ടിക്ക് മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഈ ട്രിഗർ പ്രൈസ് മാത്രമേ നിങ്ങൾക്ക് ഓപ്പൺ ആവുള്ളൂ. അല്ലെങ്കിൽ അത് അൺടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ട്രിഗർ പ്രൈസ് മാത്രമേ ഓപ്പൺ ആവുള്ളൂ. ആ ട്രിഗർ അത് ഏതെങ്കിലും ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ ട്രിഗർ പ്രൈസ് മാത്രമേ ആവുള്ളൂ. രണ്ടും കാണിക്കണ്ട, മനസ്സിലായില്ല. അത് രണ്ടും കാണിക്കണ്ട. നമ്മളെ എന്തേലും കാണിക്കും. നമുക്ക് ഇതിന് ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് മോഡിഫൈ ചെയ്യാൻ നോക്കുമ്പോൾ കണ്ട എനിക്ക് ഒന്നേ വരുള്ളൂ. കാരണം ഇത് എനിക്ക് കഴിഞ്ഞ ദിവസം ഒരാള്, അത് ഞാൻ പറയാൻ കാരണം വെച്ചാൽ കഴിഞ്ഞ ദിവസം എന്റെ അടുത്ത് ഒരാൾ ഇതേപോലെ ചോദിച്ചു, വേറൊരു ക്ലാസ്സിലുള്ള. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇതിന്റെ മുകളിൽ തന്നെ ഇവിടെ മാർക്കറ്റിന് എഴുതി കാണിച്ചിട്ടുണ്ടാവും. അതിന്റെ ഒരു ടിക്ക് മാർക്ക് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരെണ്ണം മാത്രമേ വരുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ അയാൾ ചെയ്ത് നോക്കിയപ്പോ കറക്റ്റ് ആയിരുന്നു പറയുകയും ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ ഏഞ്ചലിന് ഞാൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞത്. ഏഞ്ചലാണ് അബ്സ്ട്രോക്ക് ആണെന്ന് എനിക്കറിയില്ല. ടാർഗറ്റ് പ്രൈസ് മിനിമം ഒരു ഇന്നത്തെ റേറ്റ് അനുസരിച്ച് സ്ട്രാറ്റജി അനുസരിച്ച് ഇത് ഒരു 1.10 വേണ്ടി വരില്ലേ? ഏതിനാണ്? ഈ പൊസിഷനില്ലേ അതിന് വേണ്ടി വരില്ലേ? സെല്ലും ബൈയും ക്രിയേറ്റ് ചെയ്യാൻ സ്ട്രാറ്റജി 1-ന്റെയാണോ സ്ട്രാറ്റജി 2-ന്റെയാണോ പറഞ്ഞത്? അല്ല, ഇപ്പൊ ഇട്ടിരിക്കുന്ന പൊസിഷനില്ലേ 7 പൊസിഷൻ ഉണ്ടല്ലോ. അല്ല, അത് ഞാൻ 7 പൊസിഷൻ ഇല്ല. അത് ഞാനൊന്നും ഈ 7 പൊസിഷൻ എന്റെ പൊസിഷൻ എന്ന് പറയുമ്പോൾ ഞാൻ സ്ട്രാറ്റജി 1 ആണിത്. ഇതെല്ലാം സ്ട്രാറ്റജി 1, ഇതൊരെണ്ണം സ്ട്രാറ്റജി 2. ഇതെല്ലാം സ്ട്രാറ്റജി 2ഉം ഇതൊരെണ്ണം സ്ട്രാറ്റജി 1ഉം ആണ്. അതാണ് ചോദിച്ചത്. അപ്പൊ സ്ട്രാറ്റജി 2 ചെയ്യണമെങ്കിൽ അറ്റ്ലീസ്റ്റ് 1 lakh ഇത് വേണ്ടേ?
ഇന്നത്തെ സ്ട്രാറ്റജി 2 ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്ന് 1.25 സ്ട്രാറ്റജി 1ന് വേണമായിരുന്നു, ആ സ്ട്രാറ്റജി 2ന് വേണമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു 10 രൂപയും കൂടി എക്സ്ട്രാ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ആ സ്ട്രാറ്റജി 1. ഓക്കെ ആ ഓക്കെ മനസ്സിലായി. നമുക്ക് ക്യാഷ് ഉണ്ടാവണം അക്കൗണ്ടിൽ. ആ ഓക്കെ എന്റെ കയ്യിൽ ക്യാഷ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ എല്ലാം എടുത്തത്. അപ്പൊ ഇതൊരു സ്റ്റഡി പർപ്പസ് ആയിട്ട് ഞാൻ എടുത്തതാണ് അത്. ഓക്കെ, അപ്പൊ അതില് നമ്മൾ ഇനിയിപ്പോ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോ എന്റെ എന്താ പറയാ സ്റ്റോപ്പ് ലോസ് കഴിഞ്ഞ് അടുത്ത എന്റെ ടാർഗറ്റ് സെറ്റ് ചെയ്യണം. അപ്പൊ ടാർഗറ്റ് എത്രയാണ്? ടാർഗറ്റ് നമുക്ക് ഇവിടെ വരുന്നത് 193.4 കൂട്ടിക്കോ, റൗണ്ട് ചെയ്ത് ഞാൻ റൗണ്ടിങ് കാര്യങ്ങളെല്ലാം ചെയ്യാം. 193.4. അപ്പൊ നമ്മള് ഇവിടെ പോയിട്ട് ഇപ്പൊ ഞാൻ 250 ക്വാണ്ടിറ്റി ഉള്ളത്, 250 ക്വാണ്ടിറ്റിയിൽ ONGC ഞാനിപ്പോ ബൈ എടുത്തേക്കണം ഇവിടെ. അതേപോലെ തന്നെ നമ്മൾ സെല്ല ചെയ്തേക്കണം, അപ്പൊ അതുകൊണ്ട് ബൈ എടുക്കണം. ബൈ എടുത്തിട്ട് 250 ക്വാണ്ടിറ്റി കൊടുത്ത്, ഓക്കെ, 250 ക്വാണ്ടിറ്റി കൊടുത്തിട്ട് എന്താ പറയുക ലിമിറ്റ് പ്രൈസ് കൊടുക്കണം. ലിമിറ്റ് പ്രൈസിൽ 193.4 അല്ലേ ഞാൻ പറഞ്ഞത്? 193.4. ഒന്നുകൂടി ചെക്ക് ചെയ്തേക്കാം നമുക്ക് പോയിട്ട്. 193.4 നമ്മളെ ഷീറ്റിൽ വരുന്നത്. 193.4 കൊടുത്ത് ലിമിറ്റ് കൊടുത്തിട്ട് എന്താ പറയാ ബൈ, ഒരു മിനിറ്റ്, ഓക്കെ, ബൈ കൊടുക്കാം. ഇപ്പൊ താഴോട്ട് വന്നോണ്ടിരിക്കല്ലേ, ഓക്കെ, ബൈ കൊടുക്കാം. ബൈ കൊടുത്തു കഴിഞ്ഞാല് അവിടെ കണ്ട പ്ലേസ്ഡ് ഓർഡറിൽ വന്ന് കിടക്കും എന്റെ. അപ്പൊ ഞാൻ ഇനിയിപ്പോ സ്റ്റോപ്പ് ലോസും സെറ്റ് ചെയ്ത് വെച്ച് ടാർഗറ്റും സെറ്റ് ചെയ്ത് വെച്ച് ഇനി എനിക്ക് എന്റെ പണിക്ക് പോവാം. മനസ്സിലായില്ലേ? പിന്നെ ഇതിൽ ഇനി ടാർഗറ്റ് സെറ്റ് ചെയ്യുമ്പോൾ ആ ടാർഗറ്റ് സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഓർഡേഴ്സ് എന്നല്ല എടുക്കേണ്ടത്, നമ്മളെ ഇതിന്റെ അകത്തല്ല നമ്മൾ ഈ വാച്ച് ലിസ്റ്റിൽ ബൈ ചെയ്ത് അവിടെ തന്നെ പോയി എടുക്കണോ? ബൈ ചെയ്ത് അവിടെ വെച്ചാൽ നമ്മൾ ആദ്യം സെല്ല ചെയ്തേക്കണം. ഞാനിവിടെ എന്റെ പൊസിഷനിൽ ഇവിടെ സെല്ലാണ് കൊടുത്തേക്കുന്നത്. ഇവിടെ കണ്ട മൈനസ് ആണ് കിടക്കുന്നത്. ഈ മൈനസ് അപ്പം ബൈ എടുക്കാൻ ആദ്യം അവിടെ തന്നെ പോകണോ? ഇവിടെ എന്ന് വെച്ചാൽ എക്സിറ്റ് അടിക്കുമ്പോൾ മാത്രമേ ഇവിടുന്ന് ചെയ്യാൻ പറ്റുള്ളൂ. എക്സിറ്റ് അടിക്കുമ്പോൾ ഇവിടെ കണ്ട എക്സിറ്റ് ഉണ്ട്, ആഡ് ചെയ്യാനുണ്ട്, പക്ഷെ നമുക്ക് ടാർഗറ്റ് ഇല്ല. ടാർഗറ്റ് വെച്ച് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമ്മളൊരു ഇതിൽ വരുന്ന ഒരു ഐഡിയ ആണ് അത്. നമ്മളായിട്ട് സൃഷ്ടിക്കാൻ ക്രിയേറ്റ് നമുക്ക് എങ്ങനെ ചെയ്യാം? നമുക്ക് ടാർഗറ്റ് സെറ്റ് ചെയ്യാൻ നമുക്ക് ഇറങ്ങാനും പറ്റില്ലല്ലോ. അപ്പൊ വേണ്ട, ഈ ഒരു ടാർഗറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ സെല്ലാണ് ആദ്യം എടുത്തത്. അപ്പൊ ബൈ എടുക്കണം. ബൈന്റെ ഒരു ഓർഡർ ഞാൻ പ്ലേസ് ചെയ്തു. അതാണ് ഇവിടെ രണ്ടും കിടക്കുന്നത്. ഇപ്പൊ എനിക്കത് സേഫ് ആണ്. ഇനി സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്യുന്ന കാര്യമാണ് പഠിക്കേണ്ട അടുത്ത്. എന്ന് വെച്ചാൽ നമ്മൾ ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ട് ഓവർ. ഇപ്പൊ നമുക്ക് ഇതിൽ എന്ന് പറയുമ്പോൾ ഇത്രയും എന്താ വ്യത്യാസം ഒന്നും നമുക്കിപ്പൊ എനിക്ക് കിട്ടണ എമൗണ്ട് എന്ന് പറയുന്നത് ₹1.50 അതില്. അപ്പൊ അത്രയും നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് തന്നെ എടുക്കും. ഇന്നിപ്പോ വലിയ കുഴപ്പമുണ്ടാവില്ല. എന്നിരുന്നത് ഇനിയിപ്പോ സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്യാനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്യണ എങ്ങനെയാന്ന് അറിയില്ല എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. അപ്പൊ അവർക്ക് ഈ ഇത് കണ്ട, ഇതാണ് നമ്മൾ സ്റ്റോപ്പ് ലോസിന് വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന സാധനം. ഈ സാറേ സാധനത്തിന് ഒരു മിനിറ്റ്, പറഞ്ഞ സാറിന് 2 ഓർഡർ പ്ലേസ് ചെയ്തെന്ന് പറഞ്ഞല്ലോ, ആ ഒരു ബൈയോ സെല്ലോ. ഒരു അപ്പൊ എമൗണ്ട് 10, 10, 20 വേണ്ട എങ്ങനെയാകുമ്പോ? ഒരു ബൈയും സെല്ലും അല്ല, ഏത് ഈ ടാർഗറ്റിന് വേണ്ടി വരും. അത് ഓപ്പൺ എമൗണ്ട് വേണ്ടി വരും. ടാർഗറ്റിന് എമൗണ്ട് അവിടെ കയ്യിൽ സെയിം എമൗണ്ട് വേണ്ടി വരും. എന്നാലേ പ്ലേസ് ആവുള്ളൂ, അല്ലെങ്കിൽ പ്ലേസ് ആവില്ല. അത് ഞാൻ പറയാൻ പറ്റുപോയി. ഓക്കെ, കാരണം ഇത് നമ്മൾ സെപ്പറേറ്റ് ഒരു ആഡ് ചെയ്യണുണ്ട്. പക്ഷെ അത് എനിക്ക് അങ്ങനെ ഞാൻ ഫേസ് ചെയ്തിട്ടില്ല, കാരണം ഇതിന്റെ എമൗണ്ട് ഉള്ളതുകൊണ്ട്. അത് നിങ്ങൾ ചെയ്ത് നോക്കി. ചിലപ്പോൾ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ടാലി ആവാൻ പോകാൻ ചാൻസ് ഉണ്ട്, എങ്ങനെയെന്ന് അറിയില്ല. സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യുമ്പോൾ എമൗണ്ട് കാണിക്കുന്നുണ്ട്. കാണിക്കണ്ടല്ലേ? ഓക്കെ. അപ്പൊ പിന്നെ ടാർഗറ്റ് നിങ്ങൾ കുറച്ചൊന്ന് അപ്പൊ എമൗണ്ട് ഇല്ലാത്ത ആൾക്കാർക്ക് ടാർഗറ്റ് വെക്കാൻ പറ്റും. പക്ഷെ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് നിങ്ങൾ ട്രെയിൽ ചെയ്ത് പോവാം. ഓക്കെ, ആ ട്രെയിലിംഗ് ആണ് ഇപ്പൊ ഞാൻ അടുത്ത് പറയുന്നത്. അപ്പൊ ട്രെയിലിംഗിന് വേണ്ടി നമുക്ക് ട്രിഗർ പ്രൈസിൽ നമുക്ക് ഈ മോഡിഫൈ ചെയ്യാം. മനസ്സിലായില്ലേ? ആ സാധനം മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ എനിക്ക് എത്ര വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 96 മതി എനിക്ക്. ഞാൻ 96 അല്ലെങ്കിൽ 95.5 ഞാൻ സ്റ്റോപ്പ് ലോസ് വെക്കാൻ. എനിക്ക് 1:1 മതി. മനസ്സിലായില്ലേ? നമുക്ക് ഇഷ്ടമുള്ള ലെവലിൽ ഈ സ്റ്റോപ്പ് ലോസ് വെച്ച് മോഡിഫൈ ചെയ്യാം. മനസ്സിലായില്ലേ? അപ്പൊ അതവിടെ എന്താ പറയാ മോഡിഫൈയിൽ കിടക്കും. ഇപ്പൊ എന്റെ ടാർഗറ്റ് ഇപ്പൊ ഞാൻ എന്താണ് സ്റ്റോപ്പ് ലോസ് 95.5 ആണ്, 250 ക്വാണ്ടിറ്റി. ഇനിയിപ്പോ എനിക്ക് എന്താ പറയാ എന്റെ ഇഷ്ടത്തിന് പോവാം. ആകെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ 2 സെറ്റ് ചെയ്ത ഒരാള് സ്റ്റോപ്പ് ലോസ് അടിച്ചെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ സാധനം വന്ന് ഓട്ടോമാറ്റിക്കലി വന്ന്, അതിനാണ് ഇടക്കിടക്കൊന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞത്. സ്റ്റോപ്പ് ലോസ് അടിച്ചു കഴിഞ്ഞാൽ ഈ സാധനം ഇവിടെ ഓപ്പൺ ആയിരിക്കും. അപ്പൊ തിരിച്ചു വന്നാൽ ഈ സാധനം അതും ബൈ ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് ലോസിലേക്ക് പോകും. മനസ്സിലായില്ലേ? ലോസോ പ്രോഫിറ്റ് അവർന്ന് പിന്നെ എന്താ സംഭവിക്കണം അതേപോലെ ആയിരിക്കും. മനസ്സിലായില്ല? അപ്പൊ അതേ സമയത്ത് നിങ്ങൾ എന്താ പറയുക ടാർഗറ്റ് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുഴപ്പമില്ല, ഇത് ഓട്ടോമാറ്റിക്കലി ക്ലോസ് ആയി പോയിക്കോളും. മനസ്സിലായില്ലേ? കാരണം ഇത് ഇവിടുന്ന് രണ്ടും കൂടി ടാലി 250, അങ്ങോട്ടും കൂടി ടാലി. അതുകൊണ്ടാണ് ഈ ക്വാണ്ടിറ്റി നിങ്ങൾ മാറ്റരുതെന്ന് പറഞ്ഞത്. മാറ്റി കഴിഞ്ഞ് 255 ആക്കി കഴിഞ്ഞാൽ 5 ക്വാണ്ടിറ്റി എക്സ്ട്രാ ബൈ ചെയ്യും. മനസ്സിലായി? 250 അവിടുന്ന് പോയിട്ട് 5 ബൈ ചെയ്യും.
അപ്പൊ എല്ലാവർക്കും സ്റ്റോപ്പ് ലോസ്, എൻട്രി, ട്രെയിലിംഗ് എല്ലാം മനസ്സിലായല്ലോ. ഇതിപ്പോ നമ്മൾ ONGC അല്ലേ എടുത്തത്, ONGC നമുക്ക് നോക്കാം എന്തായി എന്നുള്ളത്. ONGC അവിടെ തന്നെ നമുക്ക് ബ്രേക്ക്ഔട്ട് തന്നിട്ട് നമ്മൾ എടുത്ത ലെവല് കുറച്ച് താഴെ പോയത് കൊണ്ട് മാത്രമാണ് നമുക്ക് ആ ഒരു എമൗണ്ട് എന്താ പറയാ നമുക്ക് ലാഭമൊന്നും കിട്ടാത്ത. അല്ലെങ്കിൽ നമുക്ക് എന്താ ഇവിടെ ഓട്ടോമാറ്റിക്കലി വന്നു കഴിഞ്ഞാൽ ഈ രണ്ട് ലെവലിൽ ഞാൻ എന്താ പറയുക സെറ്റ് ചെയ്ത് വെച്ചേക്കണം. ഓട്ടോമാറ്റിക് ഇവിടെ വന്നു കഴിയുമ്പോൾ അതിനെ അടിച്ചു പോയിക്കോളും. ഓക്കെ, ഇത് എത്ര സമയം വരെ ഹോൾഡ് ചെയ്യണം? ഇത് മാക്സിമം 1 മണി വരെ. 1 മണിക്കൂർ ഒരു 12:55 ആകുമ്പോഴേക്ക് നമ്മൾ സ്ട്രാറ്റജി പറഞ്ഞ എല്ലാം 12:55 ആകുമ്പോഴേക്ക് നമുക്ക് ലാഭമാണെങ്കിലും നഷ്ടമാണെങ്കിലും ടാർഗറ്റ് അടിച്ചില്ലെങ്കിലും സ്റ്റോപ്പ് ലോസ് അടിച്ചില്ലെങ്കിലും ഇത് രണ്ടും ക്യാൻസൽ ചെയ്തിട്ട് എക്സിറ്റ് അടിച്ചേക്ക് വിട്ടേക്കണം. ഒരു 12:55 എല്ലാവരും ഒരു അലാറം വെച്ചു. അത് 50:55 ആയിട്ട് എല്ലാവരും ഒരു അലാറം അതിനുവേണ്ടി സെറ്റ് ചെയ്തു കേട്ടാ. അപ്പൊ അതുകൊണ്ട് കുഴപ്പമില്ല. ഇതിപ്പോ ഇത്രയും ഒരു ഫാള് വന്നുകൊണ്ട് ഒരു ഫാള് കിട്ടാനൊക്കെ ഒരു ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും. എന്നാലും നമുക്ക് നോക്കാം. ഇതൊരു സ്റ്റഡി പർപ്പസിന് വേണ്ടി ഞാൻ എടുത്താണ് 10,000 രൂപയ്ക്ക് എടുത്തിട്ട്. അപ്പൊ എനിക്ക് എന്താ ലോസ് വരുന്നത് എനിക്ക് എത്രയെന്ന് അറിയാം, പ്രോഫിറ്റ് വരുന്നത് എനിക്ക് എത്രയെന്ന് അറിയാം. ഓക്കെ, ഡിഫൈൻഡ് ആയി. ഇനി നമുക്ക് ഇതേ ഒരു പ്രൊസീജിയറിൽ എല്ലാവർക്കും എന്താ പറയുക ചെയ്യാം. ഇതിപ്പോ ഇത്രയും ഒരു ക്ലാസ് പോലെ ചെയ്തിട്ട് പോലും നമുക്ക് 20 മിനിറ്റ് ആയിട്ടുള്ളൂ ഇപ്പോ. മനസ്സിലായില്ലേ? അത് നിങ്ങൾ മാത്രമായിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു 10 മിനിറ്റ് പോരെ ഈ ഒരു സംഭവം ചെയ്യാനായിട്ട്. 10 മിനിറ്റിൽ നിങ്ങൾക്ക് ഇതേണ്ട 3 സ്റ്റോക്കിൽ നമുക്ക് എൻട്രി കിട്ടാനുള്ള ചാൻസസ് ഉണ്ടായിരുന്നു. നമുക്ക് നോക്കാം ബാക്കിയുള്ള സ്റ്റോക്കൊക്കെ എന്തായെന്നുള്ളത്. സിപ്ലയിൽ എന്തായി? സിപ്ലയില് ഫസ്റ്റത്തെ സിപ്ലയിൽ ഇപ്പൊ ആ ഒരു എൻട്രി കിട്ടി തന്നിട്ടുള്ളൂ. കാരണം ഇന്ന് ഇത്ര ഒരു ഫോൾ ഉള്ളതുകൊണ്ടാണ് ആ ഒരു എന്താ പറയാ മൂവ്മെന്റ് വരാത്തത്. മനസ്സിലായില്ലേ? അത് നമുക്ക് നിഫ്റ്റിന്റെ മൂവ്മെന്റ് അനുസരിച്ച് മാറിക്കോളും. JSW നമുക്ക് തന്നിട്ടില്ല, തിരിച്ചു പോയി. ഓക്കെ, അപ്പൊ JSW നമ്മൾ ഇനി നോക്കേണ്ട കാര്യമില്ല. ഞാൻ അത് കഴിയുമ്പോൾ ഇത് നമുക്ക് ഒരു എൻട്രി എടുത്തു കഴിഞ്ഞാൽ പിന്നെ നോക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഇതാണ്. നമുക്ക് ഇനി ഏതൊക്കെ സ്റ്റോക്കിലാണ് കണ്ടത്, ഇതും പോയി. അപ്പൊ നമുക്ക് ഇത് ഇനി പോയി കഴിഞ്ഞാൽ ഇതിപ്പോ കണ്ട നമ്മൾ ഏകദേശം സ്റ്റോപ്പ് ലോസ് അടിക്കാറായി, നമ്മൾ എൻട്രി തന്നിട്ടുമില്ല. അപ്പൊ ഈ സ്റ്റോക്ക് ഒക്കെ ആയിട്ട് നമുക്ക് ചാർട്ടിൽ നിന്ന് കളയാം. അപ്പൊ നമുക്ക് കുറച്ചും കൂടി കുറഞ്ഞു കിട്ടും സ്റ്റോക്സ് ഒക്കെ. മനസ്സിലായില്ലേ? ഇപ്പൊ JSW തിരിച്ചു കണ്ടത് എൻട്രി തന്നിട്ടില്ല, സ്റ്റോപ്പ് ലോസിലേക്ക് പോയി. അപ്പൊ നമുക്ക് ആ JSW നമുക്ക് നമ്മളെ വാച്ച് ലിസ്റ്റിൽ നിന്ന് കളയാം. ഓക്കെ, അതുപോലെ തന്നെ ടാറ്റ സ്റ്റീലും കളയാം. നമുക്ക് ബാക്കി നോക്കാം. ഇത് വേണ്ട, തിരിച്ചു പോയി കഴിഞ്ഞപ്പോഴും നമുക്ക് എന്താ പറയുക, നമ്മളെ സ്റ്റോക്ക് എൻട്രി തന്നിട്ടില്ല, തിരിച്ചു പോയി. അപ്പൊ നമുക്ക് അതും കളയാം. തിരിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ സ്റ്റോക്കിൽ വെറുതെ കാത്തിരിക്കരുത്. ഓക്കെ, ഇത് ഇനി 10:30 വരെ നമുക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ട് നോക്കാനായിട്ട്. 10:30ന്റെ ഉള്ളിൽ കണ്ട ഇത് ഏതാണ്? റിലയൻസ് നമുക്ക് തന്നിട്ടുണ്ട്. ചെറിയ സ്റ്റോപ്പ് ലോസും ആയിരുന്നു. നമുക്ക് ഇതിൽ നല്ലൊരു എൻട്രി എടുക്കാം. ഇനിയിപ്പോ എൻട്രി എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് കിട്ടില്ല. കണ്ട ആ സമയത്ത് നമ്മൾ ക്ലാസ് ആയതുകൊണ്ടാണ് ഇത്ര നീണ്ടുപോയത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഓപ്പർച്യൂണിറ്റി കണ്ട ഇത് കിട്ടും. ഇവിടെ നിങ്ങൾക്ക് എന്തായാലും റിലയൻസ് കിട്ടും. കണ്ട റിലയൻസ് കിട്ടിയിരുന്നെങ്കിൽ ഇപ്പൊ ലാഭത്തിൽ തന്നെ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് അവിടെ വെക്കാം. അത് കഴിഞ്ഞിട്ട് കണ്ട ഈ സാധനത്തിന് നമുക്ക് ആ സംസാരിച്ചതിന്റെ പോലെ പോയത് നമുക്ക് കിട്ടിയിരുന്നു. എന്നിരുന്നാലും നമുക്ക് പോയതൊക്കെ വിട്ടേക്ക്, നമുക്ക് അത് നോക്കേണ്ട കാര്യമില്ല. SBI ലൈഫ്, SBI N എന്താ നോക്കാം. SBI N ഇപ്പൊ നമുക്ക് ട്രിഗർ ആണ്. പക്ഷെ ഇത്രയും ഒരു ഇന്നത്തെ ലെവലിൽ ഇത്രയും വന്നുകൊണ്ട് നമുക്ക് നോക്കേണ്ട കാര്യമില്ല. ഓക്കെ, ബജാജ് ഓട്ടോസ് ഇവിടെ കിടന്ന് കളിച്ചോണ്ടിരിക്കുകയും നമുക്ക് എൻട്രി കിട്ടിയിട്ടില്ല. ബജാജ് ഓട്ടോസിൽ 10:30 വരെ വേണമെങ്കിൽ നോക്കാം. അത്രേ ഉള്ളൂ. ടൈറ്റാനും റിട്ടേൺ പോയി. നമ്മൾ ഞാൻ നോക്കിയിട്ട് കാര്യമില്ല. ടൈറ്റാൻ അപ്പൊ നമുക്ക് സ്റ്റോക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. M&M റിട്ടേൺ പോയി, നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. ബ്രിട്ടാനിയ റിട്ടേൺ പോയിക്കൊണ്ടിരിക്കണം. ഒന്നില്ല, റിട്ടേൺ പോയില്ലെങ്കിൽ നമുക്ക് 10:30 വരെ വെയിറ്റ് ചെയ്യാം. ബ്രിട്ടാനിയ മനസ്സിലായി. ഇവിടെ നമുക്ക് ഒരു ചെറിയൊരു ഇത് നമുക്കൊരു ബ്രേക്ക്ഔട്ട് എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് ഫോൾസ് ബ്രേക്ക്ഔട്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത് ഇങ്ങനെ നിൽക്കുന്നത്. അത് 5 മിനിറ്റിലേക്ക് മാറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഫോൾസ് ബ്രേക്ക്ഔട്ട് ആണോ അല്ലെന്ന് നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഇതേതാ? ഹിന്ദുസ്ഥാൻ യൂണിലിവർ. അത് കഴിഞ്ഞിട്ട് SBI ലൈഫും നമുക്ക് എന്താ പറയുക ഇപ്പൊ ബ്രേക്ക്ഔട്ട് തന്നിട്ടുണ്ട്. SBI ലൈഫിൽ താല്പര്യമുള്ള ആൾക്കാർ HDFC ലൈഫ് ഇപ്പൊ ബ്രേക്ക്ഔട്ട് തന്നിട്ടുണ്ട്. നമുക്ക് 1 മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ ഇത് നോക്കിയിട്ട് നമുക്ക് എൻട്രി എടുക്കണമെങ്കിൽ എൻട്രി എടുക്കാം HDFC ലൈഫില്. ഓക്കെ, അപ്പൊ HDFC ലൈഫ് അവിടെ കിടക്കട്ടെ. ഇൻഫി എന്താ നോക്കാം. ഇൻഫി റിട്ടേൺ പോയി, ഇൻഫി നമുക്ക് കണ്ട് കളയാം. ഓക്കെ, അത് കഴിഞ്ഞ് ബജാജ് ഇത് നമുക്കിപ്പോ ബ്രേക്ക്ഔട്ട് തന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇത്രയും വലിയ ക്യാൻഡിൽ ഉള്ളതുകൊണ്ട് നമ്മൾ അത് എടുക്കാതിരിക്കുക നല്ലത്. കാരണം അത്ര മൂവ്മെന്റ് ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അല്ലെങ്കിൽ നിഫ്റ്റി ഒരു ഫാളിലേക്കൊക്കെ പോകണം. ഓക്കെ, അപ്പൊ നമ്മൾ അത്രയും സ്റ്റോക്ക് ആഡ് ചെയ്തപ്പോൾ ഇത്രയും സ്റ്റോക്ക് വന്നു. ഇതിലും നമുക്ക് ഇനിയും ഒരു നോക്കിക്കഴിഞ്ഞാൽ ഇനി കുറച്ച് നമുക്ക് കളയാൻ പറ്റും. കുറെ ക്യാൻഡിൽ വലുതായതൊക്കെ നമുക്ക് എടുത്ത് കളയാം. ഓക്കെ, അപ്പൊ ഇത്രയും സ്റ്റോക്കിൽ നമുക്ക് ഇനി ഒരു 10:30 വരെ നോക്കണ്ടുള്ളൂ. മനസ്സിലായില്ലേ? ഇതിൽ നമുക്ക് ഓൾറെഡി സ്റ്റോക്ക് നമുക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാണ്? SBI ലൈഫ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. SBI ലൈഫ് കണ്ടപ്പോ റിട്ടേൺ അത് നമുക്കൊരു 0.5 ഒക്കെ തന്നിട്ട് റിട്ടേൺ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് നോക്കാം നമുക്ക് എന്താ സംഭവിക്കുന്നുള്ളത്. നിഫ്റ്റിയിൽ ഇനി വരുമ്പോൾ നിഫ്റ്റിയിൽ ഒരു കൺസോൾട്ടേഷൻ സ്റ്റേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം റിട്ടേൺ മുകളിലോട്ട് കയറണമില്ല. ആ ഒരു ലെവലിൽ കൺസോൾട്ടേഷൻ ആണ്. ഈ കൺസോൾട്ടേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ സ്ട്രാറ്റജി 2 പ്രോഫിറ്റിലേക്ക് പോകും. ഓക്കെ, കൺസോൾട്ടേഷൻ വന്നു കഴിഞ്ഞാല്. ഓക്കെ, ക്ലിയർ ആയില്ലേ?
അപ്പൊ ഇതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നമ്മളിപ്പോ ഓർഡേഴ്സിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ സ്റ്റോപ്പ് ലോസും അതായത് ടാർഗറ്റ് അവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. അതുകൊണ്ട് നമുക്ക് ഇനിയിപ്പോ ഒരു 12:55 ആകുമ്പോൾ നിങ്ങൾക്ക് ഇത് സ്റ്റോപ്പ് ലോസും ടാർഗറ്റും അടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ ഇത് രണ്ടും എക്സിറ്റ് അടിച്ച് കളഞ്ഞിട്ട് എന്താ പറയാ, അതായത് ഡയറക്റ്റ് മാർക്കറ്റ് ലൈൻ എക്സിറ്റ് വിടാം. ഓക്കെ, എന്ത് ലോസ് ആണോ പ്രോഫിറ്റ് ആയ ചെറിയ എമൗണ്ട് വലിയ എമൗണ്ട് എന്തോ ആയിക്കോട്ടെ, ആ ലെവലിൽ നമ്മൾ അത് എക്സിറ്റ് അടിച്ച് കളയണം. ഓക്കെ, ഇത്രയും നമ്മൾ എല്ലാവർക്കും ക്ലിയർ ആയില്ല? ഒരാൾക്ക് സ്ട്രാറ്റജി പറഞ്ഞത് സ്റ്റോപ്പ് എൻട്രി എടുക്കാൻ മനസ്സിലായി, സ്റ്റോപ്പ് ലോസ് ചെയ്യാൻ മനസ്സിലായി, ടാർഗറ്റ് സെറ്റ് ചെയ്യാൻ മനസ്സിലായി, അതുപോലെ തന്നെ എന്താ പറയുന്നത് ടാർഗറ്റ് ഓക്കെ ട്രെയിലിംഗ് മനസ്സിലായി. നമുക്ക് സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്യണം. ഇനിയിപ്പോ എനിക്ക് ട്രെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ എന്റെ ONGCന്റെ ചാർട്ട് നോക്കാം. എന്താണ് എനിക്ക് തോന്നുന്നത്? എന്താ എനിക്ക് ഈ ഒരു സ്റ്റോപ്പ് ലോസ് എനിക്ക് എന്താ പറയുക ഇതിന്റെ ഒക്കെ ഇവിടെ വെച്ചാൽ മതി. എനിക്കിപ്പോ ഇത് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒക്കെ വരുമ്പോൾ ഈ ലെവലാണ് ഈ കാൻഡില് ക്രോസ് നമുക്ക് ബ്രേക്ക് ഔട്ട് കിട്ടിയ കാൻഡിൽ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും അത് മുകളിലോട്ട് പോകും. അപ്പൊ ബ്രേക്ക് ഔട്ട് കിട്ടിയ കാൻഡിൽ നിന്ന് നമുക്കിതൊക്കെ നമ്മൾ ഒരു അഡ്ജസ്റ്റ്മെന്റ്സ് ആണ് ഇതൊക്കെ. ഈ ബ്രേക്ക് ഔട്ട് കിട്ടിയ കാൻഡിൽ 195.24 എന്ന് വെച്ചാൽ ഇതിൽ ഹൈയിൽ നോക്കാം. 195 ഇവിടെ ഉണ്ട് ഹൈയിൽ, നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും. 195.25 നമ്മളെ ഹൈ വന്നേക്കുന്നത്. അപ്പൊ ആ 25 നിന്ന് ഒരു ആ 0.1% വേണമെങ്കിൽ മേലൊക്കെ വെച്ചിട്ട് ഒരു ഇത്തിരി 25 ഒരു 35 മനസ്സിലായില്ല. അപ്പൊ നമുക്ക് 195.35 ഇപ്പൊ നമ്മൾ 50 വെച്ചാൽ 50 തന്നെ മതി. കാരണം അതിനാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് കുറച്ചൊന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ അഡ്ജസ്റ്റ്മെന്റ്സ് ആണ് ഞാൻ പറഞ്ഞത്. ഇതൊന്നും നമ്മളിത് എക്സ്പീരിയൻസ് വഴി കിട്ടുന്ന അഡ്ജസ്റ്റ്മെന്റ്സ് ആണ്. നമുക്ക് ഇപ്പൊ ഇത്ര ഒരു ലെവലിലേക്ക് ഇങ്ങനെ കിടന്ന് കളിച്ചോണ്ടെങ്കിൽ ഈ ഒരു കാൻഡിൽ ഇനി ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ കാൻഡിലിന്റെ സെന്റർ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പോലും നമുക്ക് എന്താ പറയാ ഒരു മുകളിലോട്ടേ പോവുള്ളത്. മുകളിലോട്ട് പോയില്ലെങ്കിൽ എന്തായാലും നമ്മൾ സ്റ്റോപ്പ് ലോസ് അടിക്കും. എന്തായാലും ഇവിടെ പോയി അടിച്ചിട്ട് ഇത് വരുള്ളൂ. മനസ്സിലായില്ലേ? ആ ഒരു കേസ് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ വലിയ കുറച്ച് സ്റ്റോപ്പ് ലോസ് കൂടുതലാണെന്നുണ്ടെങ്കിൽ കാൻഡിലിന്റെ ഹാഫിൽ വെക്കാൻ പറ്റും. അപ്പൊ ഇത് ഏകദേശം നമ്മൾ ഹാഫിലാണ് നിൽക്കുന്നത്. 195 കണ്ട ഏകദേശം 195.50 ഹാഫിലാണ് നിൽക്കുന്നത്. ഓക്കെ, വേണമെങ്കിൽ എക്സാക്ട് ആക്കണമെങ്കിൽ 60 ആക്കാം, 195.60 ആക്കാം. ഓക്കെ, അപ്പൊ ഈ 60 ബ്രേക്ക് ഞാൻ സ്റ്റോപ്പ് ലോസ് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്തായാലും ഇതിന്റെ ഏകദേശം അടുത്ത് പോയിട്ട് സാധനം വരും. ഇതിന് നമ്മൾ അത്രയും സ്റ്റോപ്പ് ലോസ് കളയുന്നത്. മനസ്സിലായില്ലേ? ഇത്രയും വന്നാൽ മാത്രം മതി. അപ്പൊ നമ്മള് ഇവിടുത്തെ നമ്മൾ എന്ത് ചെയ്യണം? അപ്പൊ ഷീറ്റിൽ പോയിട്ട് ഷീറ്റിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് മാറ്റി കൊടുക്കാം. 195.5 ഓക്കെ കൊടുത്തു കഴിഞ്ഞാല് നമുക്ക് ഇവിടെ വരുന്ന എന്താ പറയുക ഇപ്പൊ നമുക്ക് വരാൻ പോണ നഷ്ടം ഇവിടെ നമുക്ക് മനസ്സിലാവും. മനസ്സിലായില്ലേ? 237 രൂപയാണ് എനിക്ക് നഷ്ടം വരാൻ പോകുന്നത് മാക്സിമം. കിട്ടിയാൽ എനിക്ക് 365 രൂപ. മനസ്സിലായില്ലേ? ഇതാണ് നമുക്കിപ്പോ ടെൻഷൻ ഫ്രീയിൽ ആ സാധനം സ്റ്റോപ്പ് ലോസും ടാർഗറ്റും വെച്ച് നമുക്ക് മനസ്സമാധാനത്തോടെ ഓഫീസിലേക്ക് പോകാം. എത്ര എൻട്രി കിട്ടിയ ഒരു 10-15 മിനിറ്റ് കൊണ്ട് എൻട്രി കിട്ടിയതൊക്കെ ഉണ്ട്. 10 മണിയായി, ഇത്രയും ക്ലാസ് ഉൾപ്പെടെ എടുത്തിട്ട് 10 മണിയായിട്ട് നമുക്ക് എല്ലാ പരിപാടിയും കഴിഞ്ഞു. അത് നിങ്ങൾ അതാ പറഞ്ഞ ഒരു 15 മിനിറ്റ് മതി നിങ്ങൾക്ക് ഇതെല്ലാം കൂടി ചെയ്യാൻ. കുറച്ചുകൂടി എക്സ്പീരിയൻസ് ആയി വരുമ്പോൾ നിങ്ങൾക്ക് ഇന്ന് ഇത്ര അധികം സ്റ്റോക്ക് ഉണ്ടായതുകൊണ്ടാണ് നമുക്ക് എത്ര സമയം എടുത്തത്. അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ പരിപാടി എല്ലാം കഴിയും. നോർമലി നമുക്ക് ഒരു 10 സ്റ്റോക്ക് ഒക്കെ മാക്സിമം ഒക്കെ ഉണ്ടാവാറുള്ളൂ. ഇന്നിപ്പോ ഇന്നലെ ഒരു മുഹൂർത്ത് ഓപ്പൺ ആക്കി, അതുകൊണ്ട് ആ ഒരു മൊമെന്റ് അവിടെ പോയി കുറച്ച് മൊമെന്റ് ഇന്നും വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോ ഇന്നത്തെ നമ്മൾ ഫസ്റ്റ് ബേസിക്സ് പഠിച്ചതിന്റെ എല്ലാ ലൈവ് ട്രേഡിങ്ങും നമ്മളിപ്പോ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്കൊരു കാര്യം കൂടി പഠിക്കാനുള്ളത്. ഇതിൽ വല്ല ഡൗട്ട് ആർക്കെങ്കിലും ഉണ്ടോ? സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യല്, സ്റ്റോപ്പ് ലോസ് ടാർഗറ്റ് സെറ്റ് ചെയ്യല്, ഒന്നിലും വല്ല ONGC ഇനിയിപ്പോ എന്താ പറയാ എനിക്ക് കണ്ടില്ലേ, എനിക്ക് വേറെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ സാധനം ഞാൻ ONGC സെറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്കൊന്നും സ്റ്റോപ്പ് ലോസ് അടിച്ചാന്ന് അറിയില്ല. ONGC തന്നെ ഉള്ളത് നോക്കട്ടെ ഒന്നുകൂടി. സ്റ്റോപ്പ് ലോസ് അടിച്ചാന്ന് എനിക്കറിയില്ല. കാരണം ഇവിടെ വരെ എത്തിയിട്ടുണ്ട്, ഇല്ല അടിച്ചിട്ടില്ല. അപ്പൊ നോക്കണം, എനിക്കറിയില്ല ആ ലെവല് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് മുകളിലോട്ട് പോകും. റിട്ടേൺ പോയിക്കൊണ്ടിരിക്കുന്നില്ലേ? അപ്പൊ അതുകൊണ്ടാണ് ഇത്രയൊക്കെ നമ്മൾ സ്റ്റോപ്പ് ലോസ് എടുത്താൽ മതി. 250 രൂപക്ക് തന്നെ എന്താ പറയുക ധാരാളമുണ്ട്. അത് വേണമെങ്കിൽ ഇത്തിരി കുറക്കടയൊക്കെ കുറക്കാം. അതൊന്നും നമ്മൾ അതിന്റെ മേലൊക്കെ ഒന്ന് സ്റ്റോപ്പ് ലോസ് കൊണ്ടുവച്ച് നമ്മളെ ക്യാപിറ്റൽ വെച്ചു. കാരണം നാളെ നമുക്ക് വേണ്ടതാണ് ക്യാപിറ്റൽ. ഇവിടെ എന്ത് സംഭവിച്ച് തിരിച്ച് ഇവിടെ ടച്ച് ആവാതെ തന്നെ തിരിച്ച് വന്ന് ഭയങ്കര ഫോൾ ഉണ്ടായിക്കൊണ്ട് നമുക്ക് ലീവ് ഇറ്റ്. മനസ്സിലായില്ലേ? ഇവിടെ ടച്ച് ആവാതെ ഭയങ്കര ഫോള് താഴോട്ട് പോയി തന്നെ വിചാരിച്ചു, ലീവ് ഇറ്റ്. അത്രേ ഉള്ളൂ. കാരണം നമുക്ക് നാളെ നമ്മളെ ക്യാപിറ്റൽ വേണം. മനസ്സിലായില്ലേ? ക്യാപിറ്റൽ നമുക്ക് നാളെ വേണം. മനസ്സിലായി? ഇതിപ്പോ എന്റെ സ്റ്റോപ്പ് ലോസ് ഒന്നും ആയിരിക്കും. നമുക്ക് ട്രയൽ ബേസിൽ എടുത്താൽ കുഴപ്പമൊന്നുമില്ല. സ്റ്റോപ്പ് ലോസ് അടിച്ചോട്ടെ, ഐ എം ഹാപ്പി വിത്ത് ദാറ്റ്. അങ്ങനെ ആയിരിക്കും നമ്മുടെ മൈൻഡ്. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് അത് നമ്മൾ ലീസ്റ്റ് ബോധരായിരിക്കണം. സ്റ്റോപ്പ് ലോസ് അടിച്ചു കഴിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ നമ്മൾ എന്താ പറയുക പ്ലേസ്ഡ് ഓർഡറിന്റെ സാധനം എന്താ പറയുക ബൈ ഓർഡറിന്റെ സാധനം ക്യാൻസൽ ചെയ്ത് വിടണം. അത്രേ ഉള്ളൂ. ഓക്കെ,
നമുക്കപ്പോ മാർക്കറ്റ് ഡെപ്ത് ഈ ONGCന്റെ തന്നെ അല്ലെങ്കിൽ നമുക്ക് ONGCന്റെ തന്നെ മാർക്കറ്റ് ഡെപ്ത് നമുക്ക് നോക്കാം. മാർക്കറ്റ് ഡെപ്ത് കണ്ട ഇത് വെച്ചിട്ടാണ് കണ്ട. ഇപ്പൊ നോക്കിയേ, നേരത്തെ നിങ്ങൾക്ക് ഭയങ്കര വലിയ വ്യത്യാസം കണ്ടിരുന്നു. ഇപ്പൊ ഓപ്പൺ മാർക്കറ്റ് കഴിഞ്ഞപ്പോ വേണ്ട 195. ഇപ്പൊ ഇത് ബൈ സൈഡ് ആണ്. ഇതെല്ലാം സെൽ സൈഡ് ആണ്. ഓക്കെ, എല്ലാവരും ഉണ്ടല്ലോ ലൈവില്? 12 പേരുള്ളൂ. ഓക്കെ, ഫൈൻ. ഇത് ബൈ സൈഡ് ആണ്, ഇത് സെൽ സൈഡ് ആണ്. ഓക്കെ, ഈ ബൈ സൈഡ് ഉള്ള ആൾക്കാരാണ് വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ, ഈ സൈഡിലുള്ള ആൾക്കാരാണ് വിൽക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ. ഓക്കെ, അപ്പൊ ഇവിടെ കണ്ട 195 രൂപ 20 പൈസ, 195 രൂപ 20 പൈസ. ഞാൻ അന്ന് പറഞ്ഞ 100 രൂപ അതിന്റെയാണ്. 195 രൂപ 20 പൈസക്ക് 4 ഓർഡേഴ്സ് ഉണ്ട്. മൊത്തം ക്വാണ്ടിറ്റി ഉള്ളത് 1222 ക്വാണ്ടിറ്റി മൊത്തം ഉണ്ട്. 4 ഓർഡറിൽ 4 പേര് ഇപ്പൊ കുറച്ച് ആൾക്കാർ അതിൽ പോയി. അത് വേണ്ടി ഒരു മാച്ച് ചെയ്യാം. അപ്പൊ വേണ്ട, ഇവിടുന്ന് നമുക്ക് ഇത് ഒരു പണിയാ. സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനായിരിക്കും കുറച്ച് നല്ല. ഇത് മാറിക്കൊണ്ടിരിക്കരുത് നമ്മളെ. ഞാൻ സ്ക്രീൻഷോട്ട് എടുക്കാം, അല്ലെങ്കിൽ ഇത് മാറിക്കൊണ്ടിരിക്കരുത്, നമുക്ക് ഒന്നും മനസ്സിലാവില്ലായിരിക്കും. എന്റെ സ്റ്റോപ്പ് ലോസ് അടിച്ചു കേട്ടാ. ഞാൻ സ്റ്റോപ്പ് ലോസ് അടിച്ച ഞാൻ എന്താ പറയാ, എന്റെ ഒരു ഒച്ച എനിക്ക് കേട്ട്. അപ്പൊ ഞാൻ അതിന്റെ ഓർഡർ പ്ലേസ് വേണ്ട, ഇവിടെ പോയി കഴിഞ്ഞാൽ ഓർഡർ കണ്ട, ഓർഡറിൽ കണ്ട എന്റെ സ്റ്റോപ്പ് ലോസ് അടിച്ച്. സ്റ്റോപ്പ് ലോസ് അടിച്ചപ്പോ ഓർഡറിൽ പോയിട്ട് എനിക്ക് എന്ത് ചെയ്യണം, ഈ സാധനം ഞാൻ ക്യാൻസൽ ചെയ്യണം. എല്ലാവരും കണ്ട എന്റെ സ്റ്റോപ്പ് ലോസ് അടിച്ച്. ഞാൻ വേണമെങ്കിൽ പൊസിഷൻ കാണിച്ചു തരാം. ഓക്കെ, പൊസിഷൻ കണ്ട, പൊസിഷനിൽ ഇവിടെ 0 ആയി, സ്റ്റോപ്പ് ലോസ് അടിച്ച്. ഓക്കെ, അപ്പൊ പോയിട്ട് എന്ത് ഓർഡറിൽ ഇവിടെ പ്ലേസ് ഓപ്പൺ ആയി കിടക്കണണ്ട. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സ്റ്റോപ്പ് ലോസ് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ പോയി സെപ്പറേറ്റ് ക്യാൻസൽ ചെയ്യണം. കണ്ട, ഇവിടെ പോയി ഞാൻ ക്യാൻസൽ കൊടുക്കണം, ക്യാൻസൽ ഓർഡർ. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ ഇത് താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇനി കണ്ട, ഇനി ഗ്രാഫ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായില്ല, സ്റ്റോപ്പ് ലോസ് എന്റെ 250 രൂപ പോയി. നാളെ ഞാനത് മേറ്റ് ചെയ്തോളും, അല്ലെങ്കിൽ എന്റെ സ്ട്രാറ്റജി 1 അവിടെ റണ്ണിങ് ഉണ്ട്. മനസ്സിലായില്ലേ? അതേപോലെ തന്നെ ഈ സാധനം ഇവിടെ നിന്ന് എവിടെയെങ്കിലൊക്കെ പോയിട്ട് തിരിച്ച് താഴോട്ട് പോയി ഈ നമ്മളെ ലെവലിൽ വന്നു കഴിഞ്ഞാൽ അത് ട്രിഗർ ചെയ്തിട്ട് വീണ്ടും നിങ്ങൾ ബൈ ഓർഡർ പ്ലേസ് ആവും. ബൈ ഓർഡർ പ്ലേസ് ചെയ്ത് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലാഭം കിട്ടും. താഴോട്ട് തന്നെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ നഷ്ടം വരും. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ഓൾറെഡി ഞാൻ ഇന്ന് 250 രൂപ എനിക്ക് നഷ്ടമായി. 250 രൂപ ഒരു വലിയ നഷ്ടമായിട്ട് നിങ്ങൾക്ക് തോന്നണ്ട. ഒരു 16 രൂപയിൽ 250 അത്യാവശ്യം ചെറിയൊരു വലിയ നഷ്ടം തന്നെയാണ് 250. പക്ഷെ ടാർഗറ്റ് അടിച്ചിരുന്നെങ്കിൽ എനിക്ക് 2.5 ലോസ് തന്നതിന് പ്രോഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ 3.5 ആയിരുന്നു. അതുകൊണ്ടാണ് ആ റേഷ്യോ നമ്മൾ ക്ലിയർ ആക്കണം. ഒരിക്കലും നമ്മൾ ടാർഗറ്റിന്റെ താഴേക്ക്, ടാർഗറ്റിന്റെ മേലൊക്കെ നമുക്ക് ലോസ് പോകരുത്. ആ ഒരു ഒറ്റ ഇന്റൻഷൻ മാത്രമേ ഉള്ളൂ. ഓക്കെ സാറേ, ഹലോ. ആ പറഞ്ഞോ അനീഷ്. സാർ 96.6 അല്ലായിരുന്നോ സ്റ്റോപ്പ് ലോസ് പറഞ്ഞ ONGC? 96.6 ഞാൻ വെച്ച്. പിന്നെ ഇവിടെ നിന്ന് ഇപ്പൊ ഞാൻ അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, ഈ വലിയ കുറച്ച് സ്റ്റോപ്പ് ലോസ് വലുതും ടാർഗറ്റ് ചെറുതായതുകൊണ്ട് എന്താ പറയാ, ഈ ഒരു കാൻഡിന്റെ ഹാഫ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ശരി, ആ ഹാഫ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. 96.6 വെച്ച ആൾക്കാരൊക്കെ എപ്പോഴും എന്താ പറയാ ഉണ്ടാവൂല. ഈ ഹാഫ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോ ഇതിന്റെ അടുത്തൊക്കെ എത്തിയിട്ട് തിരിച്ചു വരും. അതുകൊണ്ട് എനിക്ക് ഞാൻ പറഞ്ഞു, എന്റെ റിസ്ക് മാനേജ്മെന്റ്, മണി മാനേജ്മെന്റ്, എന്റെ പ്രോഫിറ്റിനേക്കാളും കൂടുതൽ ഞാൻ സ്റ്റോപ്പ് ലോസ് എടുക്കൂല. എങ്ങോട്ട് വേണമെങ്കിലും പോയിക്കോട്ടെ സാധനം. അത് കഴിഞ്ഞപ്പോ എന്റെ ഇപ്പൊ സ്റ്റോപ്പ് ലോസ് അടിച്ച് താഴോട്ട് പോയി കഴിഞ്ഞാൽ എത്ര വേണമെങ്കിലും പോയിക്കോട്ടെ. അതൊന്നും എന്താ പറയാ, എന്റെ ചിന്തയിൽ വരുന്ന കാര്യമില്ല. കാരണം നമുക്ക് നാളെ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. മനസ്സിലായില്ലേ? ഇപ്പൊ ഇനി 1 രൂപ ഞാൻ കളഞ്ഞ 250 രൂപ വീണ്ടും, അപ്പൊ 500 രൂപ. പക്ഷെ ടാർഗറ്റ് അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് 300 രൂപ ഉള്ളൂ. മനസ്സിലായില്ലേ? നമ്മൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ വലിയ കാൻഡിലൊക്കെ വരുമ്പോൾ അതിന്റെ ഹാഫിൽ വേണം അതിന്റെ സ്റ്റോപ്പ് ലോസ് വെക്കാനായിട്ട്. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഈ സ്റ്റോക്ക് ഞാൻ എല്ലാവരും ഇന്നൊന്ന് വാച്ച് ചെയ്ത് നോക്ക്, ONGC എന്ത് സംഭവിക്കും എന്നുള്ളത്. അതിന് ഈ ഞാൻ ഇന്ന് സ്റ്റോപ്പ് ലോസ് അടുപ്പിച്ചത് നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും എന്താ പറയുക മനസ്സിലാക്കാൻ പറ്റും. ഇന്ന് ഒരു മണിയാകുമ്പോഴേക്കും, 1 മണി വരെ നമുക്ക് നോക്കേണ്ടതായില്ല. 1 മണി കഴിഞ്ഞാൽ പിന്നെ എന്ത് സംഭവിച്ചാലും നമ്മളെ മാറ്ററേ അല്ല. വി ഡോണ്ട് വാണ്ട് ടു ബോദർ അബൌട്ട് ദാറ്റ്. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പോ ഇതില് ഞാൻ എന്താ പറയാ, ഡെപ്തും കൂടി ഒന്ന് ക്ലിയർ ആക്കിയിട്ട്, ഡെപ്ത് ഇത് ഞാൻ ഇവിടെ സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ട്, ഷെയർ ചെയ്യാം. ഓക്കെ, എന്താ നമ്മളെ സ്ക്രീൻഷോട്ട് മാർക്കറ്റ് ഡെപ്ത്, അതന്നെ മാർക്കറ്റ് ഡെപ്തിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് ബൈ സൈഡ്, ഇതാണ് സെൽ സൈഡ്. അപ്പൊ ഇവിടെ 195 രൂപ 35 പൈസക്ക് 2 ആൾക്കാരുണ്ട്. മനസ്സിലായില്ലേ? 2 ആൾക്കാരുണ്ട് ഇവിടെ ഈ വിലക്ക് വാങ്ങാനായിട്ട്. അവർ 2 പേരും കൂടിയിട്ടുള്ള ക്വാണ്ടിറ്റി ആണ് 382 ക്വാണ്ടിറ്റി. മനസ്സിലായില്ലേ? അപ്പോ ഇവിടെ ഒരാള് നമുക്ക് എന്താ വേണ്ടത്, ഇവിടെ വരക്കാൻ പറ്റുന്നുണ്ടോ? ഇവിടെ ഒരാള് ഒരു പ്രൈസില് 2 ആൾക്കാർ ഇവിടെ ഉണ്ട്. 2 ആൾക്കാർ ഇവിടെ ഉണ്ട് എന്ന് വെച്ചാൽ 2 ആൾക്കാർ എന്ന് പറയുമ്പോൾ 2 പേര് നമ്മളെ ഗ്രൂപ്പിലുള്ള 2 ആൾക്കാരാണ് ഉദ്ദേശിച്ചത്.
അവർ രണ്ടുപേരും കൂടിയിട്ട് 382 ക്വാണ്ടിറ്റി വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, പക്ഷേ ഇതിൽ ഒരാള് ലിമിറ്റ് ഓർഡർ സെറ്റ് ചെയ്തിട്ടുണ്ട്, മറ്റേ ആള് മാർക്കറ്റ് ഓർഡർ സെറ്റ് ചെയ്തിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ ലിമിറ്റ് ഓർഡർ സെറ്റ് ചെയ്ത ആൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താ പറയാ 395.40 ആണ് ഉള്ളത്. ഓക്കെ, 40 ഉള്ള സ്ഥിതിക്ക് ഇവർക്ക് രണ്ടുപേരെയും എന്താ പറയാ ഓർഡർ പ്ലേസ് ആവും. മനസ്സിലായില്ലേ? രണ്ടുപേര് ഓർഡർ പ്ലേസ് ആവും. പക്ഷേ മാർക്കറ്റ് ഓർഡർ ചെയ്ത ആൾക്ക് 195.40 കിട്ടും, ലിമിറ്റ് ഓർഡർ ചെയ്ത ആൾക്ക് 195.35 കിട്ടും. മനസ്സിലായില്ലേ? അപ്പോ ഇവിടെ എന്താ സംഭവിച്ചേക്കുന്നത്? 195.35 ലാസ്റ്റ് ട്രേഡഡ് വരുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ നിങ്ങളെ ഗ്രാഫ് താഴോട്ട് ഇറങ്ങും, ആ 5 പോയിന്റ് താഴോട്ട് ഇറങ്ങും. അപ്പൊ ഈ 382 ക്വാണ്ടിറ്റി അല്ലേ ഉള്ളത്, ഇവിടെ 63 ക്വാണ്ടിറ്റി ഉള്ളൂ. പിന്നുള്ളതെന്ന് പറയുമ്പോൾ 45 ക്വാണ്ടിറ്റി ഉള്ളത് ഇതിലുള്ള. അപ്പൊ മാർക്കറ്റ് ഓർഡർ ചെയ്ത ആള് ഈ ഒരു പ്രൈസിലേക്ക് പോകും. ഈ ഒരു പ്രൈസിലേക്ക് പോയിട്ട് അതിന്റെ ആവറേജ് അവർക്ക് കിട്ടുള്ളൂ. മനസ്സിലായില്ലേ? ഇതിന്റെ ഇപ്പൊ മാർക്കറ്റ് ഓർഡർ 300 അവർ ഓർഡർ ചെയ്തതെന്ന് വിചാരിച്ചു, 300 ക്വാണ്ടിറ്റി. അപ്പൊ ഇന്ന് 63 ഇവിടുന്ന് എടുക്കും, ബാക്കി ഇവിടുന്ന് എടുത്തിട്ട് 300ന്റെ ആ ആവറേജ് എടുക്കും. ആവറേജ് എടുത്തിട്ടാണ് നമ്മൾ മാർക്കറ്റിലേക്ക് ഇടുക. അപ്പൊ ഇതെല്ലാം സ്പീഡിൽ നടക്കുകൊണ്ട് നമുക്ക് ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരും. ഓക്കെ, അപ്പൊ ഇവിടെ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 135 ലാസ്റ്റ് ട്രേഡിങ്. മനസ്സിലായില്ലേ? ഈ ആള് മാർക്കറ്റ് ഓർഡറിലാണ് കൊടുത്തേക്കണമെന്ന് വിചാരിച്ചു. അപ്പൊ ഇയാള് ലിമിറ്റ് ഓർഡർ, ഇപ്പൊ ഈ സെല് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആള് ലിമിറ്റ് ഓർഡറിൽ സെറ്റ് ചെയ്ത്, ഈ രണ്ടാമത്തെ ആള് മാർക്കറ്റ് ഓർഡറിലാണ് സെറ്റ് ചെയ്തെന്ന് വിചാരിച്ചു. ഇവിടെയും 19 ആൾക്കാരുണ്ട്. ഇവിടെ ഒരാളെ ഉള്ളൂ, ഇവിടെ 19 ആൾക്കാർ ഈ വിലക്ക് കൊടുക്കാനുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ 19 ആൾക്കാരിൽ പലരും ലിമിറ്റ് ഓർഡർ മാർക്കറ്റ് ഓർഡർ ഒക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഇവിടെ പ്ലേസ് ആവുന്നത്. അതേസമയത്ത് ഇവര് 19 ആൾക്കാരും മാർക്കറ്റ് ഓർഡറിലാണ് ലിമിറ്റ് ഓർഡറിലാണ് കൊടുത്തതെന്നുണ്ടെങ്കിൽ ഓർഡർ പ്ലേസ് ആവൂല. അത് നമുക്ക് ചില സമയത്ത് ഈ ഡെപ്ത് നോക്കിക്കഴിഞ്ഞാൽ അനങ്ങാതെ നിൽക്കുന്നതാണ്. ഒരു 1-2 സെക്കൻഡിന് അനങ്ങാതെ നിൽക്കുന്നതാണ്. നമുക്കിപ്പൊ ഡെപ്ത് ജസ്റ്റ് നോക്കാം. ഇപ്പൊ എന്താ പറയാ, നമ്മളെ ഡെപ്ത് ഇവിടെ ഡെപ്ത് ടൂൾസ് ഓപ്ഷൻ ONGC. ഓക്കെ, ഇപ്പൊ ONGC കണ്ട, നമ്മൾ ഒന്ന് റീഫ്രഷ് ചെയ്തേക്കാം. നമ്മൾ ലാപ്ടോപ്പിൽ എന്ന് പറയുമ്പോൾ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരുമ്പോൾ നമ്മളൊന്ന് റീഫ്രഷ് ചെയ്തതിന് കുറച്ച് നല്ലതായിരിക്കും. കണ്ട, അനങ്ങാതെ നിൽക്കുന്നുണ്ട്. ഇതിന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാല് രണ്ടുപേരും ലിമിറ്റ് ഓർഡർ സെറ്റ് ചെയ്തിട്ട് എന്താ പറയാ, മറ്റേ കോഴി സണ്ടക്കോഴി എന്ന് പറയില്ല, അതേപോലെ നിൽക്കുന്ന ആൾക്കാർ അതുകൊണ്ടാണ് ഇവിടെ അനങ്ങാതെ നിൽക്കുന്നത്. മനസ്സിലായില്ലേ? രണ്ടുപേരും അനങ്ങാതെ അനങ്ങാൻ തുടങ്ങി. അതിൽ കുറച്ച് ആൾക്കാർ ലിമിറ്റ് മാർക്കറ്റ് ഓർഡർ വന്നപ്പോ അനങ്ങാൻ തുടങ്ങി. മനസ്സിലായില്ലേ? അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഈ രണ്ടുപേരും ബൈ സൈഡും സെൽ സൈഡിലുള്ള ആൾക്കാർ രണ്ടുപേരും ലിമിറ്റ് ഓർഡർ സെറ്റ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ അത് അനങ്ങാതെ ഒരു 1-2 സെക്കൻഡിന് അനങ്ങാതെ നിൽക്കും. മനസ്സിലായില്ലേ? ഇപ്പൊ നല്ല എന്താ പറയുക, ഇപ്പൊ നമുക്ക് ഈ നിഫ്റ്റിയിൽ പോയി കഴിഞ്ഞാൽ നിഫ്റ്റിയുടെ എന്താ പറയുക ഓപ്പൺ ഡെപ്ത് ഇവിടെ എന്താ നിഫ്റ്റിയുടെ ഡെപ്തിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റിയുടെ ഡെപ്ത് കിട്ടൂല നമുക്ക് തോന്നുന്നില്ല. ഓക്കെ, നിഫ്റ്റിയുടെ ഓപ്പൺ ഇത് കിട്ടൂല. നമുക്ക് വേറെ ഏതെങ്കിലും വോളറ്റിലിറ്റി ഉള്ള ഏതെങ്കിലും ഒരു സ്റ്റോക്കിലേക്ക് നോക്കാം. ഇപ്പൊ ഇവിടെ തന്നെ റിലയൻസിൽ കുറച്ച് വോളറ്റിലിറ്റി ഉണ്ടാവും, നോക്കാം. റിലയൻസ്, ഓക്കെ, റിലയൻസ് നോക്കി കഴിഞ്ഞാല് ഓരോ സെക്കൻഡിലും നിങ്ങൾക്ക് എന്താ പറയുക ഇവിടെ ഈ ക്വാണ്ടിറ്റി ഉണ്ട് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഓരോ സെക്കൻഡിലും മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? ഒരു ഡിലേയും വരുന്നില്ല ഇവിടെ മാറാനായിട്ട്. അതാണ്. അപ്പൊ അതിനകത്ത് ലിക്വിഡിറ്റി കൂടുതലുള്ളതുകൊണ്ട് നമുക്ക് എന്താ പറയുക, ഇപ്പൊ നിങ്ങൾക്ക് എന്താ ലിക്വിഡിറ്റി കൂടുതലുള്ളതുകൊണ്ട് നിങ്ങൾക്ക് അതൊരു എന്താ പറയാ ഇത് വരും. എന്താണ്, നമുക്ക് മൂവ്മെന്റ് അധികം അങ്ങോട്ടും ഇങ്ങോട്ടും വന്നുകൊണ്ടിരിക്കും. അതേ സമയത്ത് ലിക്വിഡിറ്റി കുറച്ച് കുറവായിരിക്കും ഈ ONGCയിൽ. അതുകൊണ്ടാണ് ചില സമയങ്ങളിലൊക്കെ എന്താ പറയുക ഇത് വരുന്നത്, ബ്രേക്ക് ആയി നിൽക്കണം. അതെന്ന് വെച്ചാൽ രണ്ടുപേരും ബൈ സൈഡിലുള്ള ആളും സെൽ സൈഡിലുള്ള ആളും ലിമിറ്റ് ഓർഡർ സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ടാണ് ഇത് വരുന്നത്. അപ്പൊ കിട്ടാതാവുമ്പോൾ നമ്മളെ ഇമോഷൻസ് വർക്ക്ഔട്ട് ആവും. 1-2 സെക്കൻഡ് നിങ്ങൾക്ക് കിട്ടാതാവുമ്പോൾ ഇമോഷൻസ് വർക്ക്ഔട്ട് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യും, അതൊന്ന് ജസ്റ്റ് അഡ്ജസ്റ്റ്മെന്റ് നടത്തും. ഒരു ചെറിയൊരു 5 പൈസ അങ്ങോട്ട് 5 പൈസ ഇങ്ങോട്ടൊക്കെ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ്. ആ അഡ്ജസ്റ്റ്മെന്റ് നടത്തും. ഈ അഡ്ജസ്റ്റ്മെന്റ് നടത്തുമ്പോഴാണ് പിന്നീട് കണ്ട് ഈ എന്താ പറയാ ആക്ടിവേറ്റ് ആയി മാറുന്നത്. ഓക്കെ, അപ്പൊ ഡെപ്ത് എല്ലാവർക്കും ക്ലിയർ ആയില്ലേ? ഈ ഒരു സംഭവമാണ് നമുക്ക് വരുന്നത്. നമുക്ക് ഇവിടെയാണ് നമ്മളെ സ്ക്രീൻഷോട്ട്. ഓക്കെ, കണ്ടാ, ഇങ്ങനെയാണ് ഇത് വരാം. അപ്പൊ ഇവിടുന്ന് എന്ത് ചെയ്യും, ഇയാൾ കുറച്ച് ആൾക്കാർ മാർക്കറ്റ് പ്ലേസ് ചെയ്ത ആൾക്കാരുണ്ടാവും, കുറച്ച് ആൾക്ക് ലിമിറ്റ് പ്ലേസ്. അപ്പൊ മാർക്കറ്റ് പ്ലേസ് ചെയ്ത ആൾക്കാർ 135 മാർക്കറ്റ് വിലക്ക് എടുക്കാനാണ് പറഞ്ഞത്. അപ്പൊ 195.35 അപ്പൊ ഇവിടെ ഉള്ള ആൾക്കാർ എന്ത് ചെയ്യും, അതിന് വിറ്റേക്കും. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ കയറി വരുമ്പോഴാണ്
ഈ സാധനം എന്താ പറയാ നമുക്ക് ചാർട്ട് മാറി വരും. അപ്പൊ 195.35 നമ്മൾ അപ്പൊ താഴോട്ട് വന്ന്. ഇനി അടുത്തൊരാള് വാങ്ങുമ്പോ വീണ്ടും താഴോട്ട് വരും. വാങ്ങണ സമയത്ത് ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഫേസ് ഞാൻ വാങ്ങി കഴിയുമ്പോഴേക്കും ഗ്രാഫ് താഴോട്ട് പോകും. മനസ്സിലായില്ലേ? അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ തന്നെ നോക്കി അറിയാം. ഇത് വാങ്ങണ ഇപ്പൊ എന്താ പറയുക, ഇനി ചിലപ്പോ സ്റ്റോപ്പ് ലോസ് ടാർഗറ്റിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. കാരണം പറയുമ്പോ ഇത് നമ്മള് ഇപ്പൊ അത് ലൈവിൽ തന്നെ പോയി നോക്കാം നമുക്ക്. അതിനുള്ള ഇവിടെ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാം. ബൈ ഓർഡറിൽ കണ്ടില്ലേ, ഓർഡേഴ്സും ക്വാണ്ടിറ്റി നോക്കി നോക്ക്. മൊത്തം നമുക്ക് 8,20,000 ക്വാണ്ടിറ്റി ഇപ്പോൾ ഉള്ളത്. പക്ഷെ സെൽ സൈഡില് 10,000 ക്വാണ്ടിറ്റി കിടക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ ഒരു സംഭവം വെച്ചിട്ട് നമുക്ക് എന്താ പറയാ, വിൽക്കാൻ കൂടുതൽ ആളുണ്ട്, വാങ്ങാൻ ആൾക്കാർ കുറവുണ്ട്. മനസ്സിലായി? അപ്പൊ എന്താ സംഭവിക്കുക, വാങ്ങാൻ ആൾക്കാർ കുറയുമ്പോ വിൽപ്പന കൂടെ, എന്താ പറയുക, വിൽപ്പന കൂടെ. അപ്പൊ വിൽപ്പന കൂടുമ്പോ താഴോട്ട് ഇറങ്ങി വരും. മനസ്സിലായില്ലേ? നമ്മളെ റേറ്റ് താഴോട്ട് ഇറങ്ങി വരും. കാരണം വിറ്റോണ്ടിരിക്കുന്ന ആൾക്കാർ, കൂടുതൽ ആൾക്കാരും വിൽപ്പനയാണ്. അതേ സമയത്ത് നേരെ തിരിച്ചാണെങ്കിൽ കൂടുതൽ ആൾക്കാർ വാങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ മുകളിലോട്ട് കയറി പോകും. മനസ്സിലായില്ലേ? അതാണ് സംഭവിക്കണം മാർക്കറ്റിൽ. അങ്ങനെയാണ് നമ്മൾ വാങ്ങി കഴിയുമ്പോഴേക്കും എന്താ പറയാ, അത് പോയി നമ്മൾ ലോസിലേക്ക് പോണ് എന്ന് നമുക്ക് മനസ്സിലാവുന്നതിന്റെ കാര്യം അതാണ്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും അത് ക്ലിയർ ആയെന്ന് വിചാരിക്കണ്ട. ഇപ്പൊ എന്ന് പറയുമ്പോൾ ഇവിടുന്ന് കണ്ട കുറച്ച് ആൾക്കാരൊക്കെ ബൈ ചെയ്തിട്ട് അതുകൊണ്ടാണ് ഈ മുകളിലോട്ട് പോയിരിക്കുന്നത്. മനസ്സിലായില്ലേ? ഇനി ഇവിടുന്ന് കുറച്ച് ആൾക്കാർ ആ ബൈ ചെയ്ത ആൾക്കാർ ബുക്ക് ചെയ്യും. കാരണം ഈ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ വേറൊരു എന്റെ ഒരു സ്ട്രാറ്റജിയും കൂടി ഉണ്ട്. അത് നമ്മൾ നെറ്റിൽ യൂസ് ചെയ്യുന്ന, അത് ഓപ്ഷൻ ബൈയിൽ യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജിയാണ്. നമ്മൾ എന്താ പറയാ, ഇവിടെ കണ്ടില്ലേ ഈ ഒരു പ്രഷർ നമ്മൾ എടുക്കാൻ വേണ്ടി മാത്രം. ഇതിപ്പോ മുകളില് ഇവിടുന്ന് വന്ന പ്രഷറിൽ നിന്ന് തന്നെ ആൾക്കാർ ഇങ്ങോട്ടേക്ക് വരാൻ ചാൻസ്, എന്നിട്ട് ഇവിടുന്ന് നമുക്ക് റിട്ടേൺ പോകും. അതൊക്കെ നമ്മൾ നോക്കിയിട്ട് ഫ്യൂച്ചറിൽ നമ്മൾ എന്താ പറയാ നെക്സ്റ്റ് ലെവലിലേക്കൊക്കെ വരുമ്പോൾ ഇതൊക്കെ നോക്കി നമ്മൾ ട്രേഡ് ചെയ്യണ സംഭവങ്ങളിലേക്ക് കിട്ടും. ഇതൊക്കെ പ്രൈസ് ആക്ഷനിൽ വരുന്ന കാര്യങ്ങളാണ്. കാരണം ഇന്നലത്തെ മൂവ്മെന്റ് വന്ന് ഇത് ഇത്രയും വന്നു കഴിഞ്ഞ് ഇവിടെ നമ്മൾ ഇനി കിട്ടിക്കഴിഞ്ഞാലും നമുക്ക് എന്താ പറയാ മുകളിലോട്ട് പോകും. കാരണം അതൊരു പ്രൈസ് ആക്ഷനിൽ വരുന്ന ഒരു സംഭവമാണ് അത്. ഓക്കെ, അപ്പൊ അതൊക്കെ നമുക്ക് പക്ഷെ ഇത്രയും അത്രയും അതിലൊന്നും ഇപ്പൊ പഠിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ എല്ലാവരും ഇപ്പൊ ഈ ഒരു ചാരിക്കാണ് സ്റ്റോപ്പ് ലോസ് അടിച്ചോട്ടെ. നിങ്ങൾക്ക് ബാക്കിയുള്ള സ്റ്റോക്കുകൾ നോക്കാം എന്താണ് സംഭവിച്ചതെന്നുള്ള. സിപ്ലയിൽ നമുക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നില്ല, സിപ്ലയിൽ ബ്രേക്ക് ഔട്ട് നമുക്ക് തന്നിട്ടില്ല. അതുപോലെ തന്നെ റിലയൻസ് ബ്രേക്ക് ഔട്ട് തന്നിട്ടുണ്ടായിരുന്നു. കണ്ട, റിലയൻസ് ബ്രേക്ക് ഔട്ട് തന്നത് നമുക്ക് ഏകദേശം നമ്മൾ പ്രോഫിറ്റ് ആയിട്ടുണ്ട് 0.7. ഇപ്പൊ ഞാൻ റിലയൻസ് എടുത്തിരുന്നെങ്കിൽ എന്റെ എന്താ പറയാ ആ പെർസെന്റേജ് എന്റെ മാറി എനിക്ക് ഇവിടെ ഇപ്പൊ ഗ്രീൻ ആയിട്ടുണ്ടാവുമായിരുന്നു. മനസ്സിലായില്ലേ? അതേപോലെ തന്നെ SBI ലൈഫിലും നമ്മൾ കണ്ടിട്ടുണ്ടായില്ലേ, SBI ലൈഫും കണ്ടില്ലേ, നമുക്ക് ഏകദേശം 0.5 ടാർഗറ്റ് തന്നിട്ടുണ്ട്, വീണ്ടും തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ രണ്ട് സ്റ്റോക്കിൽ അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടണ 3-4 സ്റ്റോക്ക് ആണെങ്കിൽ നിങ്ങൾ എല്ലാവരും എൻട്രി ചെയ്യാൻ നോക്കാം. 4 സ്റ്റോക്കിലും. മനസ്സിലായില്ലേ? 4 സ്റ്റോക്കിൽ എൻട്രി ചെയ്യുമ്പോഴുള്ള ഗുണം എന്ന് വെച്ചപ്പോ ഇന്ന് ONGC സ്റ്റോപ്പ് ലോസ് അടിച്ച്, ബാക്കി 3 സ്റ്റോക്ക് നമുക്ക് കിട്ടി. ONGC സ്റ്റോപ്പ് ലോസ് അടിച്ച് ബാക്കി 2 എന്താ പറയാ സ്റ്റോക്കിലും നമുക്ക് പ്രോഫിറ്റ് 0.5 എന്തായാലും കിട്ടി കഴിഞ്ഞിട്ട് നമുക്കിപ്പോ ഇമോഷനുള്ള ആൾക്കാർക്ക് ഇവിടുന്ന് എല്ലാം എക്സിറ്റ് അടിക്കാം. അപ്പോഴും ഞാൻ ഗ്രീനിലാണ് ഇന്നത്തെ ദിവസം. മനസ്സിലായി? ഈ ഒരു രീതിയിലായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇത്രയല്ലേ നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യണം. എല്ലാവരും ഓഫീസും കാര്യങ്ങളും ഇതൊക്കെ ഉണ്ട്. എല്ലാവരും അത് കഴിഞ്ഞിട്ടാണ് നിൽക്കുന്നത്. എല്ലാവരും മുള്ളി നിൽക്കണ പോലെ തന്നെയെന്ന് എനിക്കറിയാം. ഓക്കെ, സ്ട്രാറ്റജി 2 എടുത്തതിന്റെ സ്ട്രൈക്ക് പ്രൈസ് ഒക്കെ ഒന്നുകൂടി പറയാമോ? ഞാൻ എഴുതി വെച്ചിരുന്നു, പക്ഷെ ഒന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സ്ട്രൈക്ക് പ്രൈസ് വരുന്നത് ഞാൻ പറഞ്ഞുതരാം. 450 എന്ന് വെച്ചാൽ ഞാൻ ഇവിടെ തന്നെ കാണിച്ചു തരാം. എന്താ പറയുക, ഇതിൽ തന്നെ ഞാൻ കാണിച്ചു തരാം. പൊസിഷനിലേക്ക് വരാം. കണ്ട, ഇവിടെ ഇതാണ് ബൈ എടുത്തേക്കുന്നത്. ഞാൻ 2 ലോട്ട് എടുത്തേക്കുന്നത്. ഓക്കെ, ബൈന്റെ എന്ന് പറയുമ്പോ പുട്ട് ഓപ്ഷനിൽ 19,050. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ബൈയില് നമുക്ക് കോളിൽ വരുന്ന 19,800. ഓക്കെ, അറ്റ് ദ മണി വരുന്നത് 19,450 പുട്ടും കോളും. ഓക്കെ, അത് കഴിഞ്ഞ് പുട്ടിലേക്ക് 19,400. അത് കഴിഞ്ഞ് കോളിലേക്ക് എന്താ പറയാ 19,500. ഇത് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഒരു 50 പോയിന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാലും അറ്റ് ദ മണി നിങ്ങൾ 400 എടുത്ത് ബാക്കി 350 450 ആക്കിയാലും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വരാൻ പോണ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇവിടുത്തെ നമുക്ക് എന്താ പറയാ ഞാൻ കാണിച്ചത്. ഈ നമ്മളെ ലാസ്റ്റ് ഇടയിലെ ആവറേജ് പ്രൈസ് കണ്ട, ഈ ഒരു ആവറേജ് പ്രൈസിൽ ഒരു 5 രൂപ 10 രൂപയുടെ ഒരു ഏകദേശം ഒരു വ്യത്യാസം ഉണ്ടാവും. അത്രേ ഉള്ളൂ. മനസ്സിലായില്ലേ? ആഫ്റ്റർ ഓൾ ഇപ്പൊ കണ്ട, ഇപ്പൊ നമ്മള് ഇതിന്റെ ഒരു ഞാൻ സ്ട്രാറ്റജി 1 ആൾക്കാർ ഉപയോഗിക്കുന്ന ആൾക്കാരും എല്ലാവർക്കും കൂടി പറയുന്നത്. ഇപ്പൊ കണ്ട, സ്ട്രാറ്റജി 1 താഴോട്ട് പോയി നിഫ്റ്റി എന്താ സംഭവിച്ചത്?
നിഫ്റ്റി എന്താ സംഭവിച്ചത് കണ്ട, ഫസ്റ്റ് രാവിലെ താഴോട്ട് ഒന്ന് പോയിട്ട് ഇപ്പൊ തിരിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലായില്ലേ? അപ്പോ താഴോട്ട് പോയത് കൊണ്ട് എന്റെ പുട്ട് ഓപ്ഷൻസ് കണ്ട 2 ലാഭത്തിൽ കിടക്കുകയാണ്. ഓക്കെ ഓക്കെ മനസ്സിലായില്ലേ? പുട്ട് ഓപ്ഷൻ എനിക്ക് എന്താ താഴോട്ട് പോയിട്ട് റിട്ടേൺ കയറി. മനസ്സിലായില്ലേ? താഴോട്ട് പോയ സമയത്ത് എനിക്ക് കോൾ ഓപ്ഷൻ ആയിരുന്നു എന്റെ ലാഭത്തിൽ കിടന്നിരുന്നത്. ഇപ്പൊ റിട്ടേൺ കയറിയിട്ട് ഇപ്പൊ എനിക്ക് എന്താ പറയുക, എന്റെ പുട്ട് ഓപ്ഷൻ ആണ് ഇപ്പൊ ലാഭത്തിൽ കിടക്കുന്ന, കോൾ ഓപ്ഷന് നഷ്ടത്തിലാണ്. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞുതരാം അടുത്ത ഇതിന്റെ ബ്യൂട്ടി ഞാൻ പറഞ്ഞുതരാം. ഇത് കണ്ട, ഇവിടുന്ന് ഒരു കൺസോൾട്ടേഷൻ ഫേസ് ചെയ്യുന്നുണ്ട, ഇവിടുന്ന് അതെ. മുകളിലോട്ട് പോകാതെ. ഇത് ഇനി കൺസോൾട്ടേഷൻ ഫേസ് ചെയ്ത് കുറച്ച് ഇവിടം വരെ വരും, എന്നുവെച്ചാൽ ഒരു 450 വരെ വരും. എന്നിട്ട് ഇനി 100 മുകളിലോട്ട് പോകുള്ളൂ. ആ 450ലേക്ക് വരുമ്പോ നിങ്ങൾ ഇവിടെ പൊസിഷനിൽ വന്നു കഴിഞ്ഞാല് ഈ പുട്ട് ഓപ്ഷനിൽ ചെറിയൊരു വ്യത്യാസം കാണും, ലാഭത്തിൽ തന്നെ ആയിരിക്കും ഞാൻ. പക്ഷെ ഈ കോൾ ഓപ്ഷൻ ഇപ്പൊ 1100 800 കാണുന്ന നഷ്ടമില്ലേ, നിങ്ങൾ അത് ആ ഒരു തിരിച്ചൊന്ന് റീടെസ്റ്റ് താഴോട്ട് റീടെസ്റ്റ് നടത്തണ വരെ നോക്കിക്കഴിഞ്ഞാൽ ഇത് രണ്ടും ഗ്രീനിലായിരിക്കും, ഇത് രണ്ടും കൂടി ഗ്രീനിലേക്ക് വരും. ഒരു 100 രൂപ 200 രൂപ അല്ലെങ്കിൽ മൈനസ് ഒരു 300 രൂപയിലേക്ക് വരും. മനസ്സിലായില്ലേ? അത് കഴിഞ്ഞിട്ട് ഈ നിഫ്റ്റി എന്ത് ചെയ്യും, താഴോട്ട് ഇറങ്ങിയല്ലോ ഒരുവിധം താഴോട്ട് ഇറങ്ങി കഴിയുമ്പോൾ വീണ്ടും അത് ഇവിടം വരെ വന്നെന്ന് വിചാരിച്ചു, ഏകദേശം ഇവിടം വരെ വന്നെന്ന് വിചാരിച്ചു, വീണ്ടും അത് മുകളിലോട്ട് പോകാനുള്ള ടെൻഡൻസി കാണിക്കും. മനസ്സിലായില്ലേ? ആ സമയത്ത് ഈ ഒരു ഹൈ ഇല്ലേ, ബ്രേക്ക് ചെയ്യാത്തോടത്തോളം കാലം ആ സമയത്ത് നമുക്ക് രണ്ടും പച്ചയിലായിരിക്കും. നമ്മളെ രണ്ട് സൈഡും പച്ചയിലായിരിക്കും. അത് കഴിഞ്ഞ് ഇത് പൊട്ടിച്ച് മുകളിലോട്ട് പോകുമ്പോ നമുക്ക് എന്ത് ചെയ്യും, അവിടുന്ന് കോള് മുങ്ങി പോകും. അപ്പൊ കോൾ ഓപ്ഷൻ നമുക്ക് ചെറിയ ലോസിലേക്ക് ഒരു 500 രൂപ 600 രൂപ ലോസ് കണ്ടു. ഇപ്പൊ കുത്തനൊന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം 500 രൂപ എന്ന് വെച്ചാൽ ഈ ലൈന് പൊട്ടിച്ച് കഴിയുമ്പോൾ ഒരു 500 രൂപ 600 രൂപ കോൾ ഓപ്ഷന് ലോസിലേക്ക് വരും. അപ്പോ പുട്ട് ഓപ്ഷൻ അതിനേക്കാളും വലിയ ലാഭത്തിലേക്ക് പോകും. മനസ്സിലായില്ലേ? അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇവിടെ ടെസ്റ്റ് ചെയ്തിട്ട് വീണ്ടും തിരിച്ചു വരും. കുറച്ച് അത് ഇവിടം വരെ വരുള്ളൂ. ആ വരുന്ന സമയത്ത് രണ്ടും വീണ്ടും ബാലൻസ് ആവും. മനസ്സിലായില്ലേ? അത് കഴിഞ്ഞിട്ട് ഇത് അങ്ങനെ പോയി നമുക്ക് ഇവിടെ ഒരു സ്റ്റോപ്പ് ലോസ് വെക്കണ്ട. ഈ സ്റ്റോപ്പ് ലോസ് വെക്കണം എന്ന് പറയുമ്പോൾ ഞാൻ ചെയ്യാൻ മറന്നുപോയി. നമ്മൾ ആ ലൈവ് ട്രെൻഡില് ഓപ്ഷനിൽ പോയിട്ട് നമ്മൾ ആ എടുത്ത സ്ട്രൈക്കുകളൊക്കെ നമ്മൾ എടുത്ത് വെച്ച് കഴിയുമ്പോൾ നമുക്ക് അതിന്റെ ബ്രേക്ക് ഇവൻ പോയിന്റ് കിട്ടും. ഒരു ഏകദേശം ഒരു 100 രൂപന്റെ ആണ് ബ്രേക്ക് ഇവൻ പോയിന്റ് തിങ്കളാഴ്ച ഒക്കെ വരാം. ഓക്കെ, 100 രൂപ മുകളിലോട്ടും 150 രൂപ മുകളിലോട്ടും 150 രൂപ താഴോട്ടുമാണ് നമുക്കൊരു ഏകദേശം ഒരു ബ്രേക്ക് ഇവൻ വരാം. ഓക്കെ, 500 450 നമ്മൾ അറ്റ് ദ മണി വരണമെന്നുണ്ടെങ്കിൽ ഒരു 580 രൂപ 580 600 വരെയൊക്കെയാണ് നമുക്ക് വേണം. ജസ്റ്റ് ഇവിടെ നിന്ന് ആഡ് ചെയ്ത് നോക്കി. ഇപ്പോഴത്തെ ഡാറ്റയിൽ നമുക്ക് ഇത്രയും സമയം വൈകിയോണ്ട് ഡാറ്റ വ്യത്യാസം ഉണ്ടാവും, എന്നിരുന്നാലും നമുക്ക് ആഡ് ചെയ്ത് നോക്കാം. നമ്മൾ വാങ്ങിയേക്കുന്ന സാധനങ്ങളെല്ലാം എന്ന് പറയുന്നത് 450 എന്താ പറയാ ഒരു സെല്ലുണ്ട്. ഓക്കെ, ഒരു സെല്ല് ആഡ് ചെയ്ത് അതേപോലെ തന്നെ 500 ഒരു സെല്ല് ആഡ് ചെയ്ത് കോൾ സൈഡിൽ. ഓക്കെ, അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക ഇവിടെ വരുന്നത് അറ്റ് മണിയിൽ 450 ഒരു പുട്ട് സൈഡ് ഒരു സെല്ല് ആഡ് ചെയ്ത്, അതേപോലെ തന്നെ 450 500 450 നേരത്തെ നോക്കാം അത് മാറ്റാം. ഇവിടെ പോയിട്ട് 400 ഒരു സെല്ല് ഞാൻ ആഡ് ചെയ്ത്, അത് കഴിഞ്ഞിട്ട് നമുക്ക് 19,050 നമുക്ക് ഇവിടെ വരുന്നത്. 19,050 ബൈ ഞാൻ 2 ലോട്ട് ആഡ് ചെയ്ത്, അതേപോലെ തന്നെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ 19,800 തോന്നുന്നത്. 800 ബൈ 2 ലോട്ട് ഞാൻ ആഡ് ചെയ്തു. ഓക്കെ, അങ്ങനെ വരുമ്പോൾ നമുക്ക് താഴെ വന്ന് കണ്ട ഇത് ഇത്രയും നമ്മൾ എടുത്തേക്കുന്ന സ്ട്രൈക്കുകളെല്ലാം ആഡ് ചെയ്തിട്ട് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കണ്ട ഈ ബ്രേക്ക് ഇവൻ കണ്ട 352 താഴോട്ടും 600 കണ്ട. ഞാൻ പറഞ്ഞില്ല, ഏകദേശം ഞാൻ പറഞ്ഞില്ല ഒരു 600 രൂപ 623 മേലേക്ക് പോയാൽ മാത്രമേ നമുക്ക് എക്സിറ്റ് അടിക്കേണ്ട ആവശ്യമുള്ളൂ. എന്ന് വെച്ചാൽ നമുക്ക് 623 മേലേക്ക് പോയി അവിടുന്ന് സ്റ്റോപ്പ് ലോസ് വെക്കണ്ട. അവിടുന്ന് തന്നെ വേണമെങ്കിൽ നിങ്ങൾ എക്സിറ്റ് അടിച്ചോ, ഒരു കുഴപ്പമില്ല. പക്ഷെ ഇത് ഈവനിങ് വരെ നിങ്ങളൊരു 3 മണി വരെ പോയിട്ടാണ് ഈ 650 ആവുന്നതെങ്കിൽ നിങ്ങൾക്ക് അപ്പൊ തന്നെ എക്സിറ്റ് അടിച്ച ഒരു കുഴപ്പമില്ല, നിങ്ങൾ പ്രോഫിറ്റിൽ തന്നെ ആയിരിക്കും. മനസ്സിലായില്ലേ? അപ്പൊ ഇത് എന്ന് പറയുമ്പോൾ ഒരു വോളറ്റാലിറ്റി പെട്ടെന്ന് വന്നാൽ എടുക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഈ ഒരു മാർക്ക് നോട്ട് ചെയ്ത് വെക്കണം. ഇന്നിപ്പോ ഇവിടെ നമുക്ക് നോക്കാം, ഇത് ഡേ 1 മാറ്റണം. ഓക്കെ, ഡേ 1 മാറ്റുമ്പോൾ നമുക്ക് 575 രൂപയാണ് നമ്മള് ഇന്നത്തെ സ്റ്റോപ്പ് ലോസിന്റെ ലെവല്. അവിടെ നിന്ന് 0.1% പ്ലസ് കൊടുക്കാം. താഴെയാണെങ്കിൽ -0.1% പ്ലസ് മൈനസ് കൊടുക്കുമ്പോഴാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് വരുന്നത്. ഒരു ഏകദേശം 400 390 580 ആയിരിക്കും നമ്മൾ ഒരു ഏകദേശം എന്താ പറയാ സ്റ്റോപ്പ് ലോസിന്റെ ലെവല്.
അപ്പൊ 580, 585 ആകുമ്പോൾ നമ്മൾ എക്സിറ്റ് അടിച്ചേക്കണം. നമ്മൾ പിന്നെ വെയിറ്റ് ചെയ്യാൻ നിൽക്കരുത്. ഒരു 2 മണി 3 മണി കഴിഞ്ഞിട്ടാണെങ്കിൽ നിങ്ങൾ ലാഭത്തിലൊക്കെ കിടക്കുകയെന്നുണ്ടെങ്കിൽ അതിന്റെ ആവശ്യമൊന്നുമില്ല. അത് മാറിക്കൊണ്ടിരിക്കുക ഡാറ്റ. ഓക്കെ, അപ്പൊ ആ ഒരു നോക്കാം. പിന്നെ ഇന്ന് കിട്ടാൻ പോണ മാക്സിമം പ്രോഫിറ്റും നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. 1800 രൂപയാണ്. അപ്പൊ 1000ന്റെ മേലെ നിങ്ങൾ ഇന്ന് തിങ്കളാഴ്ച കണ്ടു കഴിഞ്ഞാൽ 1000 നമ്മൾ പറഞ്ഞേക്കണം. 1000ന്റെ മേലെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എക്സിറ്റ് അടിച്ചു ഏത് ലെവലിലാണെങ്കിലും. 1800 വരെ ഒന്നും വെയിറ്റ് ചെയ്യാൻ നിൽക്കരുത്. അതൊക്കെ മാക്സിമം എന്നാ പറഞ്ഞേക്കണത്. മനസ്സിലായി? അതിന്റെ മേലൊക്കെ കിട്ടൂല എന്ന് പറയണത്. ലോസ് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. 30,000 രൂപ നിങ്ങൾ ലോസ് നിങ്ങൾ നോക്കേണ്ട ആവശ്യം. ഇവിടെ സ്റ്റോപ്പ് ലോസ് നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ട് ഒരു 1000, 2000 രൂപന്റെ ഇടക്കായിരിക്കും നിങ്ങൾക്ക് മാക്സിമം ലോസ് വരാൻ പോകുന്നത്. അതുകൊണ്ട് ഈ ലോസ് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. അതിനാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. 1000, 2000 രൂപ. 2000 തന്നെ ഞാൻ പറയുന്നുണ്ട്. 1000, 2000. കാരണം ഇതിൽ എന്താ പറയാ, നമുക്ക് ഓപ്ഷൻ സെല്ലിംഗ് ആണ്, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ 1000, 2000 ആണ് നമ്മളെ ഇത് വരണം. ഓപ്ഷൻ എല്ലാവർക്കും കാണുന്നുണ്ടല്ലോ? ഓക്കെ, ഇനി എന്റെ നിഫ്റ്റി എല്ലാവർക്കും കാണുന്നുണ്ടല്ലോ? നിഫ്റ്റി അല്ല, അതന്നെ നിഫ്റ്റി. ഇനി നമ്മൾ പൊസിഷനിലേക്ക് ഒന്ന് പോയി നോക്കാം. പൊസിഷനിലേക്ക് പോയപ്പോ കണ്ട ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാന്ന് നോക്കിയേ. നിഫ്റ്റി ഇപ്പൊ ഒന്ന് താഴോട്ട് ഇറങ്ങിയില്ലേ? കണ്ട, താഴോട്ട് ഇറങ്ങിയപ്പോ എന്ത് സംഭവിച്ചു? അപ്പൊ നമ്മളെ കോൾ ഓപ്ഷൻ അങ്ങോട്ട് ഭയങ്കരമായിട്ട് ഹൈ ഇല്ല, ലോസിലേക്ക് പോകണ്ടല്ലേ? കോൾ ഓപ്ഷൻ എന്റെ പച്ചയെ തന്നെ കിടക്കണത്. വേണ്ട, പുട്ട് ഓപ്ഷൻ നേരത്തെ കോൾ ഓപ്ഷൻ നല്ല ചൊമ്പി കിടന്ന സാധനം ഇപ്പൊ പുട്ട് ഓപ്ഷന് ഒരു 500 രൂപയിൽ വന്ന കണ്ട 300, 500 രൂപ കണ്ട പുട്ട് ഓപ്ഷൻ. ഇതാണ് പറഞ്ഞത്. ഇനി ഇവിടുന്ന് റീടെസ്റ്റ് അടിക്കുമ്പോൾ ഇത് വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മെൽറ്റ് ആവും. ഇതാണ് നമ്മളെ ഈ സ്ട്രാറ്റജി. ഇത് കണ്ട് ഇനിയിപ്പോ ഇവിടുന്ന് എവിടെന്നെങ്കിലും ഒക്കെ പോയിട്ട് റീടെസ്റ്റ് എടുത്തു. ഇതൊന്നും പേടിക്കണ്ട. എനിക്കെന്ന് പറയുമ്പോ എത്ര നമ്മൾ പറഞ്ഞ 380 കണ്ട, ഇവിടം വരെ എനിക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു പോക്ക് ആ 380 വരെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഡെഫിനറ്റ് ആയിട്ടും എക്സിറ്റ് അടിക്കണം. ഓക്കെ, പക്ഷെ ഈ ഒരു പോക്ക് ഇനി ഇവിടുന്ന് ഇനി റിട്ടേൺ ചെയ്ത് ഇവിടെ ഒന്ന് കൺസോൾട്ട് ചെയ്ത് പിന്നെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ആവശ്യം വരുന്നില്ല. കാരണം നമ്മൾ അപ്പോഴേക്കും പ്രോഫിറ്റിലേക്ക് കയറി ഉണ്ടാവും. നമുക്ക് ഇത് തന്നെ നോക്കിയാൽ മതി. കണ്ട, നേരത്തെ നിങ്ങൾക്ക് 1000, 2000 ഒക്കെ ഉണ്ട്. അതിന്റെ P&L നോക്കിയപ്പോ ഈ 200 രൂപ മാറ്റി കഴിഞ്ഞാൽ എനിക്ക് 500 രൂപയിൽ നിൽക്കേണ്ടത്. മനസ്സിലായില്ലേ? നേരത്തെ ഇവിടെ എന്റെ എന്താ പറയുക, ഇതും കൂടി കൂട്ടിയിട്ട് 800, 900 രൂപ ഉണ്ടായിരുന്നു ഇവിടെ. ഇപ്പൊ കണ്ടില്ലേ? ഇതാണ് നമ്മളെ സ്ട്രാറ്റജി 2ന്റെ ബ്യൂട്ടി എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? നിങ്ങൾ എല്ലാവരും ലക്കിയാണ്. ഇപ്പൊ നമ്മൾ പുതിയ ബാച്ചുകളിൽ ആർക്കും ഈ സ്ട്രാറ്റജി 2 നമ്മൾ ആ കോഴ്സിൽ കൊടുക്കണില്ല. നമ്മൾ ലെവൽ 2 മാത്രമേ കൊടുക്കണുള്ളൂ ഈ സ്ട്രാറ്റജി 2. നിങ്ങൾ എല്ലാവരും ലക്കിയാണ്. ഓക്കെ, ഇപ്പൊ നടക്കുന്ന ബാച്ചുകളിലെല്ലാം നമ്മൾ ഒരൊറ്റ സ്ട്രാറ്റജി ഉള്ളൂ, ഒരൊറ്റ ക്ലാസ്സേ ഉള്ളൂ, ഒരൊറ്റ ദിവസമേ ഉള്ളൂ. ഓക്കെ, 3 മണിക്കൂറിന്റെ ക്ലാസ്സാണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ എല്ലാവരും ലക്കിയാണ്. നിങ്ങൾ മാക്സിമം എന്താ പറയുക, നിങ്ങൾക്ക് കിട്ടിയ എന്താ പറയാ ലക്കിനെസ് യൂട്ടിലൈസ് ചെയ്ത് മാക്സിമം നിങ്ങൾ എന്താ പറയാ ഏൺ ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പോ ഞാൻ അധികം വൈകിപ്പിക്കണ്ട. എല്ലാവർക്കും ഓഫീസും നമ്മൾ രാത്രിയാണെന്നുണ്ടെങ്കിൽ കുറച്ചങ്ങനെ കത്തിയടിച്ച് നമുക്ക് ഇരിക്കാം. അപ്പോൾ നമ്മൾ എല്ലാവരും ഓഫീസും ജോലിയും കാര്യങ്ങളും ഉള്ളതാണ്. ആർക്കെങ്കിലും ജസ്റ്റ് ഡൗട്ട് ഉണ്ടെങ്കിൽ 1 മിനിറ്റും കൂടി നമുക്ക് തരാം. ഡൗട്ട് ഉള്ള ആൾക്കാർക്ക് ചോദിക്കാം. ഓക്കെ, ഗൂഗിൾ ഷീറ്റ് സാറേ എങ്ങനെയാണ് ഇപ്പൊ കൊടുത്തിട്ടുണ്ടോ? ഏതാണ് ഗൂഗിൾ ഷീറ്റേ നമുക്ക് ആ ഗൂഗിൾ കാൽക്കുലേഷൻ ഷീറ്റ് ഇപ്പൊ ഞാൻ തന്നിട്ടില്ല. ഞാൻ ഒന്നുകൂടി അതിന്റെ ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങൾ ചെയ്യാണ്ട് ഏതൊരു സ്ട്രൈക്ക് എടുത്തപ്പോൾ നമുക്ക് അത് ക്ലിയർ ആയില്ല. സ്റ്റോപ്പ് ലോസിന്റെ ട്രെയിലിംഗ് അത് ഞാൻ ചെയ്തിട്ട് ക്ലിയർ ചെയ്തിട്ട് ഞാൻ ഇന്നൊരു ഉച്ചയോടെ ഞാൻ അയച്ചത്. ഇന്നിപ്പോ നമുക്ക് ഇതിന്റെ ആവശ്യമില്ല. 10:00 നമുക്ക് ഇതിന്റെ സ്ട്രാറ്റജി വേണ്ട ആവശ്യമില്ല. നാളെ നിങ്ങൾക്ക് ഗൂഗിൾ ആ ഷീറ്റ് എല്ലാവർക്കും കിട്ടും കേട്ടോ. ഓക്കെ, അതിന്റെ ഡൗൺലോഡ് ഷീറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും എടുക്കാം. ഓക്കെ, എല്ലാവർക്കും പിന്നെ എല്ലാവർക്കും എന്താ പറയുക വീഡിയോ റെക്കോർഡിംഗ് കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഷെഫീഖ് ഉണ്ടാന്ന് അറിയില്ല ലൈനില്. ഷെഫീഖ് എന്റെ അടുത്ത് ഉണ്ടെങ്കിൽ വേറെ കിട്ടാത്ത ആൾക്കാർക്ക് ഞാൻ ആക്സസ് കൊടുത്തിട്ട് ആ ഷീറ്റ് ഒന്ന് നോക്കാം ആർക്കൊക്കെ ആക്സസ് എന്നുള്ള. അതിൽ ആക്സസ് ഇല്ലാത്ത ആൾക്കാർ എന്റെ അടുത്ത് മെയിൽ ആക്സസ് റിക്വസ്റ്റ് ചെയ്യാൻ ഞാൻ ചെയ്തേക്കാം കേട്ടോ. ഇന്നത്തെ ഇതിന്റെ ഞാൻ റെക്കോർഡിംഗ് തരാം. കുറെ ആൾക്കാരൊന്നും ലൈവിൽ വന്നിട്ടില്ല, എന്നിരുന്നാലും റെക്കോർഡിംഗ് ഞാൻ തരാം. ഓക്കെ, റെക്കോർഡിംഗ് കിട്ടിയാൽ വളരെ ഉപകാരമായി. ഓക്കെ, ഇതിന്റെ റെക്കോർഡിംഗ് നമ്മൾ സ്ട്രാറ്റജിന്റെ റെക്കോർഡിംഗ് മാത്രമേ ഇല്ലാത്തുള്ളൂ. അത് ഞങ്ങൾ പേനും പെൻസിലും കറക്റ്റ് അന്നത്തെ ദിവസം അറ്റൻഡ് വെച്ചാൽ സ്വിങ്. ഇനി അടുത്ത ക്ലാസ് വരുന്നത് നമുക്ക് ബുധനാഴ്ചയാണ്. ബുധനാഴ്ച ക്ലാസ്സിന് നമുക്ക് ഉണ്ടാവില്ല. അത് ഞാൻ ആ ഷീറ്റിൽ എഴുതിയിട്ടുണ്ട് ഏതൊക്കെ ക്ലാസ് ഉള്ളത് ഏതൊക്കെ ക്ലാസ് ഇല്ലാത്തുള്ളത്. ആ മാക്സിമം നിങ്ങൾ ആ ലൈവ് ക്ലാസ് മാത്രമുള്ള റെക്കോർഡിംഗ് ഇല്ലാത്ത നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. കാരണം സ്ട്രാറ്റജിയാണ്, അതിനകത്ത് ഒന്നും കാര്യമായിട്ട് പറയാനില്ല. എല്ലാം സിമ്പിൾ സ്ട്രാറ്റജിയാണ്. ജസ്റ്റ് നിങ്ങൾ എഴുതിയെടുത്താൽ മാത്രം മതി. ഓക്കെ, അതുകൊണ്ടാണ് അത്രയും സിമ്പിൾ ആയിട്ട് ഞാൻ പഠിപ്പിക്കുന്നതുകൊണ്ടാണ് ഞാൻ അതിന് റെക്കോർഡിംഗ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞത്. ഓക്കെ 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 അപ്പൊ എല്ലാവർക്കും എന്താ പറയാ നമസ്കാരം എല്ലാവർക്കും. വേറൊരു ഡൗട്ട് കൂടി. പറഞ്ഞത് ഞാനിത് ചോദിക്കുന്ന വെച്ചാൽ ഇപ്പൊ സ്ട്രാറ്റജി 2 കാണിച്ചല്ല സാറിന്റെ പൊസിഷനും കാര്യങ്ങളും. അപ്പൊ അത് നമുക്ക് ലേൺ ചെയ്യുന്ന എത്രാമത്തെ സ്ട്രാറ്റജി അതിന്റെ വരുന്ന ക്ലാസ് വരുന്നത് 7ാമത്തെ. സ്ട്രാറ്റജി 2 നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു.
ആ ഞാൻ പറഞ്ഞത് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ പുതിയ ബാച്ച് നമ്മൾ ലോഞ്ച് ചെയ്ത പുതിയ ബാച്ചുകാർക്കും സ്ട്രാറ്റജി 2 നമ്മൾ ആ 199 ഇപ്പൊ 199 മാറ്റി 499 ആയി. 499 നമ്മൾ ആർക്കും കൊടുക്കണില്ല. ആ സ്ട്രാറ്റജി 1 മാത്രമേ എല്ലാവർക്കും കൊടുക്കണുള്ളൂ. ആ സ്ട്രാറ്റജി 2 നമ്മളിപ്പോ എന്താ പറയാ നമ്മള് ഇതിലേക്ക് കയറി. കാരണം ഇത് നോലോ സ്ട്രാറ്റജിയിൽ വരുന്ന ഒരു സ്ട്രാറ്റജി തന്നെയാണ് ഈ സാധനം. അതെ ആ നമുക്ക് നോലോസിൽ 2 സ്ട്രാറ്റജിയാണ് പഠിക്കാനുള്ളത്. നോലോസിൽ തന്നെ സെപ്പറേറ്റ് ഒരു ഇൻട്രാഡേ സ്ട്രാറ്റജി ഉണ്ട്, കുറച്ചുകൂടി കാശില്ല കുറവ് ഉപയോഗിച്ചിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട്. അതിന് പുറമെ നമുക്ക് എക്സ്പയറി സ്ട്രാറ്റജി ഉണ്ട്. ഈ 2 സ്ട്രാറ്റജിയാണ് നോലോസിൽ നമുക്ക് വരുന്നത്. ഓക്കെ, ഇതും ഒന്ന് റിപ്പീറ്റ് ചെയ്യുന്നുള്ളേ അത് ഈ സ്റ്റാർട്ട് 2ന്റെ ലെവൽ റിപ്പീറ്റ് ചെയ്യുന്നുള്ളേ അന്ന് റിപ്പീറ്റ് ചെയ്യാൻ കുഴപ്പമില്ല. നമുക്ക് നിങ്ങൾക്ക് ഡൗട്ട് എളുപ്പമുള്ള സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ ഇത് നമുക്ക് നോലോസിൽ നമുക്ക് അന്നത്തെ ക്ലാസ് സെഷനിൽ നമുക്ക് ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ, എനിക്ക് ചെറിയ ഡൗട്ട് ഉണ്ട് അപ്പൊ ശരി ശരി, കുഴപ്പമില്ല. ഓക്കെ ഓക്കെ, ഇന്നിപ്പോ ഇങ്ങനത്തെ ഒരു രാവിലത്തെ ക്ലാസ് ആയതുകൊണ്ടാണ് അധികം ഡൗട്ട്സും കാര്യങ്ങളും ഞാൻ ക്ലിയർ ചെയ്യാൻ സമയം എടുക്കാത്ത. എല്ലാവരും തിരക്കിലായതുകൊണ്ട് നമുക്ക് ഈവനിങ് ക്ലാസ്സിൽ വരുമ്പോൾ നമുക്ക് എല്ലാ ഡൗട്ട് എടുത്ത് കുറച്ച് നീണ്ടുപോയാലും നമുക്ക് അങ്ങനെ ചെയ്യാം. ഇതുണ്ടെങ്കിൽ തന്നെ നമ്മളെ കമ്മ്യൂണിറ്റിയിലും ഇടല്ലോ അല്ലേ ഇതിപ്പോ കമ്മ്യൂണിറ്റിയിലൊക്കെ ഇത് നമുക്ക് ഇടും, കുഴപ്പമില്ല. ഓക്കെ ഓക്കെ, അപ്പൊ എല്ലാവർക്കും നമസ്കാരം. ഓക്കെ, ഗുഡ് മോർണിംഗ് വൺസ് അഗൈൻ. ഓക്കെ, ബൈ.